ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിന് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಈ ಬೆಳಗಿನ ಜಾವಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. പകലിലെ ആരാധനയ്ക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ಆರಾಧನೆಗೋಸ್ಕರ ಸೇರಿ ಬಂದಂತ ನಿಮ್ಮೆಲ್ಲರನ್ನು ಕರ್ತನ ನಾಮದಲ್ಲಿ ഈ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ലൈവ് മീഡിയയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ಈ ಲೈವ್ ವಿಡಿಯೋದ ಮೂಲಕವಾಗಿ ನಮ್ಮನ್ನು ವೀಕ್ಷಿಸುತ್ತಿರುವ ಎಲ್ಲ ವೀಕ್ಷಕರಿಗೂ ನಮ್ಮ ವಂದನೆ ತಿಳಿಸುತ್ತೇವೆ. കർത്താവ് നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮೆಲ್ಲರನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ಈ ದಿನಗಳಲ್ಲಿ ದೇವರು ನಮ್ಮ ಸಂಗಡ ಇದ್ದಾನೆ. ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയണം. ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವು ಬಲ್ಲವರಾಗಿರಬೇಕು. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿ ಆ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ಯಾಕೋಬನೊಂದು ದಿನ ಹೇಳಿದನು, ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಇತ್ತು, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ನಾನು ಅದನ್ನು ತಿಳಿಯಲಿಲ್ಲ. പലരും ഇങ്ങനെ, ಅನೇಕರು ಈ ರೀತಿಯಾಗಿರುತ್ತದೆ. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ಅನೇಕರು ಪ್ರಾರ್ಥನೆಗೆ ಬರುತ್ತಾರೆ, ചർച്ചിൽ വരുന്നുണ്ട്, ಸಭೆಗೆ ಬರ್ತಾರೆ, പക്ഷെ ദൈവ സാന്നിധ്യം അറിയുന്നില്ല. ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ತಿಳ್ಕೊಳ್ಳುತ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഏത് പ്രാർത്ഥനയിൽ വന്നാലും ಯಾವ ಪ್ರಾರ್ಥನೆಗೆ ಸೇರಿ ಬಂದರೂ സാന്നിധ്യം ഒന്ന് അറിയണം. ಆ ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಇಲ್ಲಿ ಕುಳಿತಂತ ನೀವುಗಳು അവന്റെ സാന്നിധ്യം അറിയണം. ಆತನ ಸಾನ್ನಿಧ್ಯವನ್ನು ತಿಳಿದವರಾಗಿರಬೇಕು. കരസ്പർശനം ഒന്ന് അനുഭവിക്കണം. ಆತನ ಹಸ್ತಸ್ಪರ್ಶನವನ್ನು ಅನುಭವಿಸುವವರಾಗಿರಬೇಕು. പ്രിയരെ, ദൈവം നമ്മെ തൊടുന്ന ദൈവമാണ്. ದೇವರು ನಮ್ಮನ್ನು ಮುಟ್ಟುವ ದೇವರಾಗಿದ್ದಾನೆ. പലപ്പോഴും ശരീരങ്ങളിൽ അവൻ സ്പർശിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ಅನೇಕ ಸಮಯಗಳಲ್ಲಿ ಶರೀರದಲ್ಲಿ ಆತನ ಸ್ಪರ್ಶನವನ್ನು ನಮಗೆ ತಿಳಿಯ ಬರುತ್ತದೆ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ಅಂತ ಅನುಭವ ನಿಮಗಾಗಿದೆಯೋ? ഇന്ന് പകൽ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ನೀವು ಬಯಸುವುದಾದರೆ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളിൽ സ്പർശിക്കും. ನಾನು ನಂಬುತ್ತೇನೆ, ನಿಮ್ಮ ಶರೀರಗಳನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾನೆ. ഓ, എത്ര പേർക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ ಎಷ್ಟು കഴിയും? ಮಂದಿ ಸ್ಥಿರವಾಗಿ ನಂಬುತ್ತೀರಾ? ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അവൻ നമ്മെ ഇന്ന് പകൽ സ്പർശിക്കട്ടെ. ಆತನು ನಮ್ಮನ್ನು ಮುಟ್ಟಲಿ. നമുക്കിന്ന് പകൽ ഒരു വേദചിന്ത വായിക്കാം. ನಮಗೆ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದುವ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ಮಾರ್ಕನ ಸುವಾರ್ತೆ 8ನೇ ಅಧ್ಯಾಯದ 20ನೇ 26 ವಾಕ್ಯದಿಂದ 26ನೇ ವಾಕ್ಯದವರೆಗೆ. അവൻ ബെത്സയിദയിൽ എത്തിയപ്പോൾ ಆತನು ಬೆತ್ಸಾದಕ್ಕೆ ಬಂದಾಗ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ಒಂದು ಕುರುಡನನ್ನು ಯೇಸುವಿನ ಬಳಿಗೆ ಕರೆಕೊಂಡು ಬಂದನು. അവനെ തൊടേണമെന്ന് അപേക്ഷിച്ചു. ಇವನನ್ನು ಮುಟ್ಟಬೇಕು ಎಂದು ಆತನನ್ನು അവൻ ಬೇಡಿಕೊಂಡನು. കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി ಆತನು ಕುರುಡನ ಕೈ ಹಿಡಿದುಕೊಂಡು ಊರ ಹೊರಕ್ಕೆ ಕರೆಕೊಂಡು അവന്റെ ಹೋಗಿ കണ്ണിൽ തുപ്പി ಅವನ ಕಣ್ಣುಗಳಲ್ಲಿ ಹೂಗುಳಿ അവന്റെ മേൽ കൈവച്ച് ಅವನ ಮೇಲೆ ಕೈ ಇಟ್ಟು, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ನಿನಗೇನಾದರೂ ಕಾಣುತ್ತದೋ ಎಂದು അവൻ ಅವನನ್ನು ಕೇಳಿದನು. മേൽപോട്ട് നോക്കി, ಅವನ ತಲೆ ಎತ್ತಿ ನೋಡಿ, ഞാൻ മനുഷ്യരെ കാണുന്നു, ನನಗೆ ಜನರು ಕಾಣುತ್ತಾರೆ, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്ര കാണുന്നത് എന്ന് പറഞ്ഞു. ಅವರು ಮರಗಳಂತೆ ಕಾಣಿಸಿದರು ಎಂಬುದಾಗಿ പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ ಮತ್ತೆ ಆತನ ಕಣ್ಣುಗಳ ಮೇಲೆ ತಿರುಗಿ ಕೈ അവൻ ಇಟ್ಟನು. സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കാണും. ಅವನು ಕಣ್ಣು ಬಿಟ್ಟು ನೋಡಲು ಅವನಿಗೆ ಗುಣವಾಗಿತ್ತು. നീ ഊരിൽ കടക്കുക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ಆತನು ನೀನು ಊರೊಳಕ್ಕೇನು ಹೋಗಬೇಡ ಎಂದು ಹೇಳಿ ಅವನನ್ನು ಅವನ ಮನೆಗೆ ಕಳುಹಿಸಿ ಬಿಟ್ಟನು. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം. ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ಎಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥನೆ കർത്താവേ, ഇന്ന് ಮಾಡೋಣ. പകൽ ഈ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ಕರ್ತನೇ, ಈ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಮ್ಮೊಂದಿಗೆ എന്നോട് ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. ಈ ವಾಕ್ಯದ ಮೂಲಕ ನನ್ನೊಂದಿಗೆ ഇന്ന് ಮಾತನಾಡು എന്നെ ಎಂಬುದಾಗಿ തൊടേണമേ ಪ್ರಾರ್ಥಿಸಿ. എന്ന് പ്രാർത്ഥിച്ചു. ಇವತ್ತು ನನ್ನನ್ನು ಮುಟ್ಟಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿ. എല്ലാവരും പ്രാർത്ഥിച്ചു. വ്യക്തിപരമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ എന്നെ തൊടേണമേ എന്ന്. ಎಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ವೈಯಕ್ತಿಕವಾಗಿ ಯೇಸುವೆ ನನ್ನನ್ನು ಮುಟ್ಟಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. ಕರ್ತನೇ, ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ, ನಾವು ನಿನ್ನಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಒಟ್ಟಾಗಿ ನಾವು ഞങ്ങളുടെ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. നല്ല കർത്താവേ, ನಮ್ಮ ಕರ್ತನೇ, പകലിൽ ഞങ്ങൾ വായിച്ച വചനത്തിൽ കൂടെ ഞങ്ങളോട് ಈ സംസാരിക്കണം. ಹಗಲಿನಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡು. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെല്ലാം അവിടെ നിന്ന് സ്പർശിക്കണം. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ಒಬ್ಬೊಬ್ಬರನ್ನು ಮುಟ್ಟಬೇಕು. അങ്ങയുടെ സ്പർശനം അനുഭവിപ്പാൻ ഇന്ന് പകൽ ഞങ്ങൾ ഇരിക്കുന്നു. ನಿನ್ನ
ನಿನ್ನ ಮುಟ್ಟುವಿಕೆಯನ್ನು ಅನುಭವಿಸುವುದಕ್ಕೆ ನಾವಿಲ್ಲಿ അങ്ങേ ಕುಳಿತಿದ್ದೇವೆ. തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമുള്ളവരായി, ನಿನ್ನನ್ನು മുಟ್ಟಿದವರು ನೀನು ಮುಟ್ಟಿದವರು ഇന്ന് പകൽ ಸ್ವಸ್ಥರಾದರು. ഞങ്ങൾ സൗഖ്യമുള്ളവരായി സമാധാനമുള്ളവരായി മടങ്ങി പോകേണ്ടതിന് ಈ ಹಗಲಿನಲ್ಲಿ ಬಿಡುಗಡೆ ಹೊಂದಿದವರಾಗಿ ಹಿಂತಿರುಗಿ നീ ಹೋಗೋದಕ್ಕೆ ഞങ്ങളെ സ്പർശിക്കണമേ. ನೀ ನಮ್ಮನ್ನು ಮುಟ್ಟಬೇಕು. ഓ കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ ನಿನ್ನ തൊടുമാറാകണമേ. ಸಾನ್ನಿಧ್ಯದಿಂದ ನಮ್ಮನ್ನು ಸ್ಪರ್ಶಿಸಬೇಕು. എന്നും വന്നിട്ട് വെറുതെ പോകുന്നവരെ പോലെ ആകാതെ, ಯಾವಾಗಲೂ ಸೇರಿ ಬಂದು ಸುಮ್ಮನೆ ಹೊರಟು ಹೋಗದೆ, നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ആകാതെ, ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿದ್ದರೂ ನಾನು ತಿಳಿದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವ ಹಾಗೆ ഇന്ന് പകൽ അറിഞ്ഞ് അനുഭവിച്ചു പോകുവാൻ ദൈവമിടയാക്കണം. ದೇವರೇ, ನಿನ್ನನ್ನು ತಿಳಿದು ಹಿಂತಿರುಗುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ದಿವ್ಯ ನಾಮದಲ್ಲಿ ತಂದೆ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം ഇന്ന് പകൽ നമ്മെ സ്പർശിക്കും. ದೇವರು ಇವತ್ತು ನಮ್ಮನ್ನು ಮುಟ್ಟುವವನಾಗಿದ್ದಾನೆ. എത്ര പേര് ഉറപ്പായിട്ട് ಎಷ್ಟು വിശ്വസിക്കുന്നു? ಮಂದಿ ನಂಬುತ್ತೀರಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇവിടെ ബെത്സയിദ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു എത്തിയപ്പോൾ ಇಲ್ಲಿ ಬೆತ್ಸೈದ ಊರಿಗೆ ಬಂದಾಗ അവന്റെ അടുക്കൽ ഒരു കുരുടനെ ചിലർ കൂട്ടിക്കൊണ്ടുവന്നു. ಆತನ ಬಳಿಗೆ ಒಬ್ಬ ಕುರುಡನನ್ನು ಕರೆತರುತ್ತಾ ಇದ್ದಾರೆ. 5000 പുരുഷന്മാർ യേശുവിന്റെ കൂടെ ഉണ്ട്. 5,000 ಪುರುಷರೇ ಯೇಸುವಿನ ಒಂದಿಗಿದ್ದಾರೆ. യേശു പല രോഗികളെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് സഞ്ചരിച്ചു വരികയാണ്. ಯೇಸು ಅನೇಕ ರೋಗಿಗಳನ್ನು ಸ್ವಸ್ಥ ಮಾಡಿ, ಆಮೇಲೆ ದೆವ್ವ ಪೀಡಿತವರನ್ನು ಬಿಡಿಸಿ, ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿ ಆತನು ಬರ್ತಾ ಇದ್ದಾನೆ. ചിലർ ഒരു കുരുടനെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ಕೆಲವರು ಒಂದು ಕುರುಡನನ್ನು ಆತನ ಬಳಿಗೆ ಕರೆತಂದು, യേശുവേ അവനെ തൊടേണമേ എന്ന് പറഞ്ഞു. ಯೇಸುವೆ ಇವನನ್ನು ಮುಟ್ಟಬೇಕು ಎಂಬುದಾಗಿ ಕೇಳಿಕೊಂಡರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ ജനം യേശുവിനോട് അപേക്ഷിക്കുകയാണ്, ಯೇಸುವಿನೊಂದಿಗೆ ಅವರು ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ, നീ ഇവനെ ഒന്ന് തൊടേണം, ನೀನು ಇವನನ್ನು ಮುಟ್ಟಬೇಕು ಎಂಬುದಾಗಿ. തൊട്ടവനെ സൗഖ്യമാക്കണം. ಮುಟ್ಟಿ ನೀನು ಸ್ವಸ್ಥ ಮಾಡಬೇಕು. നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ನಾವು ಹಾಗೆ ಹೇಳುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. യേശുവേ നീ അവനെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ മതി. ಯೇಸುವೆ ಅವನನ್ನು ಮುಟ್ಟಬೇಕು, ಸ್ವಸ್ಥ ಮಾಡಬೇಕು ಎಂದು ಹೇಳಿದರೆ ಸಾಕಿತ್ತು. എന്ന് പറഞ്ഞാൽ തൊട്ട് സൗഖ്യമാക്കണോ നോക്കി സൗഖ്യമാക്കണോ എന്നുള്ളത് യേശുവിന്റെ മാത്രം ഹൃദയത്തിലുള്ള വിഷയമാണ്. ಯೇಸು ಅಂತ ಹೇಳಿದರೆ ಯೇಸು ಮುಟ್ಟಿ ಸ್ವಸ್ಥ ಮಾಡಬೇಕು, ನಾಮೆ ಹೇಳಿ ಸ್ವಸ್ಥ ಮಾಡಬೇಕು ಎಂಬುದು ಯೇಸುವಿನ ಹೃದಯದಲ್ಲಿರುವಂತ ಆ ಒಂದು ಆಸೆಯಾಗಿದೆ. അവിടെ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ಯೇಸು ಅಲ್ಲಿ ಏನು ಮಾಡ್ತಾನೆ ആ ಗೊತ್ತಾ? കുരുടന്റെ കൈക്ക് പിടിച്ച് ಆ ಕುರುಡನ ಕರೆ ಹಿಡಿದು അവനെ ഊരിന് പുറത്തു കൊണ്ടുവന്നു. ಅವನನ್ನು ಊರ ಹೊರಗೆ ತಂದು അവന്റെ കണ്ണിന്റെ മേൽ തുപ്പി, ಅವನ ಕಣ್ಣಿನ ಮೇಲೆ ಉಗುಳಿ, അവന്റെ ദേഹത്തെ കൈവച്ചു, ಅವನ ಶರೀರವನ್ನು ಸ್ಪರ್ಶಿಸಿ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ನೀನು ಏನನ್ನಾದರೂ ಕಾಣುತ್ತಾ ಇದೆಯೋ ಎಂಬುದಾಗಿ ಕೇಳುತ್ತಾನೆ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ಶಿಷ್ಯರು ಅವನಿಗೆ ಹೀಗೆ ಹೇಳಿದನು, നീ അവനെ തൊട്ടൊന്ന് സൗഖ്യമാക്കണം. ನೀನು ಅವನನ್ನು ಮುಟ್ಟಿ ಸ್ವಸ್ಥ ಮಾಡಬೇಕು യേശു ಎಂಬುದಾಗಿ. കാണിച്ചത് കണ്ടോ? ಆದ್ರೆ ಯೇಸು ಏನ್ ಮಾಡ್ತಾನೆ ಗೊತ್ತಾ? അവന്റെ കണ്ണിൽ തുപ്പി, ಅವನ ಕಣ್ಣಿಗೆ ಉಗುಳುತ್ತಾನೆ, അവന്റെ ദേഹത്തെ കൈവച്ചു, ಅವನ ದೇಹವನ್ನು ಮುಟ್ಟುತ್ತಾನೆ. വ്യത്യസ്തമായ ഒരു മിനിസ്ട്രി അവിടെ വെളിപ്പെട്ടു. ವ್ಯತ್ಯಸ್ತವಾದ ಒಂದು ಸೇವೆಯನ್ನು ನಮಗೆ ಅಲ್ಲಿ ಕಾಣಬಹುದು. യേശുവിന്റെ ശുശ്രൂഷകൾ എപ്പോഴും വ്യത്യസ്തമാണ്. ಯೇಸುವಿನ ಸೇವೆ ಎಲ್ಲವೂ ವ್ಯತ್ಯಸ್ತವಾಗಿತ್ತು. യേശു എപ്പോഴും ഒരുപോലല്ല പ്രവർത്തിക്കുന്നത്. ಯೇಸು ಯಾವಾಗಲೂ ಒಂದೇ ರೀತಿಯಾಗಿ ಕಾರ್ಯ ಮಾಡುವವನಲ್ಲ. പല മേഖലയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. ಅನೇಕ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಅನೇಕ ವಿವಿಧ ರೀತಿಗಳಲ್ಲಿ ಆತನು ಸೇವೆ ಮಾಡುತ್ತಾನೆ. നമുക്കറിയാം, ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു കുരുടൻ വന്നു. ಯೇಸುವಿನ ಬಳಿಗೆ ಒಂದು ಸಾರಿ ಒಬ್ಬ ಕುರುಡನು അവന് ಬರ್ತಾನೆ. കണ്ണില്ലായിരുന്നു, ಅವನಿಗೆ ಕಣ್ಣು ಇರಲಿಲ್ಲ, അവിടെ മാംസം മാത്രമേ ഉള്ളായിരുന്നു. ಆತನಿಗೆ ಅಲ್ಲಿ ಮಾಂಸ ಮಾತ್ರ ಹಿಡಿದಿತ್ತು. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് കാണുന്നത്. ಯೋಹಾನ ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, യേശു എന്ത് ചെയ്തു? നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ಯೇಸು ನೆಲಕ್ಕೆ ಉರುಳಿ ಮಣ್ಣನ್ನು ಮುದ್ದೆ ಮಾಡಿ കണ്ണ് ഉണ്ടാക്കി അവന്റെ കണ്ണിൽ വെച്ചു. ಕಣ್ಣು ಸೃಷ್ಟಿಸಿದವನ ಕಣ್ಣಿನ ಮೇಲೆ ಇಟ್ಟನು. അവനോട് പറഞ്ഞു, ശീലോകാം കുളത്തിൽ പോയി കഴുകുവിനെന്ന് പറഞ്ഞു. ನೀನು ಸಿಲೋವ ಕೊಳಕ್ಕೆ ಹೋಗಿ ನೀನು ತೊಳೆಯಬೇಕೆಂಬುದಾಗಿ. അവിടെ യേശു ഒരു വ്യത്യസ്ത മിനിസ്ട്രിയ ചെയ്യുന്നത്. ಯೇಸು ಒಂದು ವ್ಯತ್ಯಸ್ತವಾದ ಸೇವೆಯಲ್ಲಿ ಅಲ್ಲಿ ಮಾಡುತ್ತಾನೆ. യേശു കണ്ണുണ്ടാക്കി, ಯೇಸು ಕಣ್ಣು ಮಾಡಿದನು, അത് അവന്റെ കണ്ണിൽ വെച്ചു, ಅವನ ಕಣ್ಣ ಮೇಲೆ ಇಟ್ಟನು. ശീലോകാം കുളത്തിൽ പോയി കഴുകുവിനെന്ന് പറഞ്ഞു. ಸಿಲೋಹ ಎಂಬ ಕೊಳಕ್ಕೆ ಹೋಗಿ ತೊಳೆಯಬೇಕು ಎಂಬುದಾಗಿ. യേശുവിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ಯೇಸುವಿಗೆ ಹಾಗೆ ಮಾಡುವ ಅಗತ್ಯತೆ ಏನಿರಲಿಲ್ಲ. യേശു അവനെ നോക്കിയാൽ മാത്രം മതി. ಯೇಸು ನೋಡಿದರೆ ಸಾಕಿತ್ತು. പക്ഷെ യേശു അവിടെയും ഒരു ഡിഫറെന്റ് മിനിസ്ട്രി ചെയ്തു. ಯೇಸು ಅಲ್ಲಿ ಕೂಡ ವಿಭಿನ್ನವಾದ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದಾನೆ. അവനോട് പറഞ്ഞു, ശീലോകാം കുളത്തിൽ തന്നെ പോയി നീ കഴുകണം. ನೀನು ಸಿಲೋವ ಕೊಳಕ್ಕೆ ಹೋಗಿ ಅಲ್ಲೇ ತೊಳೆಯಬೇಕು. ആ ഭാഗം നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കണം. ಆ ಭಾಗ ನಿಮ್ಮ ಹೃದಯದ ಒಳಗೆ അവൻ ಇಟ್ಟುಕೊಳ್ಳಬೇಕು. എവിടെ പോയാണ് കഴുകിയത്? ಅವನ ಎಲ್ಲಿ ಹೋಗಿ ತೊಳಿತಾನೆ? ശീലോകാം കുളം. ಸಿಲೋವ ಕೊಳ. ഈ ശീലോകാം കുളത്തിന് മറ്റൊരു പേരുണ്ട്. ಈ ಸಿಲೋವ ಕೊಳಕ್ಕೆ ಇನ್ನೊಂದು ಹೆಸರಿತ್ತು. ആ കുളത്തിന്റെ പേരാണ് ബെഥെസ്ദ കുളം. ಅದರ ಇನ್ನೊಂದು ಹೆಸರು ಬೆಥೆಸ್ದಾ ಕೊಳ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമുക്ക് അവിടെ നിൽക്കാം.
ನಮಗೆ ಅಲ್ಲಿ ನಿಲ್ವಾ? ഇവിടെ യേശു ബെത്സയിദ എന്ന് പറയുന്ന പട്ടണത്തിൽ വന്നു. ಇಲ್ಲಿ ಯೇಸು ಬೆತ್ಸೈದ ಎಂಬ ಪಟ್ಟಣಕ್ಕೆ ಬರುತ್ತಾನೆ. ബെത്സയിദ എന്ന പട്ടണത്തിന്റെ മറ്റൊരു പേരാണ് ബെഥെസ്ദ. ಬೆತ್ಸೈದ ಎಂಬ ಪಟ್ಟಣದ ಇನ್ನೊಂದು ಹೆಸರಾಗಿತ್ತು ಬೆಥೆಸ್ದ ಎಂಬುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യേശു എന്ത് ചെയ്യുന്നറിയാമോ? ಯೇಸು ಏನ್ ಮಾಡ್ತಾನೆ ആ ಗೊತ್ತಾ? പട്ടണത്തിൽ വന്നപ്പോ ಆ ಪಟ್ಟಣಕ್ಕೆ ಪ್ರವೇಶ ಮಾಡಿದಾಗ യേശുവെ ಈ ಕುರುಡനെ തൊട്ട് ಸೌಖ್ಯമാക്കണം. ಅವರಿಗೆ ಶಿಷ್ಯರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಯೇಸು ಈ ಕುರುಡನ್ನು ಮುಟ್ಟಿ ಸ್ವಸ್ಥ ಮಾಡಬೇಕು. യേശു അവന്റെ കൈക്ക് പിടിച്ചിട്ട് ಯೇಸು ಅವನ ಕರವನ್ನು ಹಿಡಿದು ബെഥെസ്ദ എന്ന ബെത്സയിദ എന്ന ആ പട്ടണത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുപോയി. ಬೆಥೆಸ್ದ ಎಂಬ ಬೆತ್ಸೈದ ಎಂಬ ಊರಿಂದ ಹೊರಕ್ಕೆ ಕರಕೊಂಡು ಹೋಗುತ್ತಾನೆ. പിടികിട്ടിയോ? ನಿಮಗೆ ಅರ್ಥವಾಯ್ತಾ? അവനെ പുറത്തു കൊണ്ടു ചെന്നിട്ട് യേശു അവന്റെ കണ്ണിൽ തുപ്പാനിടയായി. ಆತನನ್ನು ಹೊರಗೆ ಕರಕೊಂಡು ಹೋಗಿ ಅವನ ಕಣ್ಣಿಗೆ ಉಗುಳುತ್ತಾನೆ. എന്നിട്ട് അവന് തൊട്ടിട്ട് ചോദിച്ചു, നീ സൗഖ്യമാകുന്നുണ്ടോ? ಮತ್ತೆ ಅವನನ್ನು ಸ್ಪರ್ಶಿಸಿ ಕೈಯಿಂದ ಮುಟ್ಟಿ ಕೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ಸ್ವಸ್ಥತೆ ಹೊಂದಿದೆಯೋ? ഇന്ന് പകൽ നമുക്ക് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಆ ಭಾಗವನ್ನು ಕಲಿಯುವುದು ಮೊದಲು ಇನ್ನೊಂದು ಸಾರಿ ನಾವು ಧ್ಯಾನಿಸಬೇಕು. യേശു എന്ത് ചെയ്തു? അവന്റെ കണ്ണിൽ തുപ്പാനിടയായി. ಯೇಸು ಏನು ಮಾಡ್ತಾನೆ? ಆತನ ಕಣ್ಣಿಗೆ ಉಗುಳುತ್ತಾ ಇದ್ದಾನೆ. മറ്റൊരിടത്ത് യേശു ഒരു രോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്. ಇನ್ನೊಂದು ಕಡೆ ಯೇಸು ಆತನು ಮುಟ್ಟಿ ಸ್ವಸ್ಥ ಮಾಡುತ್ತಾನೆ. യേശു യെരികോയിൽ വന്നപ്പോൾ അവിടെ ഇരുന്ന് നിലവിളിച്ച ഒരു കുരുടനെ നമുക്കറിയാം. ಇನ್ನೊಂದು ಸ್ಥಳದಲ್ಲಿ ಆತನೊಂದಿಗೆ ಕೂಗಿಕೊಳ್ಳುವಂತ ಒಬ್ಬ ಕುರುಡನ್ ನಾವು ನೋಡ್ತೇವೆ. ബർത്തിമായി എന്നാണ് അവന്റെ പേര്. ಆತನದು ಬರ್ತಿಮಾಯ ಎಂಬುದಾಗಿ. അവർ യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. ಯೇಸುವೇ ದಾವೀದ ಕುಮಾರನೇ ನನ್ನನ್ನು ಕರುಣಿಸು ಎಂಬುದಾಗಿ ಬೇಡಿಕೊಳ್ಳುತ್ತಾನೆ. യേശുവിനോട് ഞാൻ എന്ത് ചെയ്തു തരണം? ಯೇಸು ಕೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು ನಿನಗೆ ಏನು ಮಾಡಬೇಕು? അവൻ പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ച കിട്ടണം. ಆಗ ಅವನು ಹೇಳ್ತಾನೆ, ನನ್ನ ಕಣ್ಣು ಬರುವಂತೆ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ. യേശു അവനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു. ಯೇಸು ಹೇಳಿದನು, ಹಾಗೆ ಆಗಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದನು. അപ്പൊ ഒരു കുരുടനെ യേശു പറഞ്ഞു സൗഖ്യമാക്കി. ಅವ ಒಂದು ಕುರುಡನನ್ನು ಹೇಳಿ ಸ್ವಸ್ಥ ಮಾಡ್ತಾನೆ. മറ്റൊരു കുരുടന്റെ കണ്ണി ചേറുണ്ടാക്കി വെച്ച് കഴുകാൻ പറഞ്ഞു. ಇನ್ನೊಬ್ಬನಿಗೆ ಕೆಸರು ಮಾಡಿ ಅದನ್ನು ಆತನನ್ನು ಆ ಕಣ್ಣಿಗೆ ಲೇಪಿಸಿ ಅದನ್ನು ತೊಳಿ ಎಂಬುದಾಗಿ ഇത് ಹೇಳ್ತಾನೆ. ഇവിടെ വായിച്ചപ്പോൾ ഒരുവന്റെ കണ്ണി തുപ്പിയിടാനിടയായി. ಇಲ್ಲಿ ಓದಿದಾಗ ಕಣ್ಣಿಗೆ ಉಗುಳಿದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ഒരു സൗഖ്യമാണെങ്കിലും ಒಂದೇ ಸ್ವಸ್ಥತೆಯಾದರೂ പല രീതിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. ಅನೇಕ ರೀತಿಗಳಲ್ಲಿ ದೇವರು ಗುಣಪಡಿಸುವುದು ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ കാഴ്ചയില്ലാതെ ഒരു ഡോക്ടറെ അടുക്ക ചെന്നാൽ ನಮಗೆ ದೃಷ್ಟಿಯು ಮಂದವಾಗಿದ್ದರೆ ಒಂದು ವೈದ್ಯರ ಬಳಿಗೆ ಸಂದರ್ಶಿಸಿದರೆ, നമ്മുടെ കണ്ണ് പരിശോധിച്ച ശേഷം ವೈದ್ಯರ ಭೇಟಿಯ ಸಮಯದಲ್ಲಿ ವೈದ್ಯರು ಪರೀಕ್ಷೆ ಮಾಡುವಾಗ തിമിരം എന്ന രോഗത്തിനാണെങ്കിൽ തിമിരത്തിന്റെ ചികിത്സയാണ് ചെയ്യുന്നത്. ಪೊರೆ ಎಂಬ ರೋಗವೆಂದಾದರೆ ಪೊರೆಗೆ ತಕ್ಕ ಚಿಕಿತ್ಸೆಯನ್ನು ಕೊಡುತ್ತಾರೆ. മറ്റേതെങ്കിലും കാഴ്ച കുറവാണെങ്കിൽ അതിന്റെ ചികിത്സയാണ് ചെയ്യുന്നത്. ಇನ್ನೇನಾದರೂ ದೃಷ್ಟಿ ಕಮ್ಮಿ ಆದರೆ ಅದಕ್ಕೆ ಬೇಕಾದ ಚಿಕಿತ್ಸೆಯನ್ನು ಕೊಡುತ್ತಾರೆ. എല്ലാ കാഴ്ചയില്ലാത്ത രോഗത്തിനും ഒരೇ ചികിത്സയല്ല. ಎಲ್ಲಾ ಕಣ್ಣಿನ ಅಸ್ವಸ್ಥತೆಗಳಿಗೆ ಒಂದೇ ಟ್ರೀಟ್ಮೆಂಟ್ ಅಲ್ಲ, പല പല ചികിത്സയാണ്. ಅನೇಕ ರೀತಿಯಾದಂತ ಚಿಕಿತ್ಸೆಯನ್ನು അതുപോലെ തന്നെ ಅದೇ ಪ್ರೀತಿ ഇവിടെ കാഴ്ചയില്ലാത്ത കുരുടന്മാരെ ಇಲ್ಲಿ ದೃಷ್ಟಿ ಇಲ್ಲದಂತ ಕುರುಡನನ್ನು 3 വ്യത്യസ്ത മിനിസ്ട്രിയിൽ കർത്താവ് അവരെ സൗഖ്യമാക്കി. 3 ವ್ಯತ್ಯಸ್ತವಾದ ಸೇವೆ ಮೂಲಕ ದೇವರನ್ನು ಸ್ವಸ್ಥ ഞാൻ ಮಾಡ್ತಾನೆ. പറഞ്ഞതിന്റെ സാരം, ನಾನು ಹೇಳಿದ നിന്റെ ಅರ್ಥ, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയ രീതി ആയിരിക്കത്തില്ല നിന്റെ സൗഖ്യം. ನಿನ್ನ ಸಮೀಪದಲ್ಲಿರುವಂತ ವ್ಯಕ್ತಿಯನ್ನು ಮುಟ್ಟಿದ ಹಾಗೆ ಅಲ್ಲ ನಿನ್ನನ್ನು ದೇವರು ಗುಣಪಡಿಸುವುದು. ഒരു പക്ഷെ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഒരു ആരാധനയിലായിരിക്കാം സൗഖ്യപ്പെട്ടത്. ಒಂದು ವೇಳೆ ನಿನ್ನ ಹತ್ತಿರದ ವ್ಯಕ್ತಿ ಒಂದು ಆರಾಧನೆಯಲ್ಲಿ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಂಡಿರಬಹುದು. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അഭിഷിക്തൻ കൈവച്ചായിരിക്കാം സൗഖ്യമായത്. ಆದರೆ ಇನ್ಯಾವುದೋ ಅಭಿಷಕ್ತರು ಕರೆ ಇಟ್ಟಿದಾಗ ಸ್ವಸ್ಥತೆಯನ್ನು പക്ഷെ ಪಡೆದುಕೊಂಡಿರಬಹುದು. ഇന്ന് പകൽ നീ ഒരു അഭിഷിക്തന്റെ കരംവെപ്പ് പ്രതീക്ഷിച്ചിരിക്കരുത്. ಆದರೆ ಇವತ್ತು ದೇವ ಸೇವಕರ ಹಸ್ತಸ್ಪರ್ಶನೆಗೋಸ್ಕರ ನೀನು ಕಾದುಕೊಂಡಿರಬಾರದು. നിന്റെ സൗഖ്യം ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ನಿನ್ನ ಸ್ವಸ್ಥತೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಕೊಡಬೇಕೆಂಬುದು ಅದು ದೇವರಿಗೆ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറയണം, ಹಾಗಿದ್ದಾದ್ರೆ ಈ ಹಗಲು ವೇಳೆ ದೇವರೊಂದಿಗೆ ಹೇಳಬೇಕು, കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കാൻ തെരഞ്ഞെടുക്കുന്ന രീതി ഏതാണോ അതിന് ഞാൻ സമ്മതിക്കുന്നു. ನೀನನ್ನು ಸ್ವಸ್ಥಪಡಿಸಲು ಆಯ್ಕೆ ಮಾಡಿದ ರೀತಿ ಯಾವುದಾಗಿದೆಯೋ ಅದನ್ನು ನಾನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಮಂದಿ ಸಂತೋಷವಾಗಿದ್ದೀರಾ? മറ്റൊരിക്കൽ യേശു ಇನ್ನೊಂದು ಸಾರಿ ಯೇಸು മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 32 കാണാൻ കഴിയും. ಮಾರ್ಕನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯದ 32ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಹೀಗೆ ನೋಡುತ್ತೇವೆ. അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ಅಲ್ಲಿ ಹೀಗೆ ಓದ್ತೇವೆ, അവൻ അവിടെ
വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ಆಗ ಕೆಲವರು ತೊದಲು ಮಾತಾಡುವ ಒಬ್ಬ ಕಿವುಡನನ್ನು ಆತನ ಬಳಿಗೆ ಕರೆತಂದು അവന്റെ മേൽ കൈ വെക്കണമെന്ന് അപേക്ഷിച്ചു. ಇವನ ಮೇಲೆ ನಿನ್ನ ಕೈ ಇಡಬೇಕು ಎಂದು ಆತನನ್ನು ಬೇಡಿಕೊಂಡರು. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി ಆತನು ಅವರನ್ನು ಜನರ ಗುಂಪಿನಿಂದ ಒತ್ತಟ್ಟಿಗೆ ಕರೆಕೊಂಡು ಹೋಗಿ അവന്റെ ചെവിയിൽ വിരലിട്ടു, ತನ್ನ ಬೆರಳುಗಳನ್ನು ಅವನ ಕಿವಿಗಳಲ್ಲಿಟ್ಟು തുപ്പി ಉಗುಳಿ അവന്റെ നാവിൽ തൊട്ടു, ಅವನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟಿ. അവിടെ വ്യത്യസ്തമായി വീണ്ടും ഒരു മിനിസ്ട്രി. ಅಲ್ಲಿ ವ್ಯತ್ಯಸ್ತವಾದ ಒಂದು ಸೇವೆಯನ್ನು ನಾವು ನೋಡ್ತೇವೆ. അവിടുത്തെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, ಅಲ್ಲಿನ ವಿಷಯವೇನೆಂದರೆ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ മനുഷ്യന്, ಅಲ್ಲಿ ಕರೆತಂತ ಮನುಷ್ಯನಿಗೆ 32ാം വാക്യത്തിൽ പറയുന്നു, 32ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ, വിക്കനായ ചെകിടന. ಇವನು ತೊದಲು ಮಾತಾಡುವ ಒಬ್ಬ ಕಿವುಡನು എന്ന് പറഞ്ഞാൽ ഇവന്റെ നാവിന് വിക്കമാണ്, ചെവി കേൾക്കത്തുമില്ല. ಈತನ ನಾಲಿಗೆಗೆ ತೊದಲು ಇದೆ, ಆತನ ಕಿವಿ ಕೇಳಿಸುವುದಿಲ್ಲ. കർത്താവ് അവന്റെ ചെവി കൈയിട്ടു, ಆತನು ಯೇಸು ತನ್ನ ಬೆರಳನ್ನು ಆತನ ಕಿವಿಗೆ അവന്റെ നാവിൽ തൊട്ടു, ಆತನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟಿದನು, അവന്റെ മേൽ തുപ്പിയിട്ടു, ಅವನ ಮೇಲೆ ಉಗುಳಿದನು. യേശുവിന്റെ തുപ്പൽ വീണാലും സൗഖ്യം കേട്ടോ. ಯೇಸುವಿನ ಎಂಜಲು ಬಿದ್ದರೂ ಸ್ವಸ್ಥತೆ ಉಂಟು. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ യേശു തുപ്പുന്ന സമയത്ത് ഓടി അവിടെ നിന്ന് ഇറങ്ങി പോകും. ನಾವಾದರೆ ಯೇಸು ಉಗುಳುವ ಸಮಯದಲ್ಲಿ ನಾವು ಇಳಿದು ಹೋಗ್ತಿದ್ದೆವು. എന്നാൽ യേശു ആ കുരുടന്റെ മേൽ തുപ്പിയിട്ടു, ಆದರೆ ಆ ಕುರುಡನ ಮೇಲೆ ಯೇಸು ಉಗುಳುತ್ತಾನೆ. അവന്റെ ചെവിയിൽ കൈയിട്ടു, നാവിൽ തൊട്ടു, ಆತನ ಕಿವಿಗೆ ಬೆರಳಿಡುತ್ತಾನೆ, ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟುತ್ತಾನೆ. എന്നിട്ട് യഫഥ എന്നൊരു വാക്ക് അവൻ പറഞ്ഞു. ಆಮೇಲೆ ಯಫಥ ಎಂಬ ಮಾತನ್ನು ನುಡಿದನು. ഉടൻ തന്നെ അവന്റെ നാവിന്റെയും ചെവിയുടെയും കെട്ടഴിഞ്ഞു. ಆ ಸಮಯದಲ್ಲೇ ಆತನ ನಾಲಿಗೆಯು ಕಿವಿಯು ತೆರೆಯಲ್ಪಟ್ಟಿತು. അവിടെ കാണാൻ കഴിയുന്നു, ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ, അവന്റെ നാവും ചെവിയും കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ಆತನ ನಾಲಿಗೆ ಕಟ್ಟಲ್ಪಟ್ಟಿತ್ತು, ಕಿವಿಯು ಕಟ್ಟಲ್ಪಟ್ಟಿತ್ತು. അവന്റെ ചെവി കേൾക്കാനും മേല, നാവ് കൊണ്ട് തുറന്ന് അവന് സംസാരിക്കാനും വയ്യ. ಆತನಿಗೆ ಕಿವಿ ಕೇಳಿಸಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, ನಾಲಿಗೆಯಿಂದ ಮಾತನಾಡಲಿಕ್ಕೂ ಆಗುದಿಲ್ಲ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ಅಂದರೆ ಅದರ ಅರ್ಥ, ദൈവവചനം കേട്ടാൽ ഇവന്റെ നാവിന്റെ കെട്ട് പൊട്ടും. ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿದರೆ ಇವನ ನಾಲಿಗೆ ಬಂಧನ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ഇവൻ നാവെടുത്ത് സ്തുതിച്ചാൽ ഇവന്റെ ചെവിയുടെ കെട്ടും പൊട്ടും. ಇವನ ನಾಲಿಗೆಯನ್ನು ತೆಗೆದು ದೇವರಿಗೆ ಸ್ತುತಿಯನ್ನ ಮಾಡುವುದಕ್ಕೆ ಆರಂಭಿಸುವಾಗ ಕಿವಿಯ ಬಂಧನ ಮುರಿಯಲ್ಪಡುತ್ತದೆ. ഇത് രണ്ടും ചെയ്യാതിരിക്കാൻ ಇದು ಎರಡು ಈತನ ಮಾಡ್ತಾ ಇಲ್ಲ. അവന്റെ നാവും ബന്ധിച്ചു, ചെവിയും ബന്ധിച്ചു. ಈತನ ನಾಲಿಗೆಯನ್ನು ಬಂಧಿಸಿದನು, ಕಿವಿಯನ್ನು ಬಂಧಿಸಲ್ಪಟ್ಟಿತ್ತು. ഇന്ന് പകൽ ഇതിനകത്ത് അങ്ങനെ ചിലർ ഇരിപ്പുണ്ട്. ಇಲ್ಲಿ ಕುಳಿತವರು ಇಲ್ಲಿ ಕೆಲವರು ಆ ರೀತಿಯಲ್ಲಿ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നാവെടുത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ ചെവിയുടെ കെട്ടുപൊട്ടും. ನಾನು ನಿಮಗೆ ಹೇಳುತ್ತೇನೆ, ನಿಮ್ಮ ನಾಲಿಗೆಯನ್ನು ತೆಗೆದು ಮಾತನಾಡಿದರೆ ನಿಮ್ಮ ಕಿವಿಯ ಬಂಧನವು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ചെവി കൊണ്ട് ദൈവവചനം കേട്ട നാവിന്റെ കെട്ടും പൊട്ടും. ನೀವು ಕಿವಿಯಿಂದ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿದರೆ ನಿಮ್ಮ ನಾಲಿಗೆಯ ಬಂಧನ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ഇന്ന് പകൽ ഈ വചന സന്ദേശത്തിനകത്ത്, ಈ ವಾಕ್ಯ ಸಂದೇಶದ ഈ സന്ദേശം കേൾക്കുമ്പോ, ಈ ಸಂದೇಶವನ್ನು ನೀವು ಕೇಳುತ್ತಿರುವಾಗ, ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോ, ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕೆ ತಯಾರಾಗುವಾಗ വീടിനകത്തെ ചില കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. ಮನೆಯ ಒಳಗಿನ ಕೆಲವು ಬಂಧನಗಳು ಮುರಿಯಲ್ಪಡುತ್ತವೆ. തലമുറയുടെ കെട്ടുകൾ അഴിയാൻ പോവുകയാണ്. തലമാറിನ ವಿಷಯವಾದ ಬಂಧನಗಳು ಬೆಚ್ಚಲ್ಪಡುತ್ತವೆ. ഭർത്താവിന്റെ ഭാര്യയുടെയും ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുകയാണ്. ಹೆಂಡತಿಯರ ನಡುವಿರುವಂತ ಬಂಧನಗಳು ದೇವರು ಬಿಚ್ಚುತ್ತಾನೆ. നിന്റെ ബിസിനസ് സ്ഥാപനത്തിലെ കെട്ടുകൾ അഴിയാൻ പോവുകയാണ്. ವ್ಯಾಪಾರ ಉದ್ಯಮ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. എത്ര പേര് വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಬಾಯಿಗಳು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ? ആരാധന വായ തുറക്കാൻ പറയുന്നത്. ಆದರದಲ್ಲಿ ಆರಾಧನೆಯಲ್ಲಿ ಬಾಯಿ ತೆರೆಯಬೇಕೆಂಬುದಾಗಿ വായ തുറക്കത്തില്ല. ಕೆಲವರು ಬಾಯಿ ತೆರೆಯುವುದಿಲ್ಲ. അവർ കഴിക്കാൻ മാത്രമേ വാ തുറക്കത്തുള്ളൂ. ಅವರು ಊಟ ಮಾಡುವುದಕ್ಕೆ ಮಾತ್ರ ಬಾಯಿ ತೆರೆಯುತ್ತಾರೆ. അവർ മിണ്ടാതെ ഇരിക്കും. ಅವರು ಮೌನವಾಗಿರುತ್ತಾರೆ. പിന്നെ ഒരു വാക്യമുണ്ട്, അവർക്ക് പറയാം, മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവി. ಆದರೆ ಅದಕ್ಕೆ ವಾಕ್ಯ ಕೂಡ ಆಧಾರ ಇದೆ, ಮೌನವಾಗಿದ್ದು ದೇವರೆಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ. മിണ്ടാതെ ഇരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവി. ನೀನು ಸುಮ್ಮನಿದ್ದು ದೇವರೆಂಬುದಾಗಿ ನೀವು ತಿಳ್ಕೊಳ್ಳಬೇಕು. എവിടാ നീ മിണ്ടാതിരിക്കണ്ടേ? ಎಲ್ಲಿ ನೀನು ಸುಮ್ಮನೆ ಇರಬೇಕು? ദൈവസഭയിലാണോ? ದೇವರ ಸಭೆಯಲ್ಲಿಯಾ? അല്ല. ಅಲ್ಲ. പിന്നെ എവിടെയാ? ಮತ್ತೆ ಎಲ್ಲಿ? ശത്രുവിന്റെ മുമ്പേ നീ മിണ്ടാതിരിക്കണം. ಸೈತಾನನು ವೈರಿಯು ನಿನ್ನ ಮುಂದೆ ಇರುವಾಗ ನೀನು ಮೌನವಾಗಿರಬೇಕು. അയൽപക്കക്കാർ വഴക്ക് പിടിക്കാൻ വരുമ്പോൾ മിണ്ടാതിരിക്കണം. ನೆರೆಯವರು ಜಗಳವನ್ನೆಬ್ಬಿಸಲಿಕ್ಕೆ ಬರುವಾಗ ನೀನು ಮೌನವಾಗಿರಬೇಕು. ദൈവസഭയെ വന്ന് നീ വാ തുറക്കണം. ದೇವರ ಸಭೆಯಲ್ಲಿ ಬಂದು ಬಾಯಿ ತೆರೆಯಬೇಕು. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. ಬಾಯಿ ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಬೇಕು. ഈ വാ തന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനാ. ಈ ಬಾಯಿ ಕೊಟ್ಟಿರುವುದೇ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ചിലരങ്ങനെയാണ്. ಕಿವಿ ಯಾಕೆ? പ്രാർത്ഥനയ്ക്ക് വന്നാൽ വാ തുറക്കുകയില്ല. ಪ್ರಾರ್ಥನೆಗೆ ಬರುವಾಗ ಕೆಲವರು ಬಾಯಿ ತೆರೆಯುವುದಿಲ್ಲ. അത് ഒരു പിന്മാറ്റക്കാരന്റെ ലക്ഷണമാണ്. ಅದು
ಹಿಂಜಾರುವವನ ಒಂದು ಗುಣವಾಗಿದೆ. ആത്മികർ ദൈവത്തെ വന്ന് ദൈവസഭയെ വാ തുറന്ന് ആരാധിക്കും. ಆತ್ಮಿಕರು ದೇವರ ಸಭೆಗೆ ಬಂದು ಬಾಯಿ ತೆರೆದು ಆರಾಧಿಸ್ತಾರೆ. പിന്മാറ്റക്കാരൻ വാ പൂട്ടിയിരിക്കും. ಹಿಂಜಾರಿ ಹೋಗುವವನು ಬಾಯಿ ಮುಚ್ಚಿ ಕುಳಿತುಕೊಳ್ತಾನೆ. യോഗം കഴിഞ്ഞ് ഒരു കമ്മിറ്റി നടക്കുമ്പോ ಆಮೇಲೆ ಸಭಾ ಕೂಟ ನಡೆದ ಮೇಲೆ ಒಂದು ಕಮಿಟಿ ಆರಂಭಿಸುವಾಗ വാ തുറന്ന് ആരാധിച്ച ദൈവമക്കളൊക്കെ പുറകോട്ട് പോകും. ಆಮೇಲೆ ಬಾಯಿ ತೆರೆದು ಆರಾಧಿಸಿದ ದೇವರ ಮಕ್ಕಳು ಹಿಂಜಾರಿ ಹೋಗುತ್ತಾರೆ. അതുവരെ മിണ്ടാതിരുന്ന ചില പുള്ളികൾ മുമ്പിൽ വരും. ಅದುವರೆಗೆ ಮೌನವಾಗಿದ್ದವರು ಆಗ ಮುಂದೆ ಬರುತ್ತಾರೆ. പിടി കിട്ടിയോ? ನಿಮಗೆ ಅರ್ಥವಾಯ್ತಾ? ഇന്ന് പകൽ നിങ്ങൾ വായ തുറന്നാൽ, ಈ ಹಗಲ ವೇಳೆ ನಿಮ್ಮ ಬಾಯಿ ತೆರೆದರೆ നിങ്ങളുടെ വായുടെയും ചെവിയുടെയും കെട്ട് ഒരുമിച്ച് പൊട്ടാൻ പോവുകയാണ്. ನಿಮ್ಮ ಬಾಯಿಯ ಮತ್ತು ಕಿವಿಯ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. യേശു അവന്റെ ചെവിയിൽ കൈയിട്ട് പറഞ്ഞു, എഫഥാ, തുറന്നു വരിക. ಯೇಸು ಅವನ ಕಿವಿಗೆ ಬೆರಳ ಹಾಕಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಎಫೆತಾ, ಯಮೆ, ತೆರೆದು ಬರಲಿ ಎಂಬುದಾಗಿ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാളുകളായി അടയപ്പെട്ട ചില വാതിലുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോവുകയാ. ಕೆಲವು ಕಾಲಗಳಿಂದ ಮುಚ್ಚಲ್ಪಟ್ಟ ಆ ಬಾಗಿಲುಗಳು ದೇವರು ತೆರೆಯುವಾತನಾಗಿದ್ದಾನೆ. നിന്റെ മുമ്പിൽ ശത്രു അടച്ച വാതിൽ ഇന്ന് പകൽ എഫഥാ എന്ന് പറയുമ്പോൾ തുറന്നു വരാൻ പോവുകയാ. ವೈರಿಯು ನಿನ್ನ ಮುಂದೆ ಮುಚ್ಚಿದಂತ ಬಾಗಿಲುಗಳನ್ನು ಇವತ್ತು ದೇವರು ಎಫೆತಾ ಎಂಬುದಾಗಿ ಹೇಳಿ ತೆರೆಯುತ್ತಾನೆ. നിന്റെ മുമ്പിൽ ബന്ധുക്കാരടച്ച ചില വാതിലുകൾ ഇന്ന് പകൽ എഫഥാ എന്ന് പറയുമ്പോൾ തുറക്കാൻ പോവുകയാ. ನಿನ್ನ ಬಂಧುಗಳು ಮುಚ್ಚಿದ ಬಾಗಿಲನ್ನು ಎಫೆತಾ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ತೆರೆದು ಬರುತ್ತದೆ. ചില നാവിന്റെ കെട്ടിന്ന് പകൽ അഴിയാൻ പോവുകയാ. ನಾಲಿಗೆ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿದೆ. നിന്റെ ചെവിയുടെ കെട്ടിന്ന് പകൽ അഴിയാൻ പോവുകയാ. ಕಿವಿಗಳ ಬಂಧನಗಳು നിന്റെ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ബിസിനസിന്റെ കെട്ടിന്ന് പകൽ അഴിയാൻ പോവുകയാ. ವ್ಯಾಪಾರದ ಬಂಧನಗಳು നിന്റെ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. ജോലിയുടെ കെട്ടിന്ന് പകൽ അഴിയുകയോ. ನಿನ್ನ ವೃತ್ತಿಯ ಬಂಧನಗಳು വായ ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. തുറന്ന് സ്തുതിക്ക. ಬಾಯಿ ತೆರೆದು ಸ್ತೋತ್ರ ಮಾಡಿ. എഫഥാ, 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 തുറന്നു വരിക. ತೆರೆದು ಬರಲಿ. ഈ ജനത്തെ അടച്ചിരിക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ಈ ಜನರನ್ನು ಮುಚ್ಚಿರುವಂತ ಎಲ್ಲ ಬಾಗಿಲುಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വായ ತೆರೆಯಲ್ಪಡಲಿ. തുറന്ന് ആരാധിക്ക്. ಬಾಯಿ ತೆರೆದು വാ ಆರಾಧಿಸಿ. തുറന്ന് സ്തുതിക്ക. ಬಾಯಿ ತೆರೆದು ಸ್ತೋತ್ರ ഇന്ന് ಮಾಡಿ. പകൽ നീ വാ തുറക്കുമ്പോൾ ബന്ധനം അഴിയും. ನಿನ್ನ ಬಾಯಿ ತೆರೆಯುವಾಗ ಬಂಧನಗಳು എത്ര ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. പേര് വിശ്വാസത്തോടെ ആമേൻ പറയൂ. ಎಷ್ಟು ಮಂದಿ ನಂಬಿಕೆನ ಆಮೇನ್ ಎಂಬುದಾಗಿ ഹല്ലേലൂയ. ಹೇಳ್ತೀರಿ? ಹಲ್ಲೆಲೂಯಾ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വേണം ദൈവത്തെ ಜಲ സ്തുതിക്കാൻ. ಸಭೆ ಜಲರಾಶಿಗಳ ಶಬ್ದದ ಹಾಗೆ യേശു അവന്റെ ചെവിയിൽ കൈയിട്ടപ്പോൾ അവന്റെ നാവിന്റെയും ചെവിയുടെയും കെട്ടഴിഞ്ഞു. ಯೇಸು ಆತನ ಕಿವಿಗೆ ಬೆರಳು ಹಾಕಿದಾಗ ಆತನ ನಾಲಿಗೆ ಮತ್ತು ಕಿವಿಯ ಬಂಧನವು രണ്ട് ಬಿಚ್ಚಲ್ಪಟ್ಟಿತು. കെട്ടുകൾ ഒരുമിച്ച് അഴിഞ്ഞു. ಎರಡು ಕಟ್ಟುಗಳು ಒಂದೇ ಸಾರಿ ಬಿಚ್ಚಲ್ಪಟ್ಟವು. ഒന്ന് നാവിന്റെ കെട്ടും രണ്ട് ചെവിയുടെ കെട്ടും. ಒಂದು ನಾಲಿಗೆ ಬಂಧನ, ಎರಡು ಕಿವಿಯ ಬಂಧನ. ഇന്ന് പകൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ಇವತ್ತು ಹಗಲ ವೇಳೆಯಲ್ಲಿ ಕೆಲವು ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ചില ചങ്ങലകൾ പൊട്ടട്ടെ. ಕೆಲವು ಸಂಕೋಲಗಳು ಮುರಿಯಲ್ಪಡಲಿ. നാളുകളായി നിന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ഇരുമ്പ് ചങ്ങലകൾ ഇന്ന് പകൽ തീയാൽ കരിഞ്ഞു പോകാൻ പോവുകയാണ്. ಕೆಲವು ದಿನಗಳಿಂದ ನಿನ್ನನ್ನು ಕಟ್ಟಿಟ್ಟಂತ ಬಂಧನಗಳು ಇವತ್ತು ಮುರಿಯಲ್ಪಡಲಿ. ഈ ആരാധനയിൽ തന്നെ ആ ചങ്ങലകൾ കരിഞ്ഞു മാറാൻ പോവുകയാ. ಆರಾಧನೆಯಲ್ಲಿ ಆ ಸಂಕೋಲಗಳು ಬಿಚ್ಚಲ್ಪಡಲಿದೆ. ചില നിമിഷങ്ങൾ കരമടിച്ച് ആരാധിക്കാനുള്ള സമയമാണ്. കരകൾ തട്ടി ചില നിമിഷം സ്തുതിക്കേണ്ട സമയമാണ്. ಕೆಲವು ಸಮಯ ചില സമയങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ട സമയമാണ്. ಸ್ತುತಿಸುವ ഇന്ന് ಸಮಯವಾಗಿದೆ. പകൽ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് നിന്റെ ചങ്ങല പൊട്ടിക്കാൻ. ಇವತ್ತು ಹಗಲಲ್ಲಿ ಆತನು ಬಂದಿದ್ದಾನೆ ನಿನ್ನ ಬಂಧನ ಬಿಚ್ಚುವುದಕ್ಕೆ. ചിലരുടെ ചെവിക്കകത്ത ശബ്ദം കേൾക്കാൻ പോവുകയാ. ചങ്ങല പൊട്ടുന്നത് ಆ ಕಿವಿಯಿಂದ ಶಬ್ದವನ್ನು ಕೇಳುತ್ತೀರಿ. ಯೇಸು ಹಾಗೆ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಚ್ಚಲ್ಪಡಲಿ. ചങ്ങലകൾ പൊട്ടട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಮುರಿಯಲ್ಪಡಲಿ. ചങ്ങലകൾ ഉടയട്ടെ. ಸಂಕೋಲಗಳು ಮುರಿಯಲ್ಪಡಲಿ. വാതിലുകൾ തുറക്കട്ടെ. ಬಾಗಿಲುಗಳು ತೆರೆಯಲ್ಪಡಲಿ. വഴികൾ തുറക്കട്ടെ. ಮಾರ್ಗಗಳು ತೆರೆಯಲ್ಪಡಲಿ. ഇരുമ്പ് വാതിലുകൾ തുറക്കട്ടെ. ಕಬ್ಬಿಣದ ಆಗುಳುಗಳು ತೆರೆಯಲ್ಪಡಲಿ. താമ്ര വാതിലുകൾ തുറക്കട്ടെ. ತಾಮ್ರದ ಕದಗಳು ತೆರೆಯಲ್ಪಡಲಿ. എഫഥാ. ಎಫಥಾ, എഫഥാ. ಎಫಥಾ, തുറന്നു വരിക. ತೆರೆದು ಬರಲಿ. ഇന്ന് പകൽ നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കണം. ಈ ಮಾತನ್ನು ನೀವು ಉಪಯೋಗಿಸಬೇಕು. എബ്രായ വാക്കിൽ യേശു പറഞ്ഞ വാക്കാണ് എഫഥാ. ಇಬ್ರಿಯ ಪದದಲ್ಲಿ ಮಾತಾಡಿದ ಶಬ್ದವಾಗಿದೆ ಆ ವಾಕ್ ಎಫಥಾ ಎಂಬುದು. വാക്ക് പറഞ്ഞപ്പോൾ തുറന്നു വന്നു ചെവി. ಆ ಮಾತು ಹೇಳುತ್ತಾ ಇರುವಾಗಲೇ ಕಿವಿ ತೆರೆದು ಬರ್ತಾ ಇದೆ. അങ്ങനെ ഇന്ന് പകൽ നിങ്ങളുടെ ചില വിഷയത്തിന്റെ മുമ്പിൽ ഈ വചനം നിങ്ങൾ പറയണം. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮ ಕೆಲವೊಂದು ವಿಷಯಗಳ ಸನ್ನಿವೇಶಗಳ ಮುಂದೆ ಈ ವಾಕ್ಯವನ್ನು ನೀವು ಹೇಳಬೇಕು. തലമുറയുടെ വിദ്യാഭ്യാസം ജോലിയുടെ മുമ്പിൽ അടയപ്പെട്ട വാതിലിന് മുമ്പിൽ പോയി എഫഥാ തുറന്നു വരാൻ കൽപ്പിക്കണം. ಆಮೇಲೆ ತಲೆಮಾರಿನ ವಿದ್ಯಾಭ್ಯಾಸ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ಮುಚ್ಚಲ್ಪಟ್ಟಂತ ಆ ಬಾಗಿಲ ಮುಂದೆ ಹೋಗಿ ಹೇಳಬೇಕು ಎಫಥಾ ಎಂಬುದಾಗಿ. നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ನೀವು ಹೇಳುವುದಾದರೆ ಅದು ಸಂಭವಿಸುತ್ತದೆ. നാവിന്റെ കെട്ട് അഴിയട്ടെ. ഈ പകൽ ನಾಲಿಗೆ ಬಂಧನವು ಬಿಚ್ಚಲ್ಪಡಲಿ. ഏറ്റെടുക്കുന്നുണ്ട്. ಎಷ್ಟು ಮಂದಿ ಕೇಳ್ತಾ ಇದ್ದೀರಾ? ആ കുരുടന്റെ ആ ചെകിടന്റെ നാവിന്റെയും ചെവിയുടെയും കെട്ടഴിഞ്ഞു.
ಆ ಕಿವುಡನ ಕಿವಿ ಮತ್ತು ನಾಲಿಗೆಯ ಬಂಧನ ಬಿಚ್ಚಲ್ಪಟ್ಟಿದೆ. ഇന്ന് പകൽ നാവിനോട് ബന്ധപ്പെട്ട ഒരു കെട്ടഴിയാൻ പോവാ. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ನಾಲಿಗೆಯ ಸಂಬಂಧವಾದ ಕೆಲವು ಬಂಧನವು ಇವತ್ತು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. നാവിനെ ഇന്ന് പകൽ തൊടാൻ പോവാ. ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾನೆ. ഒരിക്കൽ മോശ ദൈവത്തിന്റെ അടുക്കൽ നിന്നു. ಒಂದು ಸಾರಿ ಮೋಶೆಯು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಿಂತಾಗ, അവൻ ഹോറേബിന്റെ പർവ്വതത്തിൽ എത്തിയപ്പോൾ ಹೊರೆ ಪರ್ವತದ ಬಳಿಗೆ ಬಂದಾಗ ദൈവം അവനെ മുൾപ്പടപ്പിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. ದೇವರು ಆತನು ಮುಳ್ಳಿನ ಪೊದೆಯಲ್ಲಿ ಆತನು ಪ್ರತ್ಯಕ್ಷನಾಗುತ್ತಾನೆ. ദൈവം മോശയോട് പറഞ്ഞു, ದೇವರು ಮೋಶೆಗೆ ಹೇಳುತ್ತಾನೆ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളി ഞാൻ കേട്ടു. ನನ್ನ ಜನರ ಗೋಳಾಟವನ್ನು ನಾನು ನೋಡಿದ್ದೇನೆ, ಅವರ ದಾಸತ್ವದಲ್ಲಿರುವಂತಹ ಅನುಭವವನ್ನು ನಾನು ಕಂಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ. അവരെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ അയക്കും. ಅವರನ್ನು ಬಿಡಿಸುವುದಕ್ಕೋಸ್ಕರ ನಾನು ನಿನ್ನನ್ನು ಕಳಿಸ್ತೇನೆ. മോശ ദൈവത്തോട് പറയുക, ಮೋಶೆ ಆಗ ದೇವರಲ್ಲಿ അയ്യോ ಹೇಳ್ತಾನೆ, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യൻ, ಅಯ್ಯೋ ನಾನು ದಪ್ಪ ನಾಲಿಗಿರುವವನು, ഞാൻ വിക്കനാണ്, ನಾನು ಆಮೇಲೆ ತೊದಲು ಮಾತಿನವನು, ഞാൻ ഫറവോനോട് ഇനി എന്ത് പറയും? ನಾನು ಫರೋಹನ ಮುಂದೆ ಹೋಗಿ ಏನ್ ಹೇಳುತ್ತೇನೆ? ദൈവം മോശയോട് പറഞ്ഞു, ದೇವರ ಮೋಶೆಗೆ ಹೇಳ್ತಾನೆ, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും. ನಿನ್ನ ನಾಲಿಗೆಯೊಂದೇ ನಾನು ಇರುತ್ತೇನೆ. ചില വിഷയങ്ങൾ സംസാരിക്കാൻ, ಕೆಲವು ವಿಚಾರಗಳನ್ನು ಮಾತನಾಡುವುದಕ್ಕೆ ദൈവം ചിലരുടെ നാവോട് കൂടെ ഇരിക്കാൻ പോകും. ದೇವರು ಕೆಲವರ ನಾಲಿಗೆ ಒಂದೇ ಇರಲಿಕ್ಕೆ ಇರ್ತಾನೆ. വിശ്വസിച്ചോ? നിങ്ങളുടെ നാവിനകത്ത് അഭിഷേകം ഇറങ്ങാൻ പോകുക. ನಂಬಿರಿ, ನಿಮ್ಮ ನಾಲಿಗೆ ಮೇಲೆ ಅಭಿಷೇಕ ಇಳಿಲಿಕ್ಕಿದೆ. നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ ദൈവ ശബ്ദമായി വെളിപ്പെടാൻ പോവുക. ನೀವು ಹೇಳುವಂತ ಕೆಲವು ಮಾತುಗಳು ದೇವರ ಸ್ವರವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ಈ ಸಂದೇಶವನ್ನು ಕೇಳುತ್ತಿರುವಾಗ ഏതൊക്കെയോ ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ಆಮೇಲೆ ಯಾವ ವ್ಯಕ್ತಿಗಳು ಕೆಲವರು ಇಂಟರ್ವ್ಯೂಗೋಸ್ಕರವಾಗಿ ರೆಡಿಯಾಗಿ ನಿಂತಿದ್ದಾರೆ. നീ എന്ത് പറയണമെന്നോർത്ത് വിഷമിച്ചായിരിക്കുന്നു. ನೀನು ಏನು ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ಬೇಸರಗೊಂಡು ನಿಂತಿದೀಯಾ? ഇന്ന് പകൽ മോശയോട് ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞു, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും. ಮೋಶೆಯೊಂದಿಗೆ ದೇವರು ಹೇಳಿದ ಹಾಗೆ ನಿನ್ನ ನಾಲಿಗೆಯೊಂದಿಗೆ ನಾನು ಇರ್ತೇನೆ. നീ എന്ത് പറയണമെന്നുള്ളത് ദൈവം നിന്റെ നാവിൽ കൂടെ പറയും. ಏನು ಮಾತನಾಡಬೇಕೆಂಬುದು ದೇವರು ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡಿಸ್ತಾನೆ. ഇന്ന് പകൽ നാവിനകത്തൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ಆಮೇಲೆ ಕೆಲವರ ಮೇಲೆ ನಾಲಿಗೆ ಮೇಲೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. നാവിനകത്തൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ನಾಲಿಗೆ ಒಳಗೆ ದೇವರ ಅಭಿಷೇಕ ಇಳಿಯಲಿ. മോശയോട് പറഞ്ഞു, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും. ಮೋಶೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಿನ್ನ ನಾಲಿಗೆ ಒಂದಿಗೆ ನಾನು മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಮೋಶೆ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, തിരു സാന്നിധ്യം എന്റെ കൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ, ನಿನ್ನ ಸಾನ್ನಿಧ್ಯವು ನನ್ನ ಜೊತೆ ಬರದಿದ್ದರೆ നീ എന്നെ അയക്കരുത്. ನನ್ನನ್ನು ಕಳುಹಿಸಬೇಡ. തിരു സാന്നിധ്യം എന്റെ കൂടെ പുറപ്പെടണം. ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ನನ್ನ ಜೊತೆಗೆ ಇರಬೇಕು. മോശ ഒരു വഴിക്ക് പോയപ്പോൾ ಮೋಶೆ ಒಂದು ದಾರಿಯಲ್ಲಿ ಹೋದಾಗ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾನೆ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ನನ್ನ ಜೊತೆ ಇಲ್ಲದಿರುವುದಾದರೆ ನಮ್ಮನೆಲ್ಲ ನನ್ನನ್ನು ಕಳುಹಿಸಬೇಡ. നമ്മുടെ എല്ലാ യാത്രയിലും അങ്ങനെ പ്രാർത്ഥിക്കണം. ನಮ್ಮ ಎಲ್ಲಾ ಪ್ರಯಾಣಗಳಲ್ಲಿ ಕೂಡ ಹಾಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ഏത് വലിയ വിഷയത്തിന് പോവുകയാണേലും, ಎಷ್ಟೇ ದೊಡ್ಡ ವಿಚಾರಗಳಿಗೋಸ್ಕರ ನಾವು ಹೋಗುವುದಾದರೂ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണമെന്ന് ನಿನ್ನ പ്രാർത്ഥിക്കണം. ಸಾನ್ನಿಧ್ಯ ನನ್ನ ಜೊತೆ ಇರಬೇಕೆಂಬುದಾಗಿ മോശയുടെ ಪ್ರಾರ್ಥಿಸಬೇಕು. നാവോട് കൂടെ ആ സാന്നിധ്യം വരും. ಮೋಶೆಯ ನಾಲಿಗೆಯೊಂದಿಗೆ ಬಾಯಿಯೊಂದಿಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ. അവൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് ദൈവമാണ് നിയന്ത്രിച്ചത്. ಏನು ಆತನಲ್ಲಿ ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ದೇವರೇ ನಿಯಂತ್ರಿಸುತ್ತಾನೆ. ഈ പകൽ ചില നാവുകളെ ദൈവം തൊടാൻ ಈ പോവുകയാണ്. ಹಗಲು ವೇಳೆಯಲ್ಲಿ ಕೆಲವು ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾನೆ. നാവിന്റെയും ചെവിയുടെയും കെട്ട് ഒരുമിച്ചഴിയാൻ പോവുകയാണ്. ನಾಲಿಗೆಯ ಕಿವಿಯ ಬಂಧನವು ಮುರಿಯಲ್ಪಡಲಿಕ್ಕಿದೆ. വിശ്വാസത്തോട് രാമൻ പറയട്ടെ, ನಂಬಿಕೆಯಿಂದ ಆಮೇಲೆ ಹೇಳುವ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമുക്ക് ഇരമ്യ പ്രവാചന പുസ്തകം 1-ാം അധ്യായം വരാം. ಯೆರೆಮೀಯ ಪ್ರವಾದನ ಗ್ರಂಥ 1ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುವ. അതിനകത്ത് ഇരമ്യാവ് ഒരിക്കൽ ಅದರ ಒಳಗೆ ಅದರಲ್ಲಿ ಯೆರೆಮೀಯನು ಒಮ್ಮೆ 1-ന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 1:5ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായത്, ಯೆಹೋವನಿಗೆ ದಯಪಾಲಿಸಿದ ವಾಕ್ಯವು നിന്നെ ಯೆರೆಮೀಯನಿಗೆ ഉദരത്തിൽ ಉಂಟಾದಾಗ, ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ನಾನು ನಿನ್ನನ್ನು ಗರ್ಭದಲ್ಲಿ ರೂಪಿಸುವುದಕ್ಕೆ ಮುಂಚೆ ನಿನ್ನನ್ನು നീ ತಿಳಿದಿದ್ದೆನು. ഗർഭത്തിന് പുറത്തു വരുന്നതിന് മുമ്പേ നിന്നെ വിശുദ്ധീകരിച്ചു. ನೀನು ಉದರದಿಂದ ಬರುವುದಕ್ಕೆ ಮೊದಲೇ ನಿನ್ನನ್ನು ಪ್ರತಿಷ್ಠಿಸಿದ್ದೆನು. നിന്നെ ജാതികളുടെ പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ಜನಾಂಗಗಳಿಗೆ ಪ್ರವಾದಿಯನ್ನಾಗಿ ನೇಮಿಸಿದ್ದೇನೆ. യിരെമ്യാവ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം യിരെമ്യാവോട് പറയുന്നതാണ്, ಯೆರೆಮೀಯನು ದೇವರ ಮುಂದೆ ನಿಂತಾಗ ಯೆಹೋವನು ಯೆರೆಮೀಯನಿಗೆ ಮಾತನಾಡ್ತಾ നിന്റെ ಇದ್ದಾನೆ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ನಿನ್ನನ್ನು ಉದರದಲ್ಲಿ ಇರುವಾಗಲೇ ಜನಾಂಗಗಳಿಗೆ ಪ್ರವಾದಿಯಾಗಿ ನಾನು ನೇಮಿಸಿದ್ದೇನೆ ಎಂಬುದಾಗಿ. ദൈവം പറഞ്ഞു, നീ ഒരു പ്രവാചകനാ. ದೇವರು ಹೇಳ್ತಾನೆ, ನೀನೊಬ್ಬ ಪ್ರವಾದಿ ಎಂಬುದಾಗಿ. ഉടനെ യിരെമ്യാവ് പറയുക, ಕೂಡಲೇ ಯೆರೆಮೀಯನು ಹೇಳ್ತಾನೆ, അയ്യോ യഹോവയായ കർത്താവേ, ಅಯ್ಯೋ ಯೆಹೋವನೇ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ನಾನು ತೊದಲು ಮಾತಿನವನು, ഞാൻ ബാലകനല്ലോ. ನಾನು ಬಾಲಕನಾಗಿದ್ದೇನೆ. ദൈവം എന്താ പറഞ്ഞേ? ದೇವರೇನು ಹೇಳ್ತಾನೆ? നിന്റെ അമ്മയുടെ ഉദരത്തിരിക്കുമ്പോഴേ നീ പ്രവാചകനാ. ನೀನು ತಾಯಿಯ ಗರ್ಭದಲ್ಲಿದ್ದಾಗಲೇ ನೀನು ಪ್ರವಾದಿಯಾಗಿ ನಾನು ನೇಮಿಸಿದ್ದೇನೆ. യിരെമ്യാവ് പറയാ, അയ്യോ ഞാൻ ബാലകനാ. ಯೆರೆಮೀಯನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, അയ്യോ ನಾನು ಬಾಲಕನು. അതിന് യഹോവ മറുപടി പറയുന്നു, ಯೆಹೋವನು നീ ಪ್ರತ್ಯುತ್ತರಿಸ್ತಾನೆ, ബാലകൻ എന്ന് പറയരുത്, ನೀನು ಬಾಲಕನನ್ನು ಹೇಳಬೇಡ. ഞാൻ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും
സംസാരിക്കുകയും വേണം. ಯಾರ ಬಳಿಗೆ ನಿನ್ನನ್ನು ಕಳುಹಿಸ್ತೇನೋ ಅವರೆಲ್ಲರ ಬಳಿಗೆ ನೀನು ಹೋಗುವಿ ಎಂಬುದಾಗಿ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലർ അങ്ങനെ പറയുന്നുണ്ട്. ಇಲ್ಲಿ ಕುಳಿತಂತ ಕೆಲವರು ಕೂಡ ಆ ರೀತಿಯಾಗಿ ಮಾತಾಡ್ತಾರೆ. അയ്യോ ദൈവമേ, എനിക്ക് വചനമൊന്നും പറയാൻ അറിയത്തില്ല. ಅಯ್ಯೋ ದೇವರೇ, ನನಗೆ ವಾಕ್ಯವೇನು ಮಾತಾಡಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. എന്തേലും ചോദിച്ചു, അയ്യോ ഞാൻ ബാലകനാണേ. ಯಾರಾದ್ರೂ ನನ್ನಲ್ಲಿ ಪ್ರಶ್ನೆ ಹಾಕಿದರೆ, ಅಯ್ಯೋ ನಾನು ಬಾಲಕನಾಗಿದ್ದೇನೆ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലേ, ನನಗೆ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೂ ಗೊತ್ತಿಲ್ಲ, വചനം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലേ, ವಾಕ್ಯ ಹೇಳಿಕೊಡುವುದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. അങ്ങനെയൊക്കെ പറയുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ಆ ರೀತಿ ಹೇಳುವಂತ ಕೆಲವರು ಇಲ್ಲಿ ಇದ್ದೀರಾ. ഇരമ്യാവ് ഇത് തന്നെ പറഞ്ഞേ. ಯೆರೆಮೀಯ ಏನಂತ അയ്യോ ಹೇಳ್ತಾನೆ? ഞാൻ ബാലന, എനിക്ക് അറിയത്തില്ലേ. ಅಯ್ಯೋ ನಾನು ಮಾತು ಬಲ್ಲವನಲ್ಲ, ಬಾಲಕನು ಎಂಬುದಾಗಿ ദൈവം പറയുന്നു, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കും. ನಾನು ಆಜ್ಞಾಪಿಸುವುದನ್ನೆಲ್ಲ ನೀನು ಮಾತನಾಡುತ್ತಿ. അങ്ങനെ ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, ಹಾಗಿರ್ದಾದರೆ ದೇವರಾತ್ಮನು ಇಲ್ಲಿ ಕುಳಿತಂತ ಕೆಲವರೊಂದಿಗೆ ಮಾತನಾಡ್ತಾನೆ. നിനക്ക് അറിയാൻ മേലെന്നാ നീ പറഞ്ഞത്, ನಿನಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ನೀನು ಹೇಳಿದಿ. എന്നാ ദൈവം കൽപ്പിക്കുന്നത് പറയാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ಆದರೆ ದೇವರು ಆಜ್ಞಾಪಿಸದನ್ನೆಲ್ಲ ನುಡಿಯುವುದಕ್ಕೆ ದೇವರನ್ನು ಅಭಿಷೇಕಿಸಿದ್ದಾನೆ. നിന്റെ നാവോട് കൂടെ ദൈവം ഇരിക്കാൻ പോവുകയാണ്. ಕಾರಣ ನಿನ್ನ ನಾಲಿಗೆಯೊಂದಿಗೆ ಆತನ ಜೊತೆ ಇರುತ್ತಾನೆ. എനിക്കൊന്നും അറിയത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്, ನೀನು ನನಗೆ ಏನು ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಎಲ್ಲ നിന്റെ ಹೇಳಿದ್ದು. നാവോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പുറപ്പെടാൻ പോവുകയാണ്. ನಿನ್ನ ನಾಲಿಗೆಯೊಂದಿಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ നീ ಹೊರಡುತ್ತದೆ. നാവ് കൊണ്ട് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കും. ನಿನ್ನ ನಾಲಿಗೆಯಿಂದ ಹೇಳುವಂತದ್ದು ದೇವರ ಅಪ್ಪಣೆಯಾಗಿದೆ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇതിനകത്ത് ഇറങ്ങുന്ന ചിലരുടെ മേൽ, ಈ ಪ್ರಾರ್ಥನೆಯ ವೇಳೆಯಲ್ಲಿ ಇಳಿಯುವಂತ ಕೆಲವರ ಮೇಲೆ ഇതിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കാൻ ಈ പോവുകയാണ്. ಅಭಿಷೇಕವು ನೀವು ಹೊಂದಿಕೊಳ್ಳುತ್ತೀರಾ. നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയാൻ പോവുകയാണ്. ನಿಮ್ಮ ನೆರೆಕರೆಯಲ್ಲಿ ದೇವರ ವಾಕ್ಯವನ್ನು ಮಾತನಾಡುತ್ತೀರಾ. രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ദൈവവചനം നിങ്ങൾ പറയാൻ പോവുകയാണ്. ರಕ್ಷಣೆಯ ಅನುಭವ ಇಲ್ಲದವರಿಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ಹಂಚುತ್ತೀರಾ. അവര് ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്, ನೀನು ಕೇಳಿದೆಯಲ್ಲ, ನನಗೆ ಪ್ರತ್ಯುತ್ತರ ಇಲ್ಲ ಎಂಬುದಾಗಿ. അവർ സംശയം ചോദിച്ചാൽ നിനക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്. ಅವರು ಸಂಶಯ ಕೇಳಿದಾಗ ನಿನಗೆ ಗೊತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ನೀನು ദൈവം ಹೇಳಿದೆಯಲ್ಲ. നിന്നോട് പറയുന്നു, ದೇವರು ನಿನ್ನಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിന്റെ നാവോട് കൂടെ ഞാനിരിക്കും. ನಿನ್ನ ನಾಲಿಗೆ ಜೊತೆಯಲ್ಲಿ ನಾನು ಇರುತ್ತೇನೆ. ചിലരെ അസാധാരണമായി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ಕೆಲವರನ್ನು ಅಸಾಧಾರಣವಾದ ರೀತಿಯಲ್ಲಿ ഈ ಉಪಯೋಗಿಸುತ್ತಾರೆ. ഉപവാസ പ്രാർത്ഥനകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ, ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಗಳು ಮುಗಿಯುವುದಕ್ಕಿಂತ ಮೊದಲೇ ഇതിനകത്ത് തന്നെ അധികാരം പ്രാപിച്ച ചിലർ പുറത്തു വരും. ದೇವರು ಕೆಲವರಿಗೆ ಅಧಿಕಾರದಿಂದ ಹೊರಗೆ ತರುತ್ತಾನೆ. നീ പറയേണ്ടത് നിന്റെ നാവിൽ ദൈവം തരും. ನೀನು ಹೇಳುವಂತದನ್ನು ನಿನ್ನ ನಾಲಿಗೆ ದೇವರು നീ ಕೊಡುತ್ತಾನೆ. ബാലകനെന്ന് പറയരുത്, ನಾನು ಹೋಗು ಬಾಲಕನೆಂಬುದಾಗಿ നീ ಹೇಳಬಾರದು. വൃദ്ധനെന്ന് പറയരുത്, ನೀನು ವೃದ್ಧನೆಂಬುದಾಗಿ ಹೇಳಬಾರದು. ഞാൻ രോഗിയെന്ന് പറയരുത്, ನಾನು ರೋಗಿಯಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಬೇಡ. കഴിവില്ലെന്ന് പറയരുത്, ನನಗೆ ಯಾವ ಸಾಮರ್ಥ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ എനിക്ക് ಹೇಳಬೇಡ. അറിവില്ലെന്ന് പറയരുത്, ನನಗೆ ಯಾವ ಸಾಮರ್ಥ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ എനിക്ക് ಹೇಳಬೇಡ. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയരുത്. ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲ ಎಂಬುದಾಗಿ ನೀನು നിന്റെ ಹೇಳಬೇಡ. നാവോട് കൂടെ ഒരു സാന്നിധ്യം. ನಿನ್ನ ನಾಲಿಗೆ ಜೊತೆ ಆತನ ಸಾನ್ನಿಧ್ಯ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ನಂಬುವವರು ಆಮೇನ್ ಹೇಳಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പോസ്തലനായ പത്രോസിനെ നമുക്കറിയാം, ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನನ್ನು ನಾವು ಚೆನ್ನಾಗಿ ಬಲ್ಲವರಾಗಿದ್ದೇವೆ. യോഹന്നാനെ നമുക്കറിയാം. ಯೋಹಾನ ನಮಗೆ ಗೊತ್ತು. അവർ സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരായിരുന്നു. ಸಾಧಾರಣ ವಿದ್ಯಾಭ್ಯಾಸ ಕೂಡ ಇವರಿಗೆ ಇರಲಿಲ್ಲ. അവിടെ എഴുതിയിരിക്കുന്നു സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ല. ಸಾಮಾನ್ಯವಾದ ಒಂದು ಕಲಿಕೆ ಕೂಡ ಅವರಿಗೆ ಇರಲಿಲ್ಲ. ഇതിനകത്തിരിക്കുന്ന നമുക്കെല്ലാം സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവരാ. ಇಲ್ಲಿ ಕುಳಿತಂತ ನಮಗೆ ಎಲ್ಲರಿಗೂ ಒಂದು ಸಾಧಾರಣ ವಿದ್ಯಾಭ್ಯಾಸವಿದೆ. എന്താ ഈ സാധാരണ വിദ്യാഭ്യാസം? ಏನು ಈ ಸಾಮಾನ್ಯ ವಿದ್ಯಾಭ್ಯಾಸ ಅಂದ್ರೆ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഈ മലയാളത്തിൽ ഇവിടെ ഏതാ? 1ನೇ ಕ್ಲಾಸಲ್ಲಿ ಕಲಿಯುವಂತ ಆ ಈ ಆಮೇಲೆ ಕನ್ನಡದಲ್ಲಿ. അത് നിങ്ങൾക്കെല്ലാം അറിയത്തില്ലേ? ಅದು ನಿಮಗೆ ಗೊತ್ತಿಲ್ವಾ? അതറിയാൻ പറ്റത്തിൽ ആരെങ്കിലും ഉണ്ടോ? ಅದು ತಿಳಿದವರು ಯಾರಾದರೂ ಇದ್ದೀರಾ? എല്ലാവർക്കും അറിയാം. ಎಲ್ಲರಿಗೂ ಗೊತ್ತುಂಟು. പത്രോസിനെ പറ്റി നോക്കിക്കേ. ಪೇತ್ರನ ನೋಡಿ, അവന് ഹീബ്രുവിൽ നിന്ന് ആൽഫ എന്ന് എഴുതാൻ അവൻ അറിയത്തില്ല. ಹೀಬ್ರೂ ಪದದಲ್ಲಿ ಆಲ್ಫಾ ಎಂಬುದಾಗಿ ಬರೆಯುವುದಕ್ಕೆ ಆತನಿಗೆ ಗೊತ್ತಿಲ್ಲ. ഹല്ലേലൂയ. ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ആൽഫ എയും ഒമേഗ ഇസഡുമാണ്. ಆಲ್ಫಾ ಎ ಎಂಬ ಅಕ್ಷರವು, ಒಮೆಗಾ ಎಂಬ ಝಡ್ ಎಂಬ ಅಕ್ಷರವು. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവനായിരുന്നു പത്രോസ്. ಸಾಧಾರಣವಾದ ಪದವಿಯನ್ನು ಕೂಡ ಹೊಂದದಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು ಪೇತ್ರನು. വിദ്യാഭ്യാസം അറിയത്തില്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകം അവൻ എങ്ങനെ പഠിക്കും? ಆತನಿಗೆ ವಿದ್ಯಾಭ್ಯಾಸ ಬಲ್ಲವನಾಗಿರುವುದಾದರೆ ಆಮೇಲೆ ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಹೇಗೆ ಕಲಿತಾನೆ? അവന്റെ ചെറുപ്രായത്തിൽ തന്നെ അവനൊരു മത്സ്യബന്ധത്തിന് പോയവനായിരുന്നു. ಅವನು ಸಣ್ಣ ಪ್ರಾಯದಿಂದಲೇ ಆ ಮೀನು ಹಿಡಿಯೋದಕ್ಕೆ ಹೋದವನಾಗಿದ್ದನು. യഹൂദനെങ്കിലും അവൻ ഒരു മത്സ്യബന്ധന കൂടാരത്തിൽ ജനിച്ചവനാണ്. ಆತನು ಯಹೂದ್ಯನಾದರೂ ಆಮೇಲೆ ಮೀನು ಹಿಡಿಯುವವರ ಮಗನಾಗಿ ಆತನು ಹುಟ್ಟುತ್ತಾನೆ. അവൻ ഒരു ക്ലാസ്സിലും സ്കൂളിൽ പോയിരുന്നില്ല. ಆಮೇಲೆ ಆತನು ಒಂದು
ತರಗತಿ ಕೂಡ ಆತನು ಮೆಟ್ಟಿಲನ್ನು ಹತ್ತಿದವನಲ್ಲ. അവൻ അറിവായ പ്രായം മുതൽ അവൻ മത്സ്യബന്ധനത്തിന് പോയവനാ. ಆತನಿಗೆ ತಿಳುವಳಿಕೆ ಬಂದ ಅಂದಿನಿಂದ ಒಬ್ಬ ಬೆಸ್ತನಾಗಿ ಆತನು ಕೆಲಸ ಮಾಡುತ್ತಾನೆ. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രമാണമുണ്ട്. ಆದರೆ ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಪದ್ಧತಿ ಇತ್ತು. ഒരു തലമുറ ജനിച്ചാൽ ಒಂದು ತಲೆಮಾರು ಹುಟ್ಟಿದರೆ അവൻ ന്യായപ്രമാಣ പുസ്തകങ്ങൾ കാണാപാഠം പഠിക്കണം. ಆತನು ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಬಲ್ಲವನಾಗಿರಬೇಕು. പഞ്ചതന്ത്രം തോറ എന്ന പുസ്തകം അവൻ കാണാപാഠം പഠിക്കണം. ಪಂಚಗ್ರಂಥದ ಆ 5 ಪುಸ್ತಕಗಳನ್ನು ಆತನು ಕಲಿತವನಾಗಿರಬೇಕು. അത് കാണാതെ പഠിക്കുന്നവനാണ് ന്യായപ്രമാണത്തിന്റെ പുത്രൻ. ಅದು ನೋಡದೆ ಕಲಿಯುವವನೇ ಆತನು ದೇವರ ಪುತ್ರ, ಯಹೂದನ ಪುತ್ರ. നമ്മുടെ യേശു കർത്താവ് പഞ്ചപുസ്തകങ്ങൾ 5 ഗ്രന്ഥങ്ങൾ അവൻ നന്നായി പഠിച്ചിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ಕೂಡ ಈ ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಚೆನ್ನಾಗಿ ಕಲಿತವನಾಗಿದ್ದನು. അതുകൊണ്ടാണ് 12ാമത്തെ വയസ്സിൽ അവൻ ദേവാലയത്തിൽ വന്ന് ചില പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നത്. ಆದ್ದರಿಂದಲೇ 12ನೇ ವಯಸ್ಸಿನಲ್ಲಿ ದೇವಾಲಯದಲ್ಲಿ ಯಾಜಕರ ಮುಂದೆ ನಿಂತು ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. ആ അഭ്യാസത്തിൽ വന്ന പുരോഹിതന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കും. ಈ ಅನುಭವದಲ್ಲಿ ಬಂದಂತ ಕೆಲವು ಯಾಜಕರು ಪ್ರಶ್ನೆ ಹಾಕುತ್ತಾರೆ. അതിന് ഉത്തരം പറയുന്നവനെ ബർമിറ്റ്സുവ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, അതൊരു പ്രത്യേക ക്ലാസ് ആണ്. ಆಮೆನ್. ಉತ್ತರ ಹೇಳುವವರಿಗೆ ಬರ್ಬಿನ್ಸುವ ಎಂಬ ಒಂದು ಪ್ರತ್ಯೇಕವಾದ ಒಂದು ಪದವಿಯಲ್ಲಿ ಇದನ್ನು ಕೇಳುತ್ತಾರೆ. ആ ശുശ്രൂഷയിൽ യേശു വിജയിക്കുവാനിടയായി. ಆ ಸೇವೆಯಲ್ಲಿ ಯೇಸು ಗೆಲ್ಲುತ್ತಾನೆ. യേശു വിജയിക്കുക മാത്രമല്ല, ಯೇಸು ಜಯ ಹೊಂದುವುದು ಮಾತ್ರವಲ್ಲ, ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനിടയായി. ಕೆಲವು ಪ್ರಶ್ನೆಗಳನ್ನು ಅವರಲ್ಲಿ ಕೇಳುತ್ತಾ ಇದ್ದಾನೆ. പുരോഹിതന്മാർക്ക് ഉത്തരം പറയാനില്ല. ಯಾಜಕರಿಗೆ ಉತ್ತರ ಹೇಳುವುದಕ್ಕೆ ಯಾವ ಆಸ್ಪದಗಳಿರಲಿಲ್ಲ. പത്രോസിന്റെ ವಿಷയം എടുത്താൽ, ಆದರೆ ಪೇತ್ರನ ವಿಷಯ ಕಲಿಯುವಾಗ അവൻ ഇത് പഠിച്ചിരുന്നില്ല. ಅವನು ಇದನ್ನು ತಿಳಿದವನಾಗಿರಲಿಲ್ಲ. ಸಾಮಾನ್ಯ ವಿದ್ಯಾಭ್ಯಾസം ಇಲ್ಲಾಗಿರುന്നു. ಆತನು ಸಾಧಾರಣವಾದ ವಿದ್ಯಾಭ್ಯಾಸ ಕೂಡ എന്നാൽ ಮಾಡದವನು. പെന്തക്കോസ്ത് നാളിൽ, ಆದರೆ ಪಂಚಶತಮ ದಿನದಲ್ಲಿ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ വന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕ ಅವನ ಮೇಲೆ ಇಳಿದಾಗ 120 ഒരു മാളിക മുറിയിൽ ഒരുമിച്ച് പ്രവചിച്ചു. 120 ಮಂದಿ ಮಾರ್ಕಲ ಮೇಲಲ್ಲಿ ಒಟ್ಟಾಗಿ ಪ್ರವಾದಿಸಿದಾಗ, പെന്തക്കോസ്ത് നാളായിരുന്നല്ലോ, ಅದು ಪಂಚಶತಮ ದಿನವಾಗಿತ್ತು. ഭൂമിയിലുള്ള സകല യഹൂദന്മാരും വന്ന് അവിടെ വന്നുകൂടിയിട്ടുണ്ട്. ಭೂಮಿಯಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಕಡೆ ಇರುವ ಯಹೂದ ಜನರು ಅಲ್ಲಿ ಸೇರಿ ಬಂದಿದ್ದರು. അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ಅವರೆಲ್ಲರೂ ಕೂಗಿ ಹೇಳಿದರು, ഇവരെങ്ങനെയാ ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത്? ಇವರು ಹೇಗೆ ನಮ್ಮ ಸ್ವಂತ ಭಾಷೆಯಲ್ಲಿ ಅವರು ಮಾತಾಡ್ತಾ ಇದ್ದಾರಲ್ಲ. അവർ ಉത്തരം പറഞ്ഞു, ಅವರು ಉತ್ತರ ಹೇಳಿದರು, ഇവർ വീഞ്ഞു കുടിച്ച് ഇരിക്കുകയാണ്. ಇವರು ಮದ್ಯಪಾನ ಮಾಡಿದವರಾಗಿರಬಹುದು. ഉടനെ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ് എണീറ്റു. ಕೂಡಲೇ ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಟ್ಟವನಾಗಿ ಪೇತ್ರನೆದ್ದನು. സകല പുരുഷന്മാരുമായുള്ളവരെ അറിഞ്ഞുകൊള്ളുവീൻ. ಆಮೆನ್. ಯೆಹೂದ ಸಕಲ ಜನರೇ ತಿಳಿದುಕೊಳ್ಳಿರಿ, ഇവർ വീഞ്ഞു കുടിച്ചതല്ല, ನಾವು ಮದ್ಯಪಾನ ಮಾಡಿ ಅಲ್ಲ, ഇത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സംഭവിച്ചത് ഇവിടെ വെളിപ്പെടുന്നതാ. ಇದು ಯೋವೇಲ್ ಪ್ರವಾದಿಯ ಪ್ರವಾದನೆಯಲ್ಲಿ ಆದಂತ ನೆರವೇರಿಕೆಯಾಗಿದೆ ಎಂಬುದಾಗಿ. എനിക്ക് പത്രോസിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. ಪೇತ್ರನಲ್ಲಿ ನನಗೆ ಒಂದು ಪ್ರಶ್ನೆ ಇದೆ. എടാ, ഈ യോവേൽ ആരാ? ಯೋವೇಲನು ಯಾರು? പത്രോസ് പറയും, എനിക്കറിയത്തില്ല. ಪೇತ್ರ ಹೇಳ್ತಾನೆ, ನನಗೆ ಗೊತ್ತಿಲ್ಲ. നീ അത് വായിച്ചിട്ടുണ്ടോ? ನೀನು ಅದನ್ನು ಓದಿದವನಾಗಿದೆಯಾ? പത്രോസ് പറയും, വായിക്കാൻ എനിക്ക് അറിയത്തില്ലല്ലോ. ಪೇತ್ರ ಹೇಳ್ತಾನೆ, ನನಗೆ ಓದುವುದಕ್ಕೆ ಗೊತ್ತಿಲ್ಲಲ್ಲ. പിന്നെ ഇത് യോവേല് പറഞ്ഞ ദൂതാന്ന് നിനക്ക് അങ്ങനെ പിടികിട്ടി? ಆದರೆ ಯೋವೇಲ್ ಹೇಳಿದಂತ ಆ ಸಂದೇಶ ನಿನಗೆ ಹೇಗೆ ಅರ್ಥವಾಯಿತು? പത്രോസ് പറയും, ಪೇತ್ರ ಹೇಳ್ತಾನೆ, എനിക്കറിവില്ല, ನನಗೆ ತಿಳುವಳಿಕೆ ಇಲ್ಲ. പക്ഷെ എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അത് ജ്ഞാനത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ನನ್ನಲ್ಲಿ ಕಾರ್ಯ ಸಾಧಿಸುವಂತ ಈ ಅಭಿಷೇಕವು ಅದು ಜ್ಞಾನದ ಬುದ್ಧಿಯ ಆತ್ಮವಾಗಿದೆ. ഒരു അറിവുമില്ലാത്ത പത്രോസിനെ ಒಂದು ತಿಳುವಳಿಕೆಯು ಇಲ್ಲದಂತ ಪೇತ್ರನನ್ನು തിരുവഴുത്തിൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം കൃപ കൊടുത്തു. ವಾಕ್ಯದಲ್ಲಿ ಅಡಕವಾದ ಗೂಢಾರ್ಥಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವುದಕ್ಕೆ ದೇವರಿಗೆ ಪೇತ್ರನಿಗೆ ಜ್ಞಾನವನ್ನು ಒದಗಿಸಿದನು. നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ನೀವು ಗಮನವಿಟ್ಟು ಕೇಳಬೇಕು. ഈ കൂടിയിരിക്കുന്ന പുരുഷന്മാർ, ಇಲ್ಲಿ ಸೇರಿ ಬಂದಂತ ಜನರು, ഇതിനകത്ത് പുരോഹിതന്മാരുണ്ട്, ಇಲ್ಲಿ ಯಾಜಕರಿದ್ದಾರೆ, ശാസ്ത്രിമാരുണ്ട്, ಶಾಸ್ತ್ರಿಗಳಿದ್ದಾರೆ, പണ്ഡിതന്മാരുണ്ട്, ವೇದ ಪಂಡಿತರಿದ್ದಾರೆ, എല്ലാവരും ഉണ്ട്. ಎಲ್ಲರೂ ಇದ್ದಾರೆ. അവർക്കാർക്കും ഇത് യോവേൽ പ്രവാചകന്റെ ദൂതാണെന്ന് വെളിപ്പെട്ടില്ല. ಅವರಿಗೆ ಯಾರಿಗೂ ಇದು ಯೋವೇಲನ ಪ್ರವಾದನೆ ನೆರವೇರಿಕೆ ಎಂಬುದಾಗಿ ಪ್ರಕಟವಾಗಲಿಲ್ಲ. യോവേൽ ആരാന്നറിയത്തില്ലാത്ത, ಆದರೆ ಯೋವೇಲನು ಯಾರೆಂಬುದಾಗಿ ತಿಳುಕೊಳ್ಳದ, പുസ്തകത്തിലാന്ന് വായിച്ചിട്ടില്ലാത്ത, ಯಾವ ಪುಸ್ತಕದಲ್ಲಿ ಎಂಬುದಾಗಿ ಓದು ಇಲ್ಲದಂತ ആ വചനത്തിന്റെ മർമ്മം എടുത്ത് വീഴാൻ തുടങ്ങി. ಪೇತ್ರನು ಅದರ ಗೂಢಾರ್ಥವನ್ನು ಪ್ರಕಟಪಡಿಸ್ತಾನೆ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುತ್ತೇನೆ, ദൈവവചനത്തിന്റെ ഒരു വാക്യം പോലും നിനക്ക് കാണാതെ അറിയത്തില്ലായിരിക്കും. ದೇವರ ವಾಕ್ಯದ ಯಾವ
ಸಂಗತಿಗಳು ನಿನಗೆ ನೋಡದೆ ಗೊತ್ತಿಲ್ಲದೆ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ നിനക്ക് ഉത്തരം പറയാൻ അറിയത്തില്ലായിരിക്കാം. ಯಾರಾದರೂ ಸಂಶಯ ಕೇಳಿದರೆ ಉತ್ತರಿಸುವುದಕ್ಕೆ ನಿನಗೆ ಗೊತ್ತಿಲ್ಲದೆ പക്ഷേ ಇರಬಹುದು. ഇന്ന് പകൽ ചിലരുടെ നാവോടുകൂടെ ദൈവ സാന്നിധ്യം ഇരിക്കാൻ പോവുകയോ. ಆದರೆ ಕೆಲವರ ನಾಲಿಗೆಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಲಿಕ್ಕಿದೆ. നീ നാവ് കൊണ്ട് പറയുന്നത് ദൈവത്തിന്റെ വചനമായി വെളിപ്പെടാൻ പോവുകയോ. ನೀನು ನಾಲಿಗೆಯಿಂದ ಮಾತಾಡುವುದು ದೇವರ ವಾಕ್ಯವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഏറ്റെടുക്കുക. ನಂಬುವವರು ಕರಗಳ ತಟ್ಟಿ ಸ್ವೀಕರಿಸಿ. ಎಫತಾ, എഫഥാ. ಎಫತಾ. ഒരറിവുമില്ലാത്ത പത്രോസ്, ಯಾವ ಜ್ಞಾನ ಇಲ್ಲದ ಪೇತ್ರ അവന്റെ രണ്ടാം ലേഖനം എഴുതുമ്പോൾ ಆತನ ಎರಡನೇ ಪತ್ರಿಕೆ ಬರೆಯುವಾಗ പത്രോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. ಆಮೇಲೆ ಪೇತ್ರನ್ ಹೀಗೆ ಬರೀತಾ ಇದ್ದಾನೆ, ಮೂಲ ಪದಾರ್ಥಗಳು ಆಮೇಲೆ ಒತ್ತಿ ಉರಿಯುತ್ತದೆ ഇത് ಎಂಬುದಾಗಿ. മുഴുവൻ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ಇದೆಲ್ಲ ಬೆಂಕಿಗೋಸ್ಕರವಾಗಿ ಕಾದಿರಿಸಲ್ಪಟ್ಟಿದೆ. എന്തുവാ എഴുതി വെച്ചിരിക്കുന്നത്? ಏನು ಅದು ಬರೆಯಲ್ಪಟ್ಟದ್ದು? മൂല പദാർത്ഥങ്ങൾ കത്തിയെരിയും. ಆಮೇಲೆ ಮೂಲ ಪದಾರ್ಥಗಳೆಲ್ಲವೂ ಒತ್ತಿ ಉರಿಯುತ್ತದೆ. എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനകത്തുള്ള ആറ്റം എന്ന് പറയുന്ന ഒരു ഘടകം, ಈ ಮಣ್ಣಲ್ಲಿ ಅಡಕವಾಗಿರುವ ಆಮೇಲೆ ಆಟಮ್ ಎಂಬ ಘಟಕ. ഒരിക്കൽ സയൻസ് ശാസ്ത്രജ്ഞന്മാർ ഈ ആറ്റം ഒന്ന് വിഭജിക്കാൻ നോക്കി. ಈ ಆಮೇಲೆ ವೈಜ್ಞಾನಿಗಳು ಅದನ್ನು ವಿವರಿಸೋದಕ್ಕೆ ಅವರು ಪ್ರಯತ್ನಿಸಿದರು. അവർ വലിയ കണ്ടെയ്നറിനകത്താണ് ഈ ആറ്റത്തെ കൊണ്ടുവന്നത്. ഒരാറ്റത്തെ ದೊಡ್ಡ ಒಂದು ವಾಹನದಲ್ಲಿ ಈ ಆಟಮ್ ಎಂಬ ವಸ್ತುವನ್ನು ಕೊಂಡು ಬಂದರು. വലിയ കേജുള്ള തകിട് കൊണ്ടുള്ള ഒരു കണ്ടെയ്നർ ಆയിരുന്നു. ದೊಡ್ಡ ದಪ್ಪಗಿರುವಂತ ಆ ಹೊದಿಕೆಯಿಂದ ಮುಚ್ಚಲ್ಪಟ್ಟ ಒಂದು ಆಮೇಲೆ ಒಂದು ಪೆಟ್ಟಿಗೆ ಆಗಿತ್ತು. അവർ ആ ആറ്റത്തെ വിഭജിച്ചപ്പോൾ ಆ ಆಟಮ್ ಅದನ್ನು ವಿಭಾಗ ಮಾಡಿದಾಗ അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി. ಅಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಸ್ಫೋಟ ಉಂಟಾಯಿತು. അവരുടെ കണ്ടെയ്നർ പൊട്ടി തകർന്നു പോയി. ಅವರ ಕಂಟೈನರ್ ಪೂರ್ಣವಾಗಿ ನಾಶವಾಯಿತು. ഒരാറ്റം വിഭജിച്ചപ്പോൾ, ಒಂದು ಆಟಮ್ ವಿಭಾಗ ಮಾಡಿದಾಗ ആ കണ്ടെയ്നർ പൊട്ടി തകർന്നെങ്കിൽ, ಆ ಕಂಟೈನರ್ ನುಚ್ಚು ನೂರಾದರೆ നാം ഇരിക്കുന്ന ഈ മണ്ണിനകത്ത്, ಈ ನಾವು ಇರುವಂತ ಈ ಮಣ್ಣಿನ ಘಟಕದಲ್ಲಿ എണ്ണിക്കൂടാത്തവണ്ണം ആറ്റം ഇരിപ്പുണ്ട്. ಆಮೇಲೆ ಲೆಕ್ಕಿಸಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾದ ರೀತಿಯಲ್ಲಿ ಆಟಮ್ ಇದೆ. ഇതിൽ ഒരെണ്ണം പൊട്ടിയ ಇದರಲ್ಲಿ ಒಂದು ಆಮೇಲೆ ಸ್ಫೋಟವಾದರೆ അതിനപ്പുറത്തിരിക്കുന്ന പൊട്ടും. ಅದರ ಹತ್ತಿರವರು ಸ್ಫೋಟಗೊಳ್ಳುತ್ತದೆ. പറഞ്ഞ ഒറ്റ സെക്കൻഡ് കൊണ്ട്, ಒಂದು ಸೆಕೆಂಡಿನಲ್ಲಿ ഒരാറ്റം വിഭജിച്ചാൽ, ಒಂದು ಆಟಮ್ ವಿಭಾಗ ಮಾಡಿದರೆ ഭൂമി തവിട് പൊടിയ. ಈ ಭೂಮಿಯು ಸಂಪೂರ್ಣವಾಗಿ ನಾಶವಾಗುತ್ತದೆ. പത്രോസ് എഴുതിയപ്പോൾ പത്രോസിനെ അറിയത്തില്ലായിരുന്നു. ಇದು ಪೇತ್ರನು ಬರೆದಾಗ ಪೇತ್ರನು ತಿಳಿಯದೆ ಬರೀತಾನೆ. സയൻസ് അത് കണ്ടുപിടിച്ചു. ಆದರೆ ವಿಜ್ಞಾನವು ಅದನ್ನು ಕಂಡುಹುಡುಕಿ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ಆದರೆ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಾನು ಹೇಳ್ತೇನೆ, അറിവില്ലെന്നല്ലേ പറഞ്ഞത്? ನಿನಗೆ ತಿಳುವಳಿಕೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. നിനക്ക് കഴിവില്ലെന്നല്ലേ പറഞ്ഞത്? ಯೆರೆಮೀಯನೇ, ನೀನು ಮಾತು ಬಲ್ಲವನಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. ബാലകനെന്നല്ലേ പറഞ്ഞത്? ನೀನು ಬಾಲಕನೆಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. ശരീരത്തിന് ആരോഗ്യമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ಶರೀರಕ್ಕೆ ಆರೋಗ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. നിനക്ക് ശക്തി ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? ಬಲ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. നിനക്ക് സമ്പത്തില്ലെന്നല്ലേ പറഞ്ഞത്? ಸಂಪತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. നിനക്ക് സൗന്ദര്യമില്ലെന്നല്ലേ പറഞ്ഞത്? ನಿನಗೆ ಅಂದ ಚಂದಗಳು ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದೆಯಲ್ಲ. ദൈവം ഇന്ന് മകൾ നിന്നോട് പറയുന്നു, ಆದರೆ ದೇವರು ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುತ್ತಾನೆ. നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും. ನಿನ್ನ ನಾಲಿಗೆಯೊಂದಿಗೆ ನಾನು ಇರುತ್ತೇನೆ. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് സംഭവിക്കും. ನಿನ್ನ ನಾಲಿಗೆಯಿಂದ ಮಾತನಾಡುವುದು ಅದು ഈ ಸಂಭವಿಸುತ್ತದೆ. പകൽ നാവുകളെ ദൈവം തൊടാൻ പോവുകയാണ്. ನಿಮ್ಮ നാಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಲಿಕ್ಕಿದ್ದಾನೆ. വിശ്വസിക്കുന്നവരെ ആമേൻ പറയട്ടെ. ನಂಬುವರು ಆಮೇನ್ ಹೇಳಿ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ನಂಬಿಕೆ ಇದೆ? എത്ര പേര് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಿ? യിരെമ്യാ പറഞ്ഞു, എനിക്ക് ബാലകന എനിക്ക് കഴിയത്തില്ല. ಯೆರೆಮೀಯನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಬಾಲಕನಾದ ನನಗೆ ಇದು ಕಷ್ಟ ಸಾಧ್ಯ. ദൈവം പറഞ്ഞു, നീ കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കണം, ഞാൻ കൽപ്പിക്കുന്നതൊക്കെ. ಯೆರೆಮೀಯನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಯೆರೆಮೀಯನಿಗೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು ಆಜ್ಞಾಪಿಸುವುದನ್ನೆಲ್ಲ ನೀನು ಅವರಿಗೆ ಮಾತಾಡಬೇಕು. യിരെമ്യാവോട് ദൈവം പറഞ്ഞു, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ಯೆರೆಮೀಯನಿಗೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ಅವರಿಗೆ ಭಯಪಡಬೇಡ, ನಿನ್ನನ್ನು ಬಿಡಿಸುವುದಕ್ಕೆ ನಾನು ನಿನ್ನ ಜೊತೆ ಇದ್ದೇನೆ. 9ാമത്തെ വാക്യത്തിൽ കാണുന്നു, 9ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ, പിന്നെ യഹോവ കൈ നീട്ടി അവന്റെ വായ തൊട്ടു. ಆಗ ಯೆಹೋವನು ಕೈ ಚಾಚಿ ನನ್ನ ಬಾಯಿಯನ್ನು ಮುಟ್ಟಿದನು. എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ಈಗೋ ನಿನ್ನ ಬಾಯಲ್ಲಿ ನನ್ನ ಮಾತುಗಳನ್ನು ಇಟ್ಟಿದ್ದೇನೆ. കൈ നീട്ടി തൊട്ടപ്പോ, ಕೈ ಚಾಚಿ ಮುಟ್ಟಿದಾಗ ദൈവത്തിന്റെ വചനം അവന്റെ വായി വന്നു. ದೇವರ ವಾಕ್ಯವು ಅವನ ಬಾಯಿಗೆ ಬಂತು. ഞങ്ങൾ ഒരു സത്യം ഇന്ന് പകൽ പറയാം. ನಾವೊಂದು ಸತ್ಯವನ್ನು ನಿಮಗೆ ತಿಳಿಸ್ತೇವೆ. ഞങ്ങൾ ഈ പുസ്തകമൊന്നും വലുതായിട്ട് പഠിച്ചവരല്ല. ನಾವು ಈ ಪುಸ್ತಕವನ್ನು ಚೆನ್ನಾಗಿ ಏನು ಬಲ್ಲವರಲ್ಲ. ഇവിടെ ഒരു 2 മണിക്കൂർ ഞങ്ങൾ പ്രസംഗിക്കുമ്പോ 2 ಗಂಟೆ ಕಾಲ ಇಲ್ಲಿ ಸಂದೇಶ ಸಾರುವಾಗ ഒരു ദിവസം മുഴുവൻ ഇന്ന് പഠിച്ചിട്ടൊന്നും അല്ല പ്രസംഗിക്കുന്നത്. ಒಂದು ದಿನ ಪೂರ್ತಿಯಾಗಿ ಕಲಿತು ಇಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವುದಲ್ಲ. ഇച്ചേരം ദൈവത്തോട് പ്രാർത്ഥിക്കും, ಸ್ವಲ್ಪ ಹೊತ್ತು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. ഇന്ന് പ്രസംഗിക്കാൻ പോവുക, ದೇವರೇ ನಾವು ಸಂದೇಶಕ್ಕೋಸ್ಕರ ಹೋಗ್ತಾ ಇದ್ದೇವೆ, സന്ദേശം തരണമേ. ನಮಗೆ ಸಂದೇಶ ಕೊಡಬೇಕು. ദാവീദ് 5 കല്ലുമായിട്ട് ഗോലിയാത്തിനെ എടുക്കാൻ വന്നു. ದಾವೀದನು 5
ಕಲ್ಲನ್ನು ಹಿಡ್ಕೊಂಡು ಗೋಲಿಯಾತನ ಬಳಿಗೆ ಬರುತ್ತಾನೆ. ഞങ്ങൾ 5 അല്ല 10-25 കല്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ನಾವು 5 ಅಲ್ಲ 10-25 കല്ലನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದಿದ್ದೇವೆ. കല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ನಾವು ಆಮೇಲೆ ತುಂಬಾ ಕಲ್ಲು ಹಿಡ್ಕೊಂಡು ಬಂದಿದ್ದೇವೆ. ആ കല്ലൊന്നും ദൈവത്തിന് വേണ്ട. ಆ ಕಲ್ಲು ಯಾವುದು ದೇವರಿಗೆ ಬೇಡ. ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳ್ತಾನೆ, നീ കേറി നിന്നാ മതി. ನೀನು ನಿಂತುಕೊಂಡ್ರೆ ಸಾಕು. നാവിനകത്ത് വായ്ക്കകത്ത് വചനം നിറച്ചു. നാലിಗೆಯೊಳಗೆ ಆತನ ಮಾತನ್ನು ತುಂಬಿಸ್ತಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഞങ്ങൾ ഒത്തിരി റെഫർ ചെയ്തിട്ടല്ല വന്നത്. ನಾವೇನೋ ಆಮೇನ್ ಬೇರೆ ಯಾವ ಪುಸ್ತಕವನ್ನು ಆಧಾರ ಮಾಡಿ ಅಲ್ಲ ಬಂದದು. നിങ്ങൾ വിചാരിക്കും ನೀವು ಆಮೇಲೆ ತಿಳ್ಕೊಳ್ತೀರಿ, ഞങ്ങളൊക്കെ കുറെ വർഷങ്ങൾ ബൈബിളുമായിട്ട് ഇരുന്ന് ನಾವು ತುಂಬಾ ವರ್ಷಗಳಿಂದ ಆಮೇಲೆ ಸತ್ಯವೇದನ ಹಿಡ್ಕೊಂಡು ಇದ್ದು എല്ലാം മനപ്പാഠമാക്കി വെച്ചിരിക്കുകയാണ്. ಇದೆಲ್ಲ ಕಂಠಪಾಠ ಮಾಡಿದ್ದೇವೆ ಎಂಬುದಾಗಿ. ഇതിലെ ഒരു സങ്കീർത്തനം മുഴുവനായിട്ട് കാണാതെ പറയാൻ എനിക്കറിയത്തില്ല. ಇದರಲ್ಲಿ ಒಂದು ಕೀರ್ತನೆ ಒಂದು ಅಧ್ಯಾಯವನ್ನು ಬಾಯ್ಪಾಠವಾಗಿ ಹೇಳಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. എന്നെക്കാട്ട് നന്നായിട്ട് ബൈബിൾ നിങ്ങൾക്കറിയാം. ನಮಗಿಂತ ನಿಮಗೆ ನೀವು ಚೆನ್ನಾಗಿ ಬಲ್ಲಿರಿ. ഹലോ, ಹಲ್ಲೆಲೂಯ. ഒന്നും അറിഞ്ഞിട്ടല്ല നിൽക്കുന്നത്. ಏನು ತಿಳ್ಕೊಂಡಲ್ಲ ನಿಂತಿರುವುದು. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, ದೇವರು ಯೆರೆಮೀಯನಿಗೆ ಹೇಳ್ತಾನೆ, അവന്റെ വായ തൊട്ടു, ಆತನ ಬಾಯಿಯನ್ನು ಮುಟ್ಟುತ್ತಾನೆ. വായ്ക്കകത്തോട്ട് വചനം നിറച്ചു. ಬಾಯಿಯಲ್ಲಿ ದೇವರ ವಾಕ್ಯವನ್ನು ತುಂಬಿಸಿದನು. അവൻ വായ തുറന്നപ്പോൾ വചനം ഒഴുകാൻ തുടങ്ങി. ಬಾಯಿ ತೆರೆದಾಗ ಆ ಬಾಯಿಯಿಂದ ಹರಿಯಲು ಆರಂಭಿಸಿತು. നിനക്കറിവില്ലെന്നല്ലേ പറഞ്ഞത്? ನಿನಗೆ ತಿಳುವಳಿಕೆ ಇಲ್ಲ ഇന്ന് പകൽ നിന്റെ വായ അവൻ തൊടാൻ പോവാ. ನಿನ್ನ ಬಾಯಿಯನ್ನು ಆತನ ಮುಟ್ಟುತ್ತಾನೆ. ദൈവത്തിന്റെ വചനം നിന്റെ വായ്ക്കകത്തേക്ക് കയറാൻ പോവുകയാ. ದೇವರ ವಾಕ್ಯವು ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ഇപ്പോൾ ಬರುತ್ತದೆ. തന്നെ ചില വായ്ക്കകത്ത് ദൈവത്തിന്റെ വചനം നിറയ്ക്കുന്നു. ದೇವರು ಇವಾಗಲೇ ಕೆಲವರು ಬಾಯಿಯನ್ನು ತುಂಬಿಸ್ತಾರೆ. Touch the name of Jesus. ಆಮೆನ್. ಹೊಂದಿಕೊಳ್ಳಿರಿ ആ ಯೇಸುವಿನ മകളുടെ മേൽ ನಾಮದಲ್ಲಿ. ദൈവം തൊടുകയാ. ಹೊಂದಿಕೊಳ್ಳಿ ಯೇಸುವಿನ അവിടെ ನಾಮದಲ್ಲಿ. വായ്ക്കകത്ത് വചനം നിറയ്ക്കുകയാ. ನಾಲಿಗೆಯಲ್ಲಿ ನಿನ್ನ ವಾಕ್ಯವನ್ನು ತುಂಬಿಸ್ತಾ Just ಇದ್ದಾನೆ. receive. ಆಮೆನ್. ಹೊಂದಿಕೊಳ್ಳಿ ಯೇಸುವಿನ Touch ನಾಮದಲ್ಲಿ. the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. നീ വായ തുറന്നാൽ വചനം ഒഴുകും. ಈ ನಾಲಿಗೆಯಿಂದ ವಾಕ್ಯವು ಹರಿಯುತ್ತದೆ. പരിശുദ്ധാത്മാവ് ആ മകളോട് ദൂത് പറയുന്നു. ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮೊಂದಿಗೆ ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. എണീറ്റ് എന്ന മകളോട് ദൂത് പറയുന്നത്. ಎದ್ದು ನಿಂತ ಅವರೊಂದಿಗೆ ದೇವರ ಆತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ. എന്താട്ടെ, ಒಂದು ನಿಮಿಷ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ಪವಿತ್ರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിനക്ക് വചനം പറയാൻ ആർത്തിയുണ്ട്. ನಿನಗೆ ವಾಕ್ಯ ಹೇಳುವುದಕ್ಕೆ ದಾಹ ಇದೆ. നീ പലപ്പോഴും പ്രാർത്ഥിച്ചു, ಅನೇಕ ಸಾಮರ್ಥ್ಯ ಪ್ರಾರ್ಥಿಸಿದಿ. എനിക്കിത് അറിയത്തില്ല. ಕರ್ತನೆ ನನಗೆ ಇದು ಗೊತ್ತಿಲ್ಲ. പലരും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. ಅನೇಕರು ಕೇಳಿದರೆ ಪ್ರತ್ಯುತ್ತರಿಸಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. എന്നാൽ എനിക്ക് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്. ಕರ್ತನೆ ಸುವಾರ್ತೆ ಕೊಡುವುದಕ್ಕೆ ನನಗೆ ಭಾಷೆ പലവട്ടം ಇದೆ. ഈ വചനം വായിച്ചു, ಅನೇಕ ಆವರ್ತಿ ನೀನು ವಾಕ್ಯ ಓದಿ, നീ പലവട്ടം പ്രസംഗങ്ങൾ ഉണ്ടാക്കി, ಅನೇಕ ಸಂದೇಶಗಳನ್ನು ತಯಾರು നീ ಮಾಡಿ, ബുക്കിനകത്ത് പല മെസ്സേജുകൾ എഴുതി വെച്ചു, ಆಮೇಲೆ ಪುಸ್ತಕದೊಳಗೆ ಅನೇಕ ಮೆಸೇಜ್ಗಳು ಬರೆಯಲ್ಪಟ್ಟು നീ ಬರೆದಿದೆ. പലയിടത്ത് പ്രസംഗിക്കാൻ സമയം നോക്കി, ಅನೇಕ ಆವರ್ತಿ ಸಂದರ್ಭವನ್ನು ಪ್ರಸಂಗಿಸೋಸ್ಕರ ಹುಡುಕಿದಿ. പക്ഷെ നിനക്ക് സാധിച്ചില്ല. ಆದರೆ ನಿನಗೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. നീ പറഞ്ഞു, അയ്യോ എനിക്കിത് കഴിവില്ല, ನೀನು ಹೇಳಿದಿ ನನಗೆ ಇದು എനിക്ക് ഇതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. ನನಗೆ ಹೆಚ್ಚು ವಿದ್ಯಾಭ್ಯಾಸವಿಲ್ಲ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ಆದರೆ ಇವತ್ತು ಪವಿತ್ರಾತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിന്റെ വായ ഞാൻ തൊടാൻ പോവുകയാ. ನಿನ್ನ ಬಾಯಿಯನ್ನು ನಾನು ಮುಟ್ಟುತ್ತಾ ಇದ್ದೇನೆ. ഇപ്പോൾ തന്നെ തൊടുന്നു, ಈಗಲೇ ಮುಟ್ಟಲ್ಪಡುತ್ತೆ, ഇപ്പോൾ തന്നെ സ്പർശിക്കുന്നു, ಈಗಲೇ ಸ್ಪರ್ಶಿಸಲ್ಪಡುತ್ತೆ. വചനത്തെ നിറയ്ക്കുകയാ. ವಾಕ್ಯದ ತುಂಬಿಸ್ತಾನೆ. Touch the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശു നിന്നെ തൊടുന്നു, ಯೇಸು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾನೆ. യേശു നിന്റെ നാവെ തൊടുന്നു. ಯೇಸು ನಿನ್ನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟುತ್ತಾನೆ. ഇതിനകത്തിരിക്കുന്ന പലരെയും തൊടുകയാണ്. ಇಲ್ಲಿರುವ ಕೆಲವರನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. എത്ര പേര് തയ്യാറാകുന്നു? ಎಷ್ಟು ಮಂದಿ ತಯಾರಿದ್ದೀರಿ? നിങ്ങൾ തയ്യാറാണോ? ನೀವು ತಯಾರಾಗಿದ್ದೀರಾ? നിങ്ങളുടെ അറിവ് വേണ്ട, ನಿಮ್ಮ ತಿಳುವಳಿಕೆ ಬೇಡ, കഴിവ് വേണ്ട, ನಿಮ್ಮ ಬಲ ಬೇಡ, സമ്പത്ത് വേണ്ട, ನಿಮ್ಮ ಸಂಪತ್ತು ಬೇಡ, ആരോഗ്യം വേണ്ട, ನಿಮ್ಮ ಆರೋಗ್ಯ ಬೇಡ, ഒന്നും വേണ്ട. ಏನೂ ಬೇಡ. നാവ് മാത്രം മതി. ನಿಮ್ಮ ನಾಲಿಗೆ ಮಾತ್ರ ಸಾಕು. റെഡിയാണോ? ನೀವು തയ്യാറാಗಿದ್ದೀರಾ? വായ തുറക്കാൻ റെഡിയാണോ? ನೀವು ಬಾಯಿ ತೆರಳಿಗೆ ತಯಾರಾಗಿದ್ದೀರಾ? നിങ്ങളുടെ വായിക്കകത്ത് വചനം നിറയ്ക്കാൻ പോവാ. ನಿಮ್ಮ ಬಾಯಿಯೊಳಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ಆಮೇಲೆ ಧರ್ಮೋಪದೇಶಕಾಂಡದಲ್ಲಿ ಹೀಗೆ ನೋಡ್ತೇವೆ, നിന്റെ വായ വിസ്താരത്തിൽ തുറന്ന് ನಿನ್ನ ಬಾಯಿಯನ್ನು ಅಗಲವಾಗಿ ತೆರಿ, ഞാൻ അതിനെ നിറച്ചു തരും. ನಾನು ಅವುಗಳನ್ನು ತುಂಬಿಸುತ್ತೇನೆ. അയ്യോ, എന്തേലും കിട്ടാൻ വേണ്ടി വാ തുറക്കരുതേ. ಏನಾದ್ರೂ ಸಿಗೋದಕ್ಕೋಸ್ಕರ ಬಾಯಿ ತೆರಿಬೇಡ. നമ്മൾ വല്ലതും കഴിക്കാൻ വേണ്ടി വാ തുറക്കുന്നത്. ನಾವೇನಾದ್ರೂ ಊಟ ಮಾಡೋದಕ್ಕೋಸ್ಕರ ಬಾಯಿ ತೆರಿ. നിന്റെ വായ വിസ്താരത്തിൽ തുറപ്പീൻ. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ನಿನ್ನ ಬಾಯಿಯನ್ನು ಅಗಲವಾಗಿ ತೆರಿ, ഞാൻ അതിനെ നിറച്ചു തരും. ನಾನು ಅವುಗಳನ್ನು ತುಂಬಿಸುತ್ತೇನೆ. ആശ്ചര്യമായി യിരെമ്യാവിന്റെ വായ ദൈവം നിറച്ചു കൊടുത്തു. ಅತಿಶಯಕರವಾದ ರೀತಿಯಲ್ಲಿ ಯೆರೆಮೀಯನ ಬಾಯಿಯನ್ನು ತುಂಬಿಸಿದನು. അവന് വചനം പറയാൻ പഞ്ഞമില്ലായിരുന്നു. ಅವನಿಗೆ ವಾಕ್ಯದ ಕೊರತೆ ಇರಲಿಲ್ಲ. അവൻ സ്റ്റേജിൽ കയറിയെന്ന് അവന്റെ വായിൽ വചനം ഒഴുകുമായിരുന്നു. ವೇದಿಕೆಯಲ್ಲಿ ಹತ್ತು ನಿಲ್ಲುವಾಗಲೇ ಆತನ ಬಾಯಿಯಿಂದ ವಾಕ್ಯ ಹೊರಡುತ್ತಾ ಇತ್ತು.
ദൈവം തൊടുകയാകട്ടോ. ಕೆಲವರನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ആ ദൂത് പറയുന്നുണ്ട്, പിടിച്ചോണമേ. ಪವಿತ್ರಾತ್ಮನು ಆ ಆಲೋಚನೆ ಹೇಳ್ತಾ നീ ಇದ್ದಾನೆ, വായ ಹೊಂದಿಕೊಳ್ಳಿರಿ. തുറക്കുമ്പോൾ നിന്റെ വായിക്കകത്തുനിന്ന് വചനം ഇറങ്ങാൻ പോവുകയാ. ಬಾಯಿ ತೆರೆಯುವಾಗಲೇ ಬಾಯಿಯೊಳಗಿಂದ ವಾಕ್ಯ ಉಳಿಯುತ್ತದೆ. ഇനി നീ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ಇನ್ನು ಯಾವ ಪುಸ್ತಕವನ್ನು ಆಧಾರ നിന്റെ വായിക്കകത്തൂടെ വചനം നിറയുകയാ. ನಿನ್ನ ಬಾಯಿಯೊಳಗಿಂದ ದೇವರ Just ವಾಕ್ಯ receive. ಆಮೆನ್, ಹೊಂದಿಕೊಳ್ಳಿರಿ. സ്വീകരിച്ചോ. ಆಮೆನ್, ಹೊಂದಿಕೊಳ್ಳಿರಿ. Fire. Yes. Fire. ಬೆಂಕಿ. Fire. ಬೆಂಕಿ. Fire. ಬೆಂಕಿ. Fire. ಬೆಂಕಿ. In the name of Jesus. ಯೇಸುವಿನ In the ನಾಮದಲ್ಲಿ. name of Jesus. ಯೇಸುವಿನ ഒരു ನಾಮದಲ್ಲಿ. anointing ഇറങ്ങുകയാണ്. ಒಂದು ಅಭಿಷೇಕ ഒരു ಉಳಿಯುತ್ತದೆ. അഭിഷേകം ഇറങ്ങുകയാണ്. ಒಂದು ಅಭಿಷೇಕ ಉಳಿತಾ ആ ಇದೆ. മകന്റെ മേലെ ഇറങ്ങുകയാണ്. ಮಗನ ಮೇಲೆ ಇಳಿತಾ ഈ ಇದೆ. മകന്റെ മേലെ ഇറങ്ങുകയാണ്. ಮಗಳ ಮೇಲೆ ಇಳಿತಾ വായ ಇದೆ. തുറന്ന് സ്വീകരിക്കൂ. ಬಾಯಿ ತೆರೆದು ಸ್ವೀಕರಿಸಿ. കരമടിച്ച് സ്വീകരിക്കൂ. ಆಮೆನ್, ಬಾಯಿ ತೆರೆದು അഭിഷേകത്തെ സ്വീകരിക്കൂ. ಅಭಿಷೇಕ ಸ್ವೀಕರಿಸಿ. വായ നിറയ്ക്കുകയാണ്. ಬಾಯಿಯನ್ನು ತುಂಬಿಸ್ತಾನೆ. വചനം കൊണ്ട് നിറയ്ക്കുകയാണ്. ವಾಕ್ಯದಿಂದ ತುಂಬಿಸ್ತಾನೆ. നിന്റെ വായിക്കകത്ത് വചനം നിറയുകയോ. ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ವಾಕ್ಯವು തേൻ ತುಂಬಲ್ಪಡ್ತಾ മൊഴി ಇದೆ. നിറയുകയോ. ವಾಕ್ಯವು ತುಂಬಲ್ಪಡ್ತಾ ಇದೆ. തേനിനേക്കാൾ മധുരമുള്ളത്. Yes. തേനിനേക്കാൾ ഹണി. ಜೇನಿಗಿಂತ ರುಚಿಯಾದ. തേൻ കട്ടയേക്കാൾ രുചിയുള്ളത്. ಜೇನಿಗಿಂತ ರುಚಿಯಾದ. തേനിലും മധുരമായ വചനം ಜೇನಿಗಿಂತಲೂ ಉತ್ತಮವಾದ നിന്റെ ವಾಕ್ಯ നാവിൽ നിന്ന് മകൾ നിറയ്ക്കുകയോ. ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ತುಂಬಿಸ್ತಾ Just ಇದೆ. receive. ಆಮೆನ್, ಜಾಮೆ, ಈಗಾಗಲೇ ಹೊಂದಿಕೊಳ್ಳಿ. സ്വീകരിച്ചോ. ಹೊಂದಿಕೊಳ್ಳಿರಿ. ചില നിമിഷങ്ങൾ കരമടിച്ച അഭിഷേകത്തോടെ. ಕೆಲವು ನಿಮಿಷ ಕರಗಳು ತಟ್ಟಿ രണ്ട് ಅಭಿಷೇಕದಿಂದ. കരമടിച്ച അഭിഷേകത്തോടെ. ಕರಗಳು ತಟ್ಟಿ ಅಭಿಷೇಕದಿಂದ. അഭിഷേകം അന്യഭാഷയോടെ. ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ರಿಬಲ ಹಂದರಾದರ ಚೂರಬರ ಬರ 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 ಅರ್ಥಂ ಧನಾದರ ರಗಚ್ಚರೆ ಹಂದಲ್ ಪ್ರೌಢ ಬರ ಬರ ಶಬಲದರಂ ದರಾದರ ಚೂರಬರ ಹರ್ತರೆ. ಓ ಕರಗಳ ತಟ್ಟಿ, ಓ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ದೇವರಲ್ಲಿ ಮಾತನಾಡುವ. ಓ ಯೇಸುವೆ, ನನ್ನ ಬಾಯನ್ನು ತುಂಬಿಸು, ನನ್ನ ನಾಲಿಗೆಯನ್ನು ತುಂಬಿಸು. ಓ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಯೆಫತಾ ಯೇಸು ತೆರೆಯಲ್ಪಡಲಿ. ಯೆಫತಾ ಯೇಸು ತೆರೆಯಲ್ಪಡಲಿ. ರಿಬಲ ಹಂದರಾದರ. ಯೆಸ್ 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 ಯೆಸ್. ಪ್ರವಾದಿಸುವ ಹಾಗೆ, ಓ ಸುವಾರ್ತೆ ಹೇಳುವ ಹಾಗೆ, ಓ ದೇವರ ವಾಕ್ಯವನ್ನು ಸಾರುವ ಹಾಗೆ. ಯೆಸ್, ಬಾಯಿ ತೆರೆಯಲ್ಪಡಲಿ, ನಾಲಿಗೆ ತೆರೆಯಲ್ಪಡಲಿ, ದೇವರ ಸ್ವರ ಕೇಳುವುದಕ್ಕಾಗಿ ಆಮೇಲೆ ಕಿವಿಗಳು ತೆರೆಯಲ್ಪಡಲಿ. Fire. ರಿಬಲ ಹಂದರಾದರ ಚೂರಬರ ಬರ ಬರ ಅರ್ಥಂ ಧನಾದರ ರಗಚ್ಚರಾದರ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വായിക്കകത്ത് നിറയട്ടെ വചനം. ಯೆಸ್, വചനം നിറയട്ടെ. ವಾಕ್ಯವು ತುಂಬಲ್ಪಡಲಿ. വചനം നിറയട്ടെ. ವಾಕ್ಯವು ತುಂಬಲ್ಪಡಲಿ. വായ തൊടുകയാ. ವಾಕ್ಯವನ್ನು ಬಾಯನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക. ನಂಬುವವರು In the ಸ್ವೀಕರಿಸಿ. name of Jesus. ನಂಬುವವರು വായ ಸ್ವೀಕರಿಸಿ. തൊടുകയാ. ಬಾಯನ್ನು വായ ಮುಟ್ಟುತ್ತಾ തൊടുകയാ. ಇದ್ದಾನೆ. ಬಾಯಿ വായ, ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. വായ. ഇവിടെ വായ നിറയട്ടെ. ಬಾಯಿ ഒരു ತುಂಬಲ್ಪಡಲಿ. അസാധാരണ അഭിഷേകം വ്യാപരിക്കട്ടെ. ಅಭಿಷೇಕ ಇಳಿಯಲಿ. വചനം നിറയട്ടെ. ವಾಕ್ಯವು വചനം ತುಂಬಲ್ಪಡಲಿ. നിറയട്ടെ. അവൻ വചനം നിറയട്ടെ. Yes. വചനമകത്ത് നിറയട്ടെ. Fire. Fire anointing. വായ നിറയട്ടെ. Just receive. പുറത്തു വരട്ടെ. Fire. Fire. Fire അഭിഷേകം. Fire. In the name. In the name. Yes, yes, yes. കത്തട്ടെ, കത്തട്ടെ. കത്തട്ടെ. കരമടിച്ച് ഏറ്റെടുത്ത്, കരമടിച്ച്. വായ നിറയട്ടെ. വചനം കൊണ്ട് നിറയട്ടെ. In the name of Jesus. കരങ്ങൾ ചേർത്തടിച്ച് ആരാധിക്കട്ടെ. കരകൾ തട്ടി ആരാധിಸಿ. യിരെമ്യാവിനോട് പറഞ്ഞു, വായ ഞാൻ നിറയ്ക്കും. ಯೆರೆಮೀಯನು ಹೇಳ್ತಾನೆ, ಬಾಯನ್ನು ತುಂಬಿಸ್ತಾನೆ. അവന്റെ വായ ദൈവം തൊട്ടു. ಅವನ ಬಾಯಿಯನ್ನು ದೇವರು ಮುಟ್ಟಿದನು. അവന്റെ വായിക്കകത്ത് വചനം നിറച്ചു. ಅವನ ಬಾಯಿಯೊಳಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ತುಂಬಿಸಿದನು. വായ തൊടുന്ന പകരാ. ಇವತ್ತು ಬಾಯಿಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇനി നിന്റെ വായിൽ നിന്ന് പൊട്ടച്ചൊല്ലും കളിവാക്കും വരികയില്ല. ಇನ್ನು ನಿನ್ನ ಬಾಯಿಯಿಂದ ಹಾಸ್ಯಾಸ್ಪದವಾದ ಮಾತುಗಳು ಬರುವುದಿಲ್ಲ. നിന്റെ വായിൽ നിന്ന് തിരുവചനം ഒഴുകും. ನಿನ್ನ ಬಾಯಿಯೊಳಗಿಂದ ದೇವರ ವಾಕ್ಯವು ಹರಿಯುತ್ತದೆ. ഓ, കര ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಕರ ಮೇಲಕ್ಕೆತ್ತಿ ಹಾಲೆಲೂಯಾ ಹೇಳುವ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಕರ ಎತ್ತಿ ಹಾಲೆಲೂಯಾ ಹೇಳುವ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಮಂದಿ ಸಂತೋಷವಾಗಿದ್ದೀರಾ? ഇന്ന് പകൽ ചിലതിനെ നിറയ്ക്കാൻ പോവുകയാ. ಇವತ್ತು ಹಗಲು ದೇವರು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. യിരെമ്യാവിന്റെ ആദരത്തെ ദൈവം നിറച്ചു. ಯೆರೆಮೀಯನ ಬಾಯಿಯನ್ನು ತುಂಬಿಸಿದನು ದೇವರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യിരെമ്യാവിനോട് പറഞ്ഞു, ಯೆರೆಮೀಯನಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ನನ್ನ ಮಾತುಗಳನ್ನು ನಿನ್ನ ಬಾಯಿಯಲ್ಲಿ ಕೊಟ್ಟಿದ್ದೇನೆ. എന്റെ വചനം നിന്റെ വായിൽ തന്നത് എന്തിനാണെന്നറിയാമോ? ನಿನ್ನ ಬಾಯಿಯಲ್ಲಿ ನನ್ನ ಮಾತುಗಳನ್ನು ಇಟ್ಟದ್ದು ಯಾಕೆ ಗೊತ್ತಾ? 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತದೆ, നിർമൂലമാക്കാനും ಕಿತ್ತು ಹಾಕುವುದಕ್ಕೂ പൊളിപ്പാനും ಕೆಡವುವುದಕ್ಕೂ നശിപ്പാനും ನಾಶಪಡಿಸುವುದಕ್ಕೂ ഇടിച്ചു കളയാനും ಆಮೇಲೆ ಕಾಳು ಮಾಡುವುದಕ್ಕೂ പണിവാനും ಕಟ್ಟುವುದಕ್ಕೂ നടുവാനും വേണ്ടി ನೆಡುವುದಕ್ಕಾಗಿ ഞാൻ ഇന്ന് നിന്നെ അയക്കുന്നു. ನಾನು ನಿನ್ನನ್ನು ಇವತ್ತು ಕಳುಹಿಸುತ್ತೇನೆ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിലതിന്റെ വായ ദൈവം നിറച്ചിട്ട്, ಹಾಗಿರೋದಾದ್ರೆ ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ಕೆಲವರ ಬಾಯಿಯನ್ನು ದೇವರು ತುಂಬಿಸಿ ഇവിടെ നയിക്കാൻ പോവാ. ಇಲ್ಲಿಂದ ಕಳುಹಿಸಲಿಕ್ಕಿದ್ದಾರೆ. എന്തിനാണെന്നറിയാവോ? ಯಾತಕ್ಕೋಸ್ಕರ ಗೊತ್ತಾ? ചില അന്യാരാധനകളെ നിർമൂലമാക്കാൻ.
ಕೆಲವೊಂದು ಅನ್ಯ ಆರಾಧನೆಗಳನ್ನು ನಿರ್ಮೂಲನ ಮಾಡುವುದಕ್ಕೆ, ചില സാത്താന്യ ഗോപുരങ്ങളെ പൊളിക്കാൻ, ಸೈತಾನನ ಸಾಮ್ರಾಜ್ಯವನ್ನು ಕೆಡವುದಕ್ಕೆ, ചില സാത്താന്യ സാമ്രാജ്യങ്ങളെ നശിപ്പിക്കാൻ, ಸೈತಾನನ ಸಮಾಜವನ್ನು ಕೆಡವುದಕ್ಕೆ, ചില ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ചു കളയാൻ, ಸೈತಾನನ ಕೋಟೆಗಳನ್ನು ಕೆಡವಿ ಹಾಕುವುದಕ್ಕೆ, തകർന്നു പോയ ചിലതിനെ പണിയാൻ, ಆಮೆ ಬಿದ್ದದನ್ನು ಮತ್ತೆ ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ, നാശമായി പോയ ചിലതിനെ പണിയാൻ, ನಾಶವಾದುದನ್ನು ತಿರುಗಿ ഇന്ന് ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ പകൽ നിന്റെ വായിക്കകത്ത് അഭിഷേകം തരികയാ. ಈ ಹಗಲಲ್ಲಿ ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ಅಭಿಷೇಕ ഓ, ಹೊಳಿತಾ എത്ര ಇದೆ. പേർ സ്വീകരിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ಸ್ವೀಕರಿಸ್ತೀರಾ? ഇതിനകത്തുനിന്ന് പോകുന്ന ചിലർ ചില അന്ധകാര ശക്തികളെ ഇടിച്ചു കളയാൻ പോവുകയോ, ಇದರ ಒಳಗಿಂದ ಹೋಗುವವರು ಕೆಲವು ಅಂಧಕಾರದ ಬಲವನ್ನು ಮುರಿದು ചില ಹಾಕಲಿದ್ದಾರೆ. പിശാചിന്റെ കോട്ടകളെ നശിപ്പിക്കാൻ പോവുകയോ, ಸೈತಾನ ಕೋಟೆಯನ್ನು ಕೆಡವಲಿಕ್ಕಿದ್ದೀರಿ. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികളെ പൊളിക്കാൻ വേണ്ടി പോവുകയോ, ಆಕಾಶ ಮಂಡಲದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವಂತ ದುರಾತ್ಮನ ಸೇನೆಯನ್ನು ಒಡೆದುರುಳಿಸ್ತೀರಿ. നിന്റെ വായിൽ ഇന്ന് പകൽ വചനം നിറയ്ക്കുന്നു. ಇವತ್ತು ಬಾಯಿ ಆಮೇಲೆ ನಿಮ್ಮ ಬಾಯಿಯಲ್ಲಿ ದೇವರ ವಾಕ್ಯವನ್ನು ತುಂಬಿಸ್ತಾನೆ. ഇടിക്കാൻ മാത്രമല്ല, ಆಮೇಲೆ ಕುಳಿತುಕೊಳ್ಳಿಕ್ಕೆ ಮಾತ್ರವಲ್ಲ, പണിയാനും അയക്കുന്നു. ಕೆಡವುದಕ್ಕೆ ಮಾತ್ರವಲ್ಲ, ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರವಾಗಿಯೂ. എന്ത് പണിയാൻ? ಏನು ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ? മനം തകർന്നവരെ പണിയാൻ, ಮನ ಸೋತು ಹೋದವರನ್ನು, ಮನ ಮುರಿದವರನ್ನು ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ, തകർന്ന ചില കുടുംബ ജീവിതങ്ങളെ പണിയാൻ ಕೆಡವಲ್ಪಟ್ಟ ಕೆಲವು ಕುಟುಂಬಗಳನ್ನು ತಿರುಗಿ ಕಟ್ಟಿ ಎಬ್ಬಿಸುವುದಕ್ಕೆ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. ದೇವರನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಪವಿತ್ರಾತ್ಮ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നശിച്ചു പോയ ചില കുടുംബങ്ങൾ, ಶಿಥಿಲಗೊಂಡ ಕೆಲವು ಕುಟುಂಬಗಳನ್ನು, ചില ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധങ്ങൾ, ಆಮೇಲೆ ಗಂಡ ಹೆಂಡತಿ ಸಂಬಂಧಗಳು, അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ പണിയാൻ പോവാ ചിലര്. ಅಂತ ಕುಟುಂಬಗಳನ್ನು ದೇವರು ಕಟ್ಟಲಿಕ್ಕೆ ಇದ್ದಾನೆ. ദൈവം നിങ്ങളുടെ മേലെ അഭിഷേകം തന്നിരിക്കുക. ನಿಮ್ಮ ಮೇಲೆ ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. തകർന്നു പോയ ചില കുടുംബങ്ങൾ പണിയും. ಶಿಥಿಲಗೊಂಡ ಕೆಲವು ಕುಟುಂಬಗಳನ್ನು ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ, മനസ്സ് തകർന്ന ചിലരെ മുറിവ് കഴുകി കെട്ടും. ಮನ ಮುರಿದವರ ಗಾಯವನ್ನು ಕಟ್ಟಿ ವಾಸಿ ಮಾಡುವುದಕ್ಕೆ. മുറിവ് കെട്ടണമെങ്കിൽ മരുന്ന് വേണം. ಗಾಯ ಕಟ್ಟುವುದಕ್ಕೆ ಮದ್ದು ಬೇಕು. ഹേ, മുറിവ് കെട്ടണമെങ്കിൽ എന്ത് വേണം? ಗಾಯ ಕಟ್ಟಬೇಕಾದ್ರೆ ಏನು ಬೇಕು? മരുന്ന് വേണം. ಔಷಧಿ ಬೇಕು. എരികോയിലേക്ക് പോയപ്പോ ഒരു മനുഷ്യൻ അടിപ്പെട്ട് കിടക്കുക. ಎರಿಕೋವಿಗೆ ಹೋದಾಗ ಒಬ್ಬ ಮನುಷ್ಯ ಕಳ್ಳರ ಕೈಗೆ ಸಿಕ್ಕುತ್ತಾನೆ. ഒരു പുരോഹിതൻ അതിലെ പോയി, ಯಾಜಕನು ಆ ದಾರಿಯಿಂದ ಹಾದು ಹೋದನು, ലേവ്യൻ അതിലെ പോയി, ಒಬ್ಬ ಆಮೇಲೆ ಲೇವಿಯನ ಆ ದಾರಿಯಲ್ಲಿ ಹೋದನು, അതിനുശേഷം ഒരു ശമരിയക്കാരൻ വന്നേ. ಮತ್ತೆ ಒಬ್ಬ ಸಮರಿಯನ್ನು ಭೇಟಿ ಮಾಡುತ್ತಾನೆ. പുരോഹിതന്റെ കയ്യിലും ലേവ്യന്റെ കയ്യിലും ആ മുറിവ് കെട്ടാനുള്ള സാധനം ഇല്ലായിരുന്നു. ಯಾಜಕನ ಮತ್ತು ಲೇವಿಯನ ಕೈಯಲ್ಲಿ ಅವನಿಗೆ ಬೇಕಾದ ಔಷಧಿ ಅವರಲ್ಲಿ ಇರಲಿಲ್ಲ. നല്ല ശമരിയക്കാരനായ കർത്താവ് വന്നു. ಆದರೆ ಒಳ್ಳೆಯ ಸಮರಿಯದ ಯೇಸು ಸ್ವಾಮಿ ಅಲ್ಲಿಗೆ വചനമാകുന്നവൻ, ವಾಕ್ಯವಾದವನು, അവന്റെ വായിൽ നിന്ന് ഇരുവായു തലയുള്ള മൂർച്ചയുള്ള വാല പുറപ്പെടുന്നത്. ಆತನ ಬಾಯಿಯಿಂದ ಹೊರಡುವಂತ ವಾಕ್ಯವು ಇಬ್ಬಾಯಿ ಕತ್ತಿಗೆ ಸಮವಾದದು. അടിപ്പെട്ട് കിടന്നവനെ അവൻ പണിതെടുത്തു. ಗಾಯಪಟ್ಟಿದ್ದವನನ್ನು ಆತನು ಕಟ್ಟಿ ಎಬ್ಬಿಸ್ತಾನೆ. അടിപ്പെട്ട് കിടക്കുന്നവനെ പണിയണമെങ്കിൽ അകത്ത് വചനം വേണം. ಗಾಯಗೊಂಡು ಇರುವವನನ್ನು ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ ನಮಗೆ ಬೇಕಾದದ್ದು ದೇವರ ವಾಕ್ಯ. ലേവ്യനും പുരോഹിതനായിരുന്നു, പക്ഷെ അവന്റെ കയ്യിൽ വചനമില്ലായിരുന്നു. ಯಾಜಕ ಒಬ್ಬ ಆಮೇಲೆ ಯಾಜಕ ಸೇವೆ ಮಾಡುವವನಾಗಿದ್ದನು, ಆದರೆ ಅವನಲ್ಲಿ ಔಷಧಿ ಇರಲಿಲ್ಲ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് അടിപ്പെട്ട് കിടക്കുന്ന ചിലരെ, ಹಾಗಿರೋದಾದ್ರೆ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಆಮೇಲೆ ಗಾಯಗೊಂಡು ಆಮೇಲೆ ಇರುವಂತ ಕೆಲವರನ್ನು, മനസ്സ് തകർന്ന് കിടക്കുന്ന ചിലരെ, ಮನ ಮುರಿದವರ ಆದ ಕೆಲವರನ್ನು അവരുടെ മുറിവ് കെട്ടി പുറത്തു കൊണ്ടുവരുവാൻ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ തരികയാണ്. ಅವರ ಗಾಯವನ್ನು ಕಟ್ಟಿ ಹೊರಗೆ ತರುವುದಕ್ಕೋಸ್ಕರವಿರುವ ಅಭಿಷೇಕವನ್ನು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. ಹಾಗೆ ದೇವರ ಆತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഇന്ന് പകൽ ഇതിനകത്ത് വന്ന ചിലർ, ಇವತ್ತು ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಬಂದಂತ ಕೆಲವರಲ್ಲಿ മനസ്സ് തകർന്ന ചില കുടുംബങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. ಮನ ಮುರಿದವರನ್ನು ಆಮೇಲೆ ಕೆಲವು ಕುಟುಂಬಗಳನ್ನು ಕರ ಕೊಟ್ಟು ನೀವು ಹೊರಗೆ ತರುತ್ತೀರಿ. നാളെ ഇതുവരെ നീ അവരെ കണ്ടിരുന്നു, ಆಮೇಲೆ ನಿನ್ನೆವರೆಗೆ ಅವರನ್ನು ನೋಡಿದವನಾಗಿದ್ದಿ, ഇതുവരെ നീ അവരോട് ഒന്നും പറഞ്ഞില്ല, ಆದರೆ ಇದುವರೆಗೂ ಅವರಲ್ಲಿ ಏನು ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. നിനക്ക് അവരോട് പറയാൻ ഒന്നും ഇല്ലായിരുന്നു. ನಿನಗೆ ಹೇಳುವುದಕ್ಕೆ ಏನೂ ಇರಲಿಲ್ಲ. പക്ഷെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോ ಈ ಕೂಟ ಮುಗಿಸಿ ಹೋಗುವಾಗ നിന്റെ വായിക്കകത്ത് വചനം നിറച്ച ചെല്ലുന്നത്. ನಿನ್ನ ಬಾಯಿಯೊಳಗೆ ವಾಕ್ಯವ ತುಂಬಿಸಿ ಹೋಗುತ್ತಿ. ആ കരം പൊക്കി പിടിച്ചിരിക്കുന്ന ആ മകളെ, ಆ ಕರ ಎತ್ತಿ ಆಮೇಲೆ ಕುಳಿತಿರುವಂತಹ ಮಗಳನ್ನು ഒന്ന് തൊട്ടെ, ഒന്ന് വിളിച്ചേ ಆಮೇಲೆ ಕರೇರಿ ಅವರನ್ನು, ആ മകളെ ഒന്ന് വിളിച്ച്. ഗ്ലാസ് വെച്ചിരിക്കുന്നത് ಗ್ಲಾಸ್ ನೀವು എണീറ്റ് വന്നേ. ಎಸ್, പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് പകൽ നിറയ്ക്കാൻ പോവുക. ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮನ್ನು ಇವತ್ತು ತುಂಬಿಸ್ಲಿಕ್ಕಿದ್ದಾನೆ. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് തന്നെ, ನಿಮ್ಮ ಕುಟುಂಬದ ಒಳಗೆ, നിന്റെ ഫാമിലിക്കകത്ത് തന്നെ ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲೇ കുടുംബം തകർന്ന ചിലരുണ്ട്. ಮುರಿಯಲ್ಪಟ್ಟ ಕೆಲವರಿದ್ದಾರೆ. ചിലരുണ്ട് മനം തകർന്നവർ, ಕೆಲವರು ಮನಸೋತವರಿದ್ದಾರೆ. കുടുംബജീവിതം നഷ്ടപ്പെട്ട ചിലരുണ്ട്. ಕುಟುಂಬ ಜೀವಿತ ಶಿಥಿಲಗೊಂಡ ಕೆಲವರಿದ್ದಾರೆ. ആത്മഹത്യ തെരഞ്ഞെടുത്ത ചിലർ നിന്റെ വീട്ടിലുണ്ട്. ಆತ್ಮಹತ್ಯೆ ಆರಿಸಿಕೊಂಡ ಕೆಲವರಿದ್ದಾರೆ. ആത്മഹത്യക്ക് ശ്രമിച്ച ചിലർ നിന്റെ വീട്ടിലുണ്ട്. ಆತ್ಮಹತ್ಯೆಗೆ ಪರಿಶ್ರಮಿಸಿದ ಕೆಲವರಿದ್ದಾರೆ. അവർ ഏകമായിട്ട് ജീവിക്കുന്നവരുണ്ട്.
ಆಮೆ ಏಕಾಂತವಾಗಿ ಜೀವಿಸುವವರಿದ್ದಾರೆ. ഇന്ന് വരെ നിനക്ക് അവരോടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ಇದುವರೆಗೆ ಅವರಲ್ಲಿ ಏನೂ ಮಾತಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. മകൾ ദൈവം നിന്നോട് പറയുന്നു, ಇವತ್ತು ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, നീ വചനം നിറച്ച ചെല്ലുന്നേ, ನೀನು ವಾಕ್ಯ ತುಂಬಲ್ಪಟ್ಟವಳಾಗಿ ಹೋಗುತ್ತಿ. നീ ചിലരോട് ചെന്ന് വചനം പറയും. ನೀನು ಕೆಲವರೊಂದಿಗೆ ಮಾತನಾಡುತ್ತಿ ವಾಕ್ಯ. അവർ വിടുതൽ പ്രാപിച്ച് സഭയ്ക്കകത്ത് വരാൻ പോകും. ಅವರು ಸ್ವಸ್ಥತೆಯನ್ನು ಪಡೆದುಕೊಂಡು ಸಭೆಯೊಳಗೆ ಬರಲಿಕ್ಕಿದ್ದಾರೆ. അതിനൊരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകരുകയാണ്. ಅದರ ಮೇಲಿರುವ ಅಭಿಷೇಕವನ್ನು ದೇವರ ಮೇಲೆ നിന്റെ വായ ദൈവം തൊടുകയാ. ನಿನ್ನ ಬಾಯಿಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇപ്പൊ തന്നെ തൊടുകയാ. ಈಗಲೇ ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. സ്വീകരിച്ചോ ഇപ്പൊ തന്നെ. ಸ್ವೀಕರಿಸು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Touch the name of Jesus. ಈಗಲೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Touch the name of Jesus. ಸ್ಪರ್ಶಿಸು ಯೇಸುವಿನ ഒരു അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുകയാ. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ഒരു വലിയ anointing നിന്റെ മേൽ ഇറങ്ങുകയാ. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു അഭിഷേകം. ಹಿಡಿದು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്തൊരു അഭിഷേകം ಯಾರಿಗೂ ಹಿಡಿದಿಟ್ಟುಕೊಳ್ಳಲಾಗದ നിന്റെ മേൽ പകരുകയാ. ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. Fire! Yes, ಬೆಂಕಿ. Fire! ಬೆಂಕಿ. Fire! Yes, yes. Fire! Yes. ഒരു അസാധാരണ അഭിഷേകം. ಅಸಾಧಾರಣ ഒരു ಅಭಿಷೇಕ. അസാധാരണ ദൈവശക്തി. ಅಸಾಧಾರಣ നിന്റെ ಪಾರಂಪರ್ಯ ಶಕ್ತಿ. വായിക്കകത്ത് വചനം നിറയുകയാ. ನಿನ್ನ ಬಾಯಲ್ಲಿ ವಾಕ್ಯವು നീ ತುಂಬಲ್ಪಡುತ್ತದೆ. ചെന്ന് പറയുമ്പോൾ തന്നെ ചിലർ യേശുവിനെ സ്വീകരിക്കാൻ പോവുകയാ. ನೀನು ಹೇಳುತ್ತಾ ഇರುವಾಗಲೇ ಯೇಸುವನ್ನು ചില ಸ್ವೀಕರಿಸಿ. അന്ധകാരത്തെ നമസ്കരിക്കുന്നവരെ നീ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ಆಮೆನ್. ಅನ್ಯಾರಾಧನೆಗಳಿಂದ ನೀನು ಅವರನ್ನು ಹೊರಗೆ ತರುತ್ತಿ. നീ ചെല്ലുമ്പോൾ തന്നെ ചില കോട്ടകൾ ഇടിയാൻ പോവുകയാ. ಹೋಗುವಾಗಲೇ ಕೆಲವು ಕೋಟೆಗಳು നീ ಕೆಡವಲ್ಪಡುತ್ತದೆ. താമസിക്കുന്ന വീടിനടുത്തുള്ള ನೀನು ವಾಸಿಸುವ ಮನೆ ചില ಹತ್ತಿರ അന്ധകാര കോട്ടകൾ ഇടിയാൻ പോവുകയാ. ಅಂಧಕಾರದ ಕೋಟೆಯು ಆಮೆ ಕೆಡವಲ್ಪಡಲಿಕ್ಕೆ നീ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ಈ ನೀನು ಮನೆಯೊಳಗೆ ಇದ್ದು ಪ್ರಾರ್ಥಿಸುವಾಗ തൊട്ടടുത്തുള്ള ചില വ്യാപാരങ്ങൾ ഇറങ്ങി ഓടാൻ പോവുകയാ. ಹತ್ತಿರ ಇರುವಂತ ಕೆಲವು ದುರ್ಶಕ್ತಿಗಳು ഒരു- ಆಮೆ ಬಿಟ್ಟು ഒരു ಹೋಗುತ್ತದೆ. അഭിഷേകം നിന്റെ മേൽ പകരുന്നു. ಒಂದು ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಇಳಿಯುತ್ತದೆ. കരമടിച്ച് ഹല്ലേലൂയ പറയട്ടെ. ಕರತಟ್ಟಿ കരമടിച്ച് അഭിഷേകത്തെ സ്വീകരിച്ചാട്ടെ. ಕರತಟ್ಟಿ ಅಭಿಷೇಕವನ್ನು ಸ್ವೀಕರಿಸಿ വചനത്തെ ദൈവം നിറയ്ക്കാൻ പോവുകയാ. ವಾಕ್ಯವನ್ನು ದೇವರು ತುಂಬಿಸಲಿಕ್ಕೆ ഇടിച്ചു കളയാനും പൊളിപ്പാനും ಆಮೆ ಕೆಡವುವುದಕ್ಕೂ ಕಟ್ಟುವುದಕ್ಕೂ പണിയാനും നിന്നെ അയക്കും. ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ ನಾನು ನಿನ್ನನ್ನು ಕಳುಹಿಸುತ್ತೇನೆ. വിശ്വസിക്കുന്നുണ്ടോ? ನಂಬುತ್ತೀರಾ ನೀವು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അറിവും കഴിവും ഇല്ലാത്ത നിന്റെ മേൽ ദൈവ വചനം ഇറങ്ങാൻ പോവാ. ಜ್ಞಾನವು ತಿಳುವಳಿಕೆ ಇಲ್ಲದ ನಿನ್ನ ಮೇಲೆ ಆ ವಾಕ್ಯವು ಇಳಿಯಲಿಕ್ಕಿದೆ. ഇരമ്യാവിന് ദൈവം ഒരു ചുരുൾ അങ്ങോട്ട് കൊടുത്തു. ಎರೆಮನೆಗೆ ಒಂದು ಸುರುಳಿಯನ್ನು ಕೊಟ್ಟನು. ഒരു വചനത്തിന്റെ ചുരുൾ. ವಾಕ್ಯದ ಸುರುಳಿ. അത് നീ തിന്നാൻ പറഞ്ഞു. ಅದನ್ನು ನೀನು ತಿನ್ನು ಎಂಬುದಾಗಿ. അവൻ ആ വചനം അങ്ങ് തിന്നു. ಆತನು ಅದನ್ನು ತಿಂದನು. ഭയങ്കര കയ്പാ. ಬಹಳ ಕಹಿಯಾಗಿತ್ತು. അകത്തോട്ട് കേറിയപ്പോ ಒಳಗೆ ಒಕ್ಕಿದಾಗ അത് തേനിലേക്കാൾ മധുരമായി. ಅದು ಜೇನಿಗಿಂತ ಸಿಹಿಯಾಗಿತ್ತು. വചനം അകത്ത് കേറിയപ്പോൾ ವಾಕ್ಯ ಒಳಗೆ ಪ್ರವೇಶ അവൻ ಮಾಡಿದಾಗ ഇരിക്കാൻ പറ്റിയില്ല. ಅವನಿಗೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ അവൻ ಆಗಲಿಲ್ಲ. കേബാർ നദിയുടെ തീരത്തിരിക്കുകയായിരുന്നു. ಕೇಬಾರ್ ನದಿಯ ತೀರದಲ್ಲಿದ್ದಾನೆ. വെറുതെ ഇരുന്നതാ. ಸುಮ್ಮನೆ ಕೂತದು. പക്ഷെ ഈ ചുരുൾ അകത്തോട്ട് കേറിയപ്പോ, ಆದರೆ ಆ ಸುರುಳಿ ಆತನ ಒಳಗೆ ಹೊಟ್ಟೆಯೊಳಗೆ വചനം ಬಂದಾಗ, അകത്തോട്ട് കേറിയപ്പോ ಆ ವಾಕ್ಯ ಹೊಟ್ಟೆಯೊಳಗೆ ಬಂದ അവൻ അവിടെ നിന്ന് എണീറ്റ് ഓടി. ಅವನು ಎದ್ದು ನಡೆದನು. ഇസ്രായേൽ ഗ്രഹത്തിനടുത്തോട്ട് ചെന്നു. ಇಸ್ರಾಯೇಲ್ ಸಮೂಹದ ನಡುವೆ 12 ഗോത്രങ്ങൾ താമസിക്കുന്ന ഗ്രഹവാ. 12 ಕುಲಗಳಿರುವಂತ ಗ್ರಹ. ಆಮೇಲೆ ಕ್ಷೇತ್ರ. എല്ലാ വമ്പം പുള്ളികളും ഉണ്ട്. ಎಲ್ಲಾ ಮಹಾಪುರುಷರಲ್ಲಿದ್ದಾರೆ. അവരെ നോക്കിയിട്ട് ഇരമ്യാ ഇങ്ങനെ പറഞ്ഞു, ಅವರು ನೋಡಿ ಎರೆಮೀಯನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, പാപം ചെയ്യുന്നവൻ മരിക്കും. ಪಾಪ ಮಾಡುವವನು ಮರಣ ಯೋಗ್ಯನು. യഹസ്കേലിനെ ദൈവം അതുപോലെ ഉപയോഗിച്ചു. ಯೆಹೆಜ್ಕೇಲನನ್ನು ಕೂಡ ಆ ರೀತಿಯಲ್ಲಿ ದೇವರು അവൻ ಉಪಯೋಗಿಸಿದನು. ഇസ്രായേൽ ഗോത്രത്തെ നോക്കിയിട്ട് പ്രവചിച്ചു പറഞ്ഞു, ನೀನು ಇಸ್ರಾಯೇಲ್ ಗೋತ್ರವನ್ನು ನೋಡಿ ಆತನು പാപത്തിന്റെ ಪ್ರವಾದಿಸಿದನು. ശമ്പളം മരണമത്രേ. ಪಾಪದ ಸಂಬಳ ಮರಣವಾಗಿದೆ. വചനം അകത്ത് കയറിയപ്പോൾ ದೇವರ ವಾಕ್ಯ ಒಳಗೆ ಬಂದು ಒಕ್ಕಿದಾಗ വചനവുമായി പുറത്തിറങ്ങി. ಅವನು ವಾಕ್ಯದೊಂದಿಗೆ ಹೊರಗೆ ಬರುತ್ತಾನೆ. ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ನಾವು ಇವತ್ತು ನಿಮ್ಮ ಮುಂದೆ ನಿಂತಿರುವುದು ഞങ്ങളുടെ അകത്ത് ഈ വചനം കയറിയതുകൊണ്ട്. ನಮ್ಮ ಒಳಗೆ ಆ ವಾಕ್ಯ ಕಾರ್ಯ ಮಾಡುವುದರಿಂದ, വചനം അകത്ത് കയറിയപ്പോൾ ಆ ವಾಕ್ಯ ನಮ್ಮೊಳಗೆ ಕಾರ್ಯ ಮಾಡಿದ್ದರಿಂದ ലോകത്തിലെ ജോലി വിട്ടു, ಲೋಕದ ಉದ್ಯೋಗವನ್ನು ನಾವು ಅದರಿಂದ ನಿವೃತ್ತಿ ಪಡೆದೆವು. ബിസിനസ്സുകൾ കളഞ്ഞു, ಆಮೇಲೆ ಉದ್ಯೋಗ, ಆಮೇಲೆ ವ್ಯಾಪಾರಗಳನ್ನು ಬಿಟ್ಟೆವು. അകത്ത് വചനം നിറഞ്ഞു. ಒಳಗೆ ವಾಕ್ಯ ತುಂಬಲ್ಪಟ್ಟಿತು. ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളെ പണിയാൻ ഞങ്ങൾ നിൽക്കുക. ಇವತ್ತು ನಿಮ್ಮನ್ನು ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ ನಾವಿಲ್ಲಿ ನಿಂತಿದ್ದೇವೆ. ആരും ഒന്നും തന്നിട്ടല്ല, ಯಾರು ಏನು ಕೊಟ್ಟು ಅಲ್ಲ, എന്തെങ്കിലും ഒരു സമ്പത്ത് കിട്ടിയിട്ടല്ല, ಯಾವುದನ್ನು ಅಪೇಕ್ಷಿಸಿ ಅಲ್ಲ, അകത്ത് വചനം കയറിയതുകൊണ്ടാണ്. ಒಳಗೆ ವಾಕ್ಯ ತುಂಬದಿದೆ. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. ಯಾವುದರಿಂದಲೇ ಇವತ್ತು ನಾವಿಲ್ಲಿದ್ದೇವೆ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. ಆದ್ದರಿಂದ ಇಲ್ಲಿ ನಾವು ಇದ್ದೇವೆ. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റർ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. ಆದ್ದರಿಂದ ನಿಮ್ಮ ಸೇವಕರಿಲ್ಲಿದ್ದಾರೆ. കാര്യം എന്നാണെന്നറിയോ? അകത്ത് വചനം ഇരിക്കുകയോ. ಆದ್ದರಿಂದ ಒಳಗೆ ವಾಕ್ಯ ಇರುವುದರಿಂದ ഇതുപോലെ നിങ്ങളുടെ മേലെ വചനം പകരാൻ പോവുകയാ ദൈവം. ನಿಮ್ಮೊಳಗೆ ആ ವಾಕ್ಯವನ್ನು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. ഒരാമേൻ പറഞ്ഞു സ്വീകരിക്കട്ടെ. ಆಮೆನ್ ಎಂಬುದಾಗಿ ಹೇಳಿ ಸ್ವೀಕಾರ ಮಾಡುವ. ഇടിച്ചു കളയാനും പൊടിയാനും ಕೆಡವಿ ಹಾಕುವುದಕ್ಕೂ ಕಟ್ಟುವುದಕ್ಕೂ പണിയാനും ഞാൻ നിന്നെ അയക്കുന്നു. ಕಟ್ಟುವುದಕ್ಕೋಸ್ಕರ ನಾನೇನು ಕಳಿಸುತ್ತೇನೆ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. ಸಂತೋಷದ ಆಮೇಲೆ ಹೇಳುವ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോ, ಯೆಶಯ ಪ್ರವಾದನ ಗ್ರಂಥಕ್ಕೆ ಬರುವಾಗ 6-ാം അധ്യായത്തിൽ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ യെശയ്യാ ഒരിക്കൽ ಯೆಶಯನು ദർശനം കണ്ടു. ಒಂದು ದಿನ ದರ್ಶನವನ್ನು ಕಾಣುತ್ತಾನೆ. അവൻ കണ്ട ദർശനം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ಉಜ್ಜಿಯನು ಕಾಲವಾದ ವರ್ಷದಲ್ಲಿ
യഹോവ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടു. ಉನ್ನತೋನ್ನತ ಸಿಂಹಾಸನ ರೂಢನಾಗಿರುವವನು ಕಂಡನು. അവന്റെ വസ്ത്രത്തിന്റെ മന്ദിരത്തെ നിറച്ചു വസ്ത്രത്തിന്റെ തിളക്കം. ಆತನ ವಸ್ತ್ರದ ನೆರಿಗೆಯು ಮಂದಿರದಲ್ಲೆಲ್ಲ ಹರಡಿತ್ತು. സാറാഫുകൾ ചുറ്റും നിന്ന് ആരാധിക്കുന്നത് അവൻ കണ്ടു. ಆತರ ಸುತ್ತ ಸೆರಾಫಿಯರು ಆರಾಧಿಸುವುದನ್ನು ನೋಡ್ತಾನೆ. അപ്പൊ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് ഈ പ്രവാചകൻ കണ്ടോണ്ടിരിക്കുക. ಈ ಸೆರಾಫಿಯರು ದೇವರನ್ನ ಆರಾಧಿಸುವುದನ್ನು ಪ್ರವಾದಿಯು ತನ್ನ ಕಣ್ಣಿನಿಂದ ದೃಷ್ಟಿಸ್ತಾ ಇದ್ದಾನೆ. 6 ചിറകുള്ള സാറാഫ്, 6 ರೆಕ್ಕೆ ಇರುವಂತ ಸೆರಾಫಿಯರು, 2 കൊണ്ട് മുഖം മൂടി, 2ರಿಂದ ಮುಖವನ್ನು ಮುಚ್ಚಿ, 2 ചിറക് കൊണ്ട് ശരീരം മുഴുവൻ മൂടി, 2 ರೆಕ್ಕೆಯಿಂದ ಶರೀರವನ್ನು ಆತನು ಆವರಿಸಿಕೊಂಡು, 2 ചിറക് കൊണ്ട് പറന്ന് നിന്നിട്ട്, 2ರಿಂದ ಹಾರಿ ನಿಂತು ഒരുവനോട് പറയുക, ಒಬ್ಬರು ಇನ್ನೊಬ್ಬರಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, കണ്ടോടോ സൈന്യങ്ങളുടെ ദൈവം എത്ര പരിശുദ്ധൻ. ನೋಡ್ರಿ ಸೇನಾಧೀಶನ ಯೆಹೋವನು ಎಷ್ಟು ಪರಿಶುದ್ಧನು. അവർ നേരെ നോക്കി സ്തുതിക്കുകയല്ല ചെയ്തേ. ಆಮೆನ್. ನೇರವಾಗಿ ನೋಡಿ ಸ್ತುತಿಸುವುದಲ್ಲ ಮಾಡಿದ್ದು. നേരെ നോക്കി സ്തുതിക്കാൻ ദൈവം അനുവാദം കൊടുത്തില്ല. ನೇರವಾಗಿ ನೋಡಿ ಸ್ತುತಿಸುವುದಕ್ಕೆ ಅವರಿಗೆ ಅವಕಾಶವಿರಲಿಲ್ಲ. അവർ ഒരുവനോട് പറയുക, കണ്ടോടോ നമ്മുടെ ദൈവം. ಒಬ್ಬರು ಇನ್ನೊಬ್ಬರಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೋಡ್ರಿ ನಮ್ಮ ಸೇನಾಧೀಶನ ದೇವರು. ഇന്ന് പകൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവനെ നേരെ നോക്കി സ്തുതിക്കാനുള്ള അഭിഷേകം. ಆದರೆ ಇವತ್ತು ನಮಗೆ ಕೊಟ್ಟಂತ ಭಾಗ್ಯ ಅವರನ್ನು ಮುಖಾಮುಖಿಯಾಗಿ ನೋಡಿ ಆರಾಧಿಸುವಂತ ಭಾಗ್ಯ. ദൂതന്മാരെക്കാൾ കെരൂബുകളെക്കാൾ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു. ದೇವದೂತರಿಗಿಂತಲೂ ಕೆರೂಬಿಯರಿಗಿಂತಲೂ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಇವತ್ತು ನಮಗೆ ದೇವರು ഈ ಕೊಟ್ಟಿದ್ದಾರೆ. ദർശനം യെശയ്യാവ് കണ്ടപ്പോൾ, ಈ ದರ್ಶನವನ್ನು ಯೆಶಾಯನು ನೋಡಿದಾಗ അവനെ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയും അടിസ്ഥാനങ്ങളും ഒക്കെ ഇളകിപ്പോയി. ಅಲ್ಲಿನ ಶಬ್ದ ಕೇಳಿ ಆ ಆಲಯದ ಅಸ್ಥಿವಾರ ಕದಲಿತು. 5ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 5ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ അപ്പോൾ ನೋಡುತ್ತೇವೆ. യെശയ്യാവ് വിളിച്ചു പറയാ, ಆಗ ಯೆಶಾಯನು ಈ ರೀತಿ അയ്യോ ಹೇಳ್ತಾನೆ, എനിക്ക് കഷ്ടം, ಅಯ್ಯೋ ನನ್ನ ಗತಿಯನ್ನೇನು ഞാൻ ಹೇಳಲಿ, നശിച്ചു, ನಾಶವಾದನಲ್ಲ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ನಾನು ಹೊಲಸು ತುಟ್ಟಿಯವನು, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ಹೊಲಸು ತುಟ್ಟಿಯವರ ಮಧ್ಯದಲ್ಲಿ ವಾಸಿಸುವವನು. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ. ಇಂಥ ಕಣ್ಣುಗಳು ರಾಜಾದಿರಾಜನ ನೋಡಿದವಲ್ಲ. പഴയ നിയമകാലത്തില് ಇದು ಹಳೆ ಒಡಂಬಡಿಕೆ ಕಾಲದಲ್ಲಿ ദൈവത്തെ മനുഷ്യന് കാണാൻ പറ്റത്തില്ല. ದೇವರಿಗೆ ದೇವರನ್ನು ಮನುಷ್ಯರಿಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അങ്ങനെ കണ്ടാൽ ಹಾಗೆ മനുഷ്യൻ ದರ್ಶಿಸಿದರೆ ചത്തുപോകാനിടയുണ്ട്. ಮನುಷ್ಯನು ಹತನಾಗೋದಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. യെശയ്യാവ് കണ്ടത് ಆದರೆ ಯೆಶಾಯನು ನೋಡಿದ್ದು സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയാ. ಸಿಂಹಾಸನದಲ್ಲಿ ಆಸೀನನಾಗಿರುವ ದೇವರನ್ನು, തൊട്ടുകൂടാത്ത വെളിച്ചത്തിൽ ഇരിക്കുന്ന ദൈവം. ಆಮೇಲೆ ಮುಟ್ಟಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾದ ಬೆಳಕಲ್ಲಿ ವಾಸ ಮಾಡುವ ದೇವರು. കണ്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ മരിച്ചു പോകും. ಈ ದರ್ಶನ ನೋಡಿದಾಗ ಆಮೇಲೆ ಯೆಶಾಯನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅಯ್ಯೋ ನಾನು ಗತಿ ನಾನು. ಯಾಕೆ ಗೊತ್ತಾ? അവന്റെ നാവ് ശുദ്ധിയില്ലാത്ത നാവാ. ಅವನ ನಾಲಿಗೆ ಶುದ್ಧಿ ಇರಲಿಲ್ಲ. അവൻ ശുദ്ധിയില്ലാത്ത നാവുള്ളവരുടെ കൂടെ വസിക്കുന്നത്. ಅಶುದ್ಧಿಯಿಂದ ತುಂಬಿದ ಜನರ ಮಧ್ಯದಲ್ಲಿ ಆತನು ವಾಸ ಮಾಡಿದನು. യെശയ്യാവ് കരുതി ഞാൻ മരിച്ചു പോകുമെന്ന്. ಯೆಶಾಯನು ನೆನೆಸಿಕೊಂಡು ನಾನು ಸತ್ತು ಹೋಗುತ್ತೇನೆ ಎಂಬುದು. 6ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 6ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ സാറാഫുകൾ ഒരുത്തൻ വന്ന് ಸೆರಾಫ್ಯರಲ್ಲಿ ಒಬ್ಬನು യാഗപീഠത്തിന്റെ അടിയിൽ നിന്ന് ಯಜ್ಞವೇದಿಯಿಂದ ಯಜ್ಞವೇದಿಯಿಂದ ഒരു തീക്കനൽ കൊടില് കൊണ്ടെടുത്തു. ತಾನು ತಂಡಸದಲ್ಲಿ ತೆಗೆದ ಕೆಂಡವನ್ನು ಕೈಯಲ್ಲಿ ಹಿಡಿದುಕೊಂಡು, എന്ന് പറഞ്ഞാൽ യാഗപീഠം കത്തി നിൽക്കുക, ಯಜ್ಞವೇದಿಯು ಒತ್ತಿ ಉರಿತಾ ಇದೆ, അതിനടി തീ കഷണങ്ങളുണ്ട്, തീ കട്ടകൾ, ಅದರಲ್ಲಿ ಕೆಂಡಗಳಿವೆ. ഒരു സെറാഫ് വന്നിട്ട് ಒಂದು ಸೆರಾಫ್ ದೇವದೂತನು ಬಂದು ഒരു കൊടിലെടുത്ത് ಒಂದು ತಂಡಸವನ್ನು ತೆಗೆದು ഒരു പ്ലെയർ ತಂಡಸವನ್ನು ತೆಗೆದು അതെടുത്തിട്ട് ഈ തീക്കനൽ പിടിച്ചു. ಈ ಕೆಂಡವನ್ನು ಹಿಡ್ಕೊಳ್ತಾನೆ. അതുമായിട്ട് വന്നിട്ട് ಅದನ್ನು ಹಿಡ್ಕೊಂಡು ಬಂದು യെശയ്യാവിന്റെ നാവിലോട്ട് വെച്ചു. ಯೆಶಾಯನ ನಾಲಿಗೆಯಲ್ಲಿ ಮುಟ್ಟುತ್ತಾನೆ. യെശയ്യാവിന്റെ നാവ് ശുദ്ധിയുള്ളതായി തീർന്നു. ಯೆಶಾಯನ ನಾಲಿಗೆಯು ಶುದ್ಧೀಕರಿಸಲ್ಪಟ್ಟಿತು. അത് അഭിഷേകമാണ് ആ തീകഷണം. ಅದು ಅಭಿಷೇಕವಾಗಿದೆ, ಅಭಿಷೇಕ ಗುರುತಾಗಿದೆ ಆ ಬೆಂಕಿಯ ಕೆಂಡ. ദൂതന്മാർ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാ. ದೇವದೂತರು ನಮಗಿಂತಲೂ ಶ್ರೇಷ್ಠರಾಗಿದ್ದಾರೆ. നമ്മളെക്കാൾ ബലമുള്ളവരാ. ನಮಗಿಂತಲೂ ಅವರು ಬಲವುಳ್ಳವರಾಗಿದ್ದಾರೆ. നമ്മളെക്കാൾ ശക്തിയുള്ളവനാ. ನಮಗಿಂತಲೂ ಶಕ್ತಿಶಾಲಿಗಳಾಗಿದ್ದಾರೆ. പക്ഷേ യാഗപീഠത്തിൽ കിടക്കുന്ന തീക്കനൽ അവൻ കൈകൊണ്ടല്ല എടുത്ത് കൊടില് വെച്ച. ಆದರೆ ಯಜ್ಞವೇದಿಯಲ್ಲಿರುವ ಕೆಂಡವನ್ನು ಅವನು ಕೈಯಿಂದ ಮುಟ್ಟಲ್ಲ, ತಂಡಸದಲ್ಲಿ ತೆಗಿತಾನೆ. ദൂതന് കൈകൊണ്ട് തൊടാൻ വയ്യാത്ത തീക്കനൽ ದೇವದೂತನಿಗೆ ಕೈಯಿಂದ ಮುಟ್ಲಿಕ್ಕೆ ಆಗದಂತ ಆ ಕೆಂಡವನ್ನು അത് യെശയ്യാവ് നാവ് കൊണ്ട് സ്വീകരിച്ചു. ಆ ಯೆಶಾಯನು ನಾಲಿಗೆಯಲ್ಲಿ ಸ್ವೀಕಾರ ಮಾಡಿದ. പിടികിട്ടുന്നുണ്ടോ? ಅರ್ಥವಾಗುತ್ತಾ ಇದೆ? ദൂതന് ആ തീക്കനലെ കൈ കൊണ്ട് തൊടാൻ പറ്റിയില്ല. ದೇವದೂತನಿಗೆ ಕೈಯಲ್ಲಿ ಆ ಕೆಂಡವನ್ನು ಮುಟ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. അത്ര തീയ, ಅದು ಅಷ್ಟೊಂದು ಜ್ವಾಲೆ ಉಳ್ಳದಾಗಿದೆ. കൊടില് വെച്ചാ എടുത്തത്. ಅದನ್ನು ತಂಡಸದಲ್ಲಿ ತೆಗೆತಾನೆ. പക്ഷേ യെശയ്യാവ് നാവ് കൊണ്ട് സ്വീകരിച്ചു. ಆದರೆ ಯೆಶಾಯನು ನಾಲಿಗೆಯಲ್ಲಿ ಸ್ವೀಕರಿಸ್ತಾನೆ. ആ
തീക്കഷ്ണം എന്നാന്നറിയാവോ? ಆ ಕೆಂಡ ಏನೆಂಬುದು ಗೊತ್ತಾ? അതാണ് നമ്മുടെ മേൽ പകർന്ന അഭിഷേകം. ಅದಾಗಿದೆ ನಮ್ಮ ಮೇಲೆ ಇಟ್ಟಂತ ಅಭಿಷೇಕ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ಅರ್ಥವಾಗುತ್ತದೆ? ദൂതന്മാർക്ക് തൊടാൻ കഴിയാത്ത അഭിഷേകം, ದೇವದೂತರಿಗೆ ಮುಟ್ಟಲಾರಿಗೆ ಆಗದಂತ ಅಭಿಷೇಕ, അവരുടെ കൈ കൊണ്ട് സ്പർശിക്കാൻ കഴിയാത്ത അഭിഷേകം, ಕೈಯಿಂದ ಮುಟ್ಲಿಕ್ಕೆ ಆಗದಂತ ಅಭಿಷೇಕ ഇന്ന് പകൽ നിന്റെ നാവിനകത്ത് തരാൻ പോവാ. ಈ ಆಗಲೇ ದೇವರು ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಕೊಡ್ಲಿಕ್ಕೆ നാവിനകത്ത് തരാൻ പോവാ. ನಾಲಿಗೆಯೊಳಗೆ ಕೊಡ್ಲಿಕ್ಕೆ തൊടുന്നു, ಆಮೇಲೆ ಕೊಡ್ತಾ തൊടുന്നു, ಇದ್ದಾನೆ, തൊടുന്നു. ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ദൂതന് സ്പർശിക്കാൻ കഴിയാത്തത് ಆಮೇಲೆ ದೂತರಿಗೆ ಮುಟ್ಲಿಕ್ಕೆ നിന്റെ ಆಗದು നാവിനകത്ത് ദൈവം തരികയാ. ನಿನ್ನ നാಲಿಗೆಯಲ್ಲಿ ದೇವರು ചേർന്ന് ಕೊಡ್ತಾನೆ. കരമടിച്ച് സ്വീകരിച്ച ദൈവമക്കളെ, ಸೇರಿ ಕರ ತಟ್ಟಿ ದೇವರನ್ನು ചേർന്ന് വായ ಸ್ವೀಕರಿಸಿ. തുറന്ന് സ്വീകരിച്ച് ಬಾಯಿ ತೆರೆದು ಸ್ವೀಕರಿಸಿ. അഭിഷേകം, ಅಭಿಷೇಕ, അഭിഷേകം, ಅಭಿಷೇಕವು, അഭിഷേകം, ಅಭಿಷೇಕ. ഹല്ലേലൂയ. ವಿಬಲ ಹಂದರಾದ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಮಂದಿ ಸಂತೋಷವಾಗಿದ್ದೀರಾ? ദൂതന്മാർക്ക് പോലും തൊടാൻ കഴിയാത്തതാണ് എന്റെ മേൽ പകർന്ന അഭിഷേകം. ದೇವದೂತರಿಗೆ ಸ್ಪರ್ಶಿಸಕೂಡದಂತ ಅಭಿಷೇಕವಾಗಿದೆ ನನ್ನ ಮೇಲೆ ಇಟ್ಟಂತ ദൂതന്മാരുടെ ಅಭಿಷೇಕ. ശക്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ದೇವದೂತರ ಶಕ್ತಿ ಏನೆಂಬುದು ನಮಗೆ ಗೊತ್ತು. ഒരിക്കൽ അശൂർ പാളയത്തിൽ ಅಶೂರಿಯ ಪಾಳೆಯದಲ್ಲಿ ഒരു ദൂതൻ 1,68,000 കൊന്നൊടുക്കി. ಒಂದು ದೇವದೂತನು 1,68,000 ಜನರನ್ನು ಹತ್ಯೆ ಮಾಡಿದನು. അത്രയ്ക്ക് ശക്തിയുള്ളവനാ ദൂതൻ. ಅಷ್ಟು ಬಲಶಾಲಿಯಾಗಿದ್ದಾನೆ ದೇವದೂತನು. പക്ഷേ ಅಭಿಷೇകം അവന് കൈകൊണ്ട് തൊടാൻ പറ്റിയില്ല. ಆದರೆ ಅಭಿಷೇಕವನ್ನು ಅವರ ಕೈಯಲ್ಲಿ ಮುಟ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. പക്ഷേ ദൈവമക്കൾ കൈ കൊണ്ടല്ല, നാവ് കൊണ്ട് അത് സ്വീകരിച്ചു. ಆದರೆ ದೇವರ ಮಕ್ಕಳು ಕೈಯಿಂದಲ್ಲ ನಾಲಿಗೆ ಅದನ್ನು ಸ್ವೀಕರಿಸುತ್ತಾರೆ. നിന്റെ നാവിനകത്ത് ഇന്ന് പകരം ഒരു തീ കഷ്ണം ഇടാൻ പോവുകയാ. ನಿನ್ನ ನಾಲಿಗೆ ಒಳಗೆ ಆ ಬೆಂಕಿಯ ಕೆಂಡವನ್ನು ಹಾಕ್ಲಿಕ್ಕಿದ್ದಾನೆ. നാവിനകത്തൊരു തീക്കട്ട ഇടാൻ പോവുകയാ. ಆ ಬೆಂಕಿಯ ಕೆಂಡವನ್ನು ನಿನ್ನ ನಾಲಿಗೆ ಮೇಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದಾನೆ. കെരൂബുകൾ ഒരു കൊടിലുമായി നിന്റെ നാവെ തൊടുന്നു. ಕೆರೂಬಿಯರು ತಂಡಸದಲ್ಲಿ ನಿನ್ನ ഇതാ ನಾಲಿಗೆ ദൂതന്മാർ ഒരു കൊടിലുമായി നിന്റെ നാവിൽ തൊടുന്നു. ದೇವದೂತರ ತಂಡಸದಿಂದ ഇതാ ഒരു തീക്കട്ട നിന്റെ നാവിൽ വീഴുന്നു. ಓ ಆ ನಾಲಿಗೆಯಲ್ಲಿ ಆ ಕೆಂಡವು ಬೀಳುತ್ತಾ ಇದೆ. വിശ്വസിക്ക. ನಂಬಿರಿ. യേശു ആ കുരുടന്റെ നാവിൽ തൊട്ടു. ಯೇಸು ಆ ಕುರುಡನ ನಾಲಿಗೆ അവന്റെ ചെവി കൈയിട്ടു. ಅವನ ಕಿವಿಗೆ ಬೆರಳು ಹಾಕಿದನು. അങ്ങനെയെങ്കിൽ അവന്റെ ചെവിക്കകത്തോട്ടും നാവിനകത്തോട്ടും വചനമായിട്ടായി. ಹಾಗಿರುವುದಾದರೆ ಅವನ ಕಿವಿಯೊಳಗೂ ನಾಲಿಗೆಯೊಳಗೂ ಹಾಕಲ್ಪಟ್ಟದು ದೇವರ ವಾಕ್ಯವಾಗಿತ್ತು. അപ്പൊ ചുമ്മാ തൊടുകല്ലായിരുന്നു, ಸುಮ್ಮನೆ ಸ್ಪರ್ಶಿಸುವುದಲ್ಲ, വചനം കേട്ടുവിടുകയായിരുന്നു. ವಾಕ್ಯವನ್ನು ಒಳ ಹೊಕ್ಕುವಂತೆ ಮಾಡಿದ. അതാ ഞാൻ പറഞ്ഞു, അവൻ വചനം കേട്ട് അവന്റെ നാവ് പൊട്ടിയനെ. ಅವನು ವಾಕ್ಯ ಕೇಳಿದರೆ ಅವನ ನಾಲಿಗೆಯ ಬಂಧನ ಬಿಚ್ಚಲ್ಪಡ್ತಿತ್ತು. അവൻ വാ തുറന്ന് സുരിച്ചിരുന്നെങ്കിൽ ചെവിയുടെ കെട്ട് പൊട്ടിയനെ. ಅವನು ಬಾಯಿ ತೆರೆದು ಸ್ತೋತ್ರ ಮಾಡಿದರೆ ಅವನ ಕಿವಿಯ ಬಂಧನ ಮುರಿಯಲ್ಪಡ್ತಿತ್ತು. വചനം കേട്ടാലും പറഞ്ഞാലും കെട്ടുപൊട്ടും. ಆಗಿರುವುದಾದರೆ ವಾಕ್ಯ ಕೇಳಿದರು ಮಾತಾಡಿದರು ಆಮೇಲೆ ಬಂಧನ ഇത് ಮುರಿಯಲ್ಪಡುತ್ತದೆ. രണ്ടും സമ്മതിക്കാതിരിക്കാൻ അവന്റെ വായും ചെവിയും സാത്താൻ കെട്ടി. ಇದು ಎರಡನ್ನು ಮಾಡದೇ ಇರುವುದಕ್ಕೋಸ್ಕರ ಎರಡೂ ಅಂಗಗಳನ್ನು ಸೈತಾನ್ ಆಮೇಲೆ ಕಟ್ಟಿಟ್ಟನು. കർത്താവ് അവന്റെ ചെവി മാത്രമല്ല നാവിലും തൊട്ടു. ಕರ್ತನು ಅವನ ಕಿವಿ ಮಾತ್ರವಲ್ಲ ನಾಲಿಗೆಯನ್ನು ಕೂಡ ഒന്നും ಮುಟ್ಟಿದನು. കൂടെ പറഞ്ഞു, അവന്റെ നാവിനകത്തോട്ടും വചനം ഇട്ടു, ചെവിക്കകത്തോട്ടും വചനം ഇട്ടു. ಇನ್ನೊಂದು ಸಾರಿ ಹೇಳುವುದಾದರೆ ಅವನ ನಾಲಿಗೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೊಟ್ಟನು, ಕಿವಿಯಲ್ಲಿಯೂ ವಾಕ್ಯವನ್ನು ಕೊಟ್ಟನು. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അടഞ്ഞു കിടക്കുന്ന ചില ഇടത്ത് ദൈവത്തിന്റെ വചനം നീ ഇട്ടാൽ വാതിൽ തുറന്നു വരും. ಆಗಿರುವುದಾದರೆ ಮುಚ್ಚಲ್ಪಟ್ಟ ಕೆಲವು ಕ್ಷೇತ್ರಗಳಲ್ಲಿ ನೀನು ವಾಕ್ಯವನ್ನು ಮಾತಾಡುವುದಾದರೆ ಅದು ತೆರೆದು ಬರುತ್ತದೆ. വിശ്വസിക്കുന്നവരാമേൻ പറയട്ടെ. ನಂಬುವವರು ಆಮೇಲೆ ಹೇಳಿರಿ. വിശ്വസിക്കുന്നവരാമേൻ പറയട്ടെ. ನಂಬುವಂತವರು ಆಮೇಲೆ ಹೇಳಿರಿ. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ನಮ್ಮ ವಿಷಯಕ್ಕೆ ನಾವು ತಿರುಗಿ ಬರುವ. ബെത്സയിലെ കുരുടന്റെ അടുക്കിലേക്ക് നമുക്ക് വരാം. ಬೆತ್ಸೈದ ಆಮೇಲೆ ಕೊಳದ ಹತ್ತಿರಕ್ಕೆ ಬರುವ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായമാണ് നാം വായിച്ചത്. ಮಾರ್ಕನ ಸುವಾರ್ತೆ 8ನೇ ಅಧ್ಯಾಯವನ್ನು ನಾವು ಓದಿದೆವು. അതിനകത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ಅದರ ಆಮೇಲೆ ಅಲ್ಲಿಗೆ ನಾವು ಬರುವ. 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിച്ചു. 8:22 ವಾಕ್ಯದಿಂದ കുരുടന്റെ കൈക്ക് പിടിച്ച് ಅವನು ಕುರುಡನ ಕರ ಹಿಡಿದು അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. ಊರ ಹೊರಕ್ಕೆ ಕರಕೊಂಡು ಹೋದನು. അവന്റെ കണ്ണിൽ തുപ്പി ಅವನ ಕಣ್ಣ ಮೇಲೆ ಉಗುಳಿದನು. അവന്റെ മേൽ കൈവച്ച് ಅವನ ಮೇಲೆ ಕೈ ಇಟ್ಟು നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ನೀನೇನಾದರೂ ನೋಡ್ತಾ ಇದೆಯೋ അവൻ മേൽപോട്ട് നോക്കി. ಅವನ ಮೇಲಕ್ಕೆ ನೋಡಿದನು. അവൻ പറഞ്ഞു, ಅವನು ಹೇಳಿದನು, ഞാൻ മനുഷ്യനെ കാണുന്നു. ನಾನು ಮನುಷ್ಯರು ನೋಡ್ತಾ ಇದ್ದಾನೆ. അവർ നടക്കുന്നത് ಅವರು ನಡೆಯುವುದು മരങ്ങൾ പോലെ എത്രയെന്ന് പറഞ്ഞു. ಮರಗಳಂತೆ ಎಂಬುದಾಗಿ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ಈ ಕಡೆ ಗಮನಿಸಬೇಕು. കുരുടനാ. ಇವನೊಬ್ಬ ಕುರುಡನಾಗಿದ್ದಾನೆ. ഇന്ന് വരെ മനുഷ്യനെ കണ്ടിട്ടില്ല. ಇದುವರೆಗೂ ಅವನು ಮನುಷ್ಯನನ್ನು ನೋಡಲಿಲ್ಲ. മനുഷ്യൻ എങ്ങനെ നടക്കുന്നത് ഇവൻ കണ്ടിട്ടില്ല. ಮನುಷ್ಯನು ಹೇಗೆ ನಡೀತಾನೆ ಎಂಬುದು ಇವನು ನೋಡಲಿಲ್ಲ. ഇവൻ ഇന്ന് വരെ മരങ്ങളെ കണ്ടിട്ടില്ല. ಇವನು ಇದುವರೆಗೂ ಮರಗಳನ್ನು ನೋಡಲಿಲ್ಲ. പിന്നെ ഇവൻ എങ്ങനെ പിടികിട്ടി മനുഷ്യൻ മരങ്ങളെ പോലെ ഇരിക്കുന്നത്? ಮತ್ತೆ ಇವನಿಗೆ ಹೇಗೆ ಗೊತ್ತಾಯ್ತು ಮನುಷ್ಯ ಮರಗಳಾಗಿರ್ತಾನಂತ? ഒന്നും കൂടെ പറഞ്ഞ, ദൈവം അവനെ തൊട്ടപ്പോ ಒಂದು ಕೂಡ ಆಮೇಲೆ ಇನ್ನೊಂದ್ಸರಿ ವಿವರಿಸುವುದಾದರೆ ದೇವರವನು ಮುಟ್ಟಿದಾಗ ഒരു വലിയ വെളിപ്പാട് അവന്റെ അകത്തോട്ട് കയറി. ದೊಡ್ಡ ಒಂದು ಪ್ರಕಟಣೆ ಅವನಿಗೆ ಉಂಟಾಯಿತು. അവൻ പറഞ്ഞു, മനുഷ്യൻ ഇങ്ങനല്ല നടക്കുന്നത്. ಮನುಷ್ಯ ಈಗ ಅಲ್ಲ ನಡೆಯಬೇಕಾದ. ഇന്ന് വരെ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നവൻ കണ്ടിട്ടില്ല. ಹೀಗೆ ಮನುಷ್ಯ ನಡೆಯುವುದನ್ನು ಅವನು ನೋಡ್ಲಿಲ್ಲ. അവൻ പറഞ്ഞു, മരങ്ങൾ പോലെ ഞാൻ കണ്ട.
ಅವನು ಮರಗಳಂತೆ ನಾನು ಇವತ್ತು ಅವನು ഒന്ന് ನೋಡಿದ್ದೇನೆ. തൊട്ടപ്പോ തന്നെ ഒരു വെളിപ്പാട് അവന്റെ മേൽ കയറി. ಒಮ್ಮೆ ಮುಟ್ಟಿದಾಗಲೇ ಒಂದು ಪ್ರಕಟಣೆ ಅವನ ಒಳಕ್ಕಿತ್ತು. യേശു ഒന്നും കൂടെ നിറച്ചു അവന്റെ വായ. ಯೇಸು ಇನ್ನೊಂದಾವರ್ತಿ ತುಂಬಿಸ್ತಾನೆ ಅವನ ಬಾಯನ್ನು. കണ്ടു. ಅವನು ಸರಿಯಾಗಿ ನೋಡಿದನು. ഇന്ന് പകൽ ഒന്നും കൂടെ തൊടാൻ പോവുക. ಇನ್ನೊಂದ್ ಸಾರಿ ದೇವರು ನೋಡ್ತಾ ಇದ್ದ. ഒന്ന് നിന്നെ തൊട്ടു. ಒಂದು ಸಾರಿ ಮುಟ್ಟಿದ. അപ്പൊ നീ എന്തൊക്കെയോ ചെറിയ ചെറിയ വെളിപ്പാട് കണ്ടു. ಹಾಗೆ ಕೆಲವು ಚಿಕ್ಕ ಚಿಕ್ಕ ಪ್ರಕಟಣೆ, ചെറിയ ദർശനമാണ് നീ കണ്ടേ. ಕೆಲವು ಚಿಕ್ಕ ಚಿಕ್ಕ ದರ್ಶನವನ್ನು ಹೊಂದಿದ್ದಿ. ഇന്ന് പകൽ ഒന്നും കൂടെ കാണാൻ പോവുക. ಇನ್ನೊಂದು ಆವರ್ತಿ ಕೂಡ ನೋಡ್ಲಿಕ್ಕೆ ಸ್ಪಷ್ಟമായിട്ട് കാണാൻ പോവുക. ಸ್ಪಷ್ಟವಾಗಿ ನೋಡುತ್ತೆ. കഴിഞ്ഞ നാളുകളിൽ നീ ചില ദർശനങ്ങൾ കണ്ടു. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಕೆಲವು ದರ್ಶನವನ್ನು ನೋಡಿದ್ಯಾ? അത് വ്യക്തമല്ലായിരുന്നു. ಅದು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ನಿನಗೆ ಅನುಭವಿಸಲಿಕ್ಕಾಗಲಿಲ್ಲ. വ്യക്തമായി നീ കേട്ടില്ല. ವ್ಯಕ್ತವಾದ ರೀತಿಯಲ್ಲಿ ನೀನು ಕೇಳಲಿಲ್ಲ. വ്യക്തമായിട്ട് നീ കേൾക്കാൻ പോവാ. ವ್ಯಕ್ತವಾಗಿ ಕೇಳಲಿಕ್ಕೆ. പൗലോസ് മൂന്നാം സ്വർഗ്ഗത്തോളം ചെന്നു. ಪೌಲನು ಮೂರನೇ ಆಕಾಶದ ಕಡೆ ಎತ್ತಲ್ಪಟ್ಟನು. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ಹೀಗೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ, മനുഷ്യൻ ഉച്ചരിച്ചു കൂടാത്ത ചില വാക്കുകൾ ഞാൻ കേട്ടു. ಮನುಷ್ಯನಿಗೆ ನುಡಿಯಲಿಕ್ಕೆ ಅಶಕ್ಯವಾದ ಮಾತನ್ನು ನಾನು ಕೇಳಿದನು. അതെന്താണ് പിടികിട്ടിയില്ല. ಅದು ಏನೆಂಬುದಾಗಿ ಗೊತ್ತಾಗಿಲ್ಲ. അവനത് കുറച്ച് കേട്ടുള്ളൂ. ಸ್ವಲ್ಪ ಮಾತ್ರ ಕೇಳಿದನು. പക്ഷെ യോഹന്നാൻ സ്വർഗ്ഗത്തിൽ ചെന്നു. ಆದರೆ ಆ ಯೋಹಾನನು ಪರಲೋಕಕ್ಕೆ ಏರಿಸಲ್ಪಟ್ಟನು. പൗലോസ് കുറച്ച് കേട്ട സാധനം ಪೌಲನು ಸ್ವಲ್ಪವಾಗಿ ಕೇಳಿದ ಸಂಗತಿಯನ್ನು യോഹന്നാൻ മുഴുവനായിട്ട് കേട്ടു. ಯೋಹಾನು ಪೂರ್ತಿಯಾಗಿ ಕೇಳಿದನು. അത് യോഹന്നാൻ പറഞ്ഞു. ಯೋಹಾನ್ ಹೀಗೆ ಹೇಳಿತು, അത് ഹല്ലേലൂയ എന്നാ. ಅದು ಹಲ್ಲೇಲೂಯ ಎಂಬ ಶಬ್ದ. പിടികിട്ടുന്നുണ്ടോ? ಅರ್ಥವಾಗ್ತಾ ಇದೆ. പൗലോസ് കുറച്ച് കേട്ടത്, ಪೌಲನು ಅಲ್ಪವಾಗಿ ಕೇಳಿದು, യോഹന്നാൻ മുഴുവനായി കേട്ടു. ಯೋಹಾನು ಪೂರ್ತಿಯಾಗಿ ಕೇಳಿಕೊಂಡನು. അങ്ങനെയെങ്കിൽ അവൻ ആദ്യം ചെറിയ മരങ്ങളെ പോലെ കണ്ടു. ಅವನು ಮೊದಲು ಮರಗಳ ಹಾಗೆ ಅವನು ನೋಡುತ್ತಾನೆ. അവൻ അതിനെ മിഴിച്ചു കണ്ടു. ಅದನ್ನು ಮತ್ತೆ ಸರಿಯಾಗಿ ದಿಟ್ಟಿಸಿ ನೋಡುತ್ತಾನೆ. ഒന്നും കൂടെ തൊട്ടപ്പോ ಆಮೇಲೆ ಒಂದಾವರ್ತಿ ಮತ್ತೊಂದು ಆವರ್ತಿ ಮುಟ್ಟಿದ ക്ലിയർ ആകാത്ത റെവലേഷൻ ക്ലിയർ ആയിട്ട് കണ്ടു. ಆಮೇಲೆ ಸರಿಯಾಗಿ ತಿಳಿದು ಬರದಂತ ದರ್ಶನಗಳನ್ನು ಪ್ರಕಟಣೆಗಳನ್ನು ಆಮೇಲೆ ತಿರುಗಿ കഴിഞ്ഞ ಅನುಭವಿಸಿದ. ദിവസങ്ങളിൽ നീ ചില ദർശനങ്ങൾ കണ്ടു. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಕೆಲವು ದರ್ಶನವನ್ನು ನೋಡಿದ್ಯಾ? രാവിലെ എണീറ്റപ്പോൾ അത് എന്താന്ന് പിടികിട്ടിയില്ല. ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಎದ್ದು ಅದು ನಿನಗೆ ಏನಂತ ಅರ್ಥವಾಗಲಿಲ್ಲ. എന്തൊക്കെയോ ഞാൻ കണ്ടു. ಏನನ್ನೋ ನಾನು ದರ್ಶಿಸಿದೆ. പക്ഷെ ദൈവം എന്ന് പോലെ പറയുന്നു, ಆದರೆ ದೇವರು ಇವತ್ತು ಮಾತಾಡ್ತಾನೆ, അതൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ പോവാ. ಅದನ್ನು ಪೂರ್ಣತೆಗೆ ಪರಿಪೂರ್ಣತೆಗೆ ഏറ്റവും ನಡೆಸ್ತಾನೆ. ബാക്കിൽ നിൽക്കുന്ന ആന്റി എണീറ്റത് ഏറ്റവും ബാക്കിൽ. ಕೊನೆಯಲ್ಲಿ ಕುಳಿತಿರುವಂತ ಆಂಟಿ ಮುಂದೆ ಬರಬೇಕು. പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. ಪವಿತ್ರಾತ್ಮನು അവിടെ നിന്നാ മതിയല്ലോ, അവിടെ ಅಲ್ಲೇ ನಿಂತುಕೊಳ್ಳಿ. അവിടെ നിന്നാലും മതി. ಪವಿತ್ರಾತ್ಮನ ಆಲೋಚನೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ചിലത് നീ കണ്ടു, ಕೆಲವನ್ನು ನೀನು ದರ್ಶಿಸಿದಿ, പക്ഷെ അത് ಕ್ಲಿಯರ್ ആയില്ല. ಆದ್ರೆ ಅದು ಸರಿಯಾಗಿ ಅರ್ಥವಾಗಲಿಲ್ಲ. കുറച്ചൊക്കെ നീ കണ്ടു, ಸ್ವಲ್ಪ ನೋಡಿದಿ, ചെറിയ ചെറിയ ദർശനങ്ങളാ കണ്ടേ. ಕೆಲವು ಚಿಕ್ಕ ಚಿಕ್ಕ ದರ್ಶನ ನೋಡಿದಿ, മുഴുവൻ നിനക്ക് പിടികിട്ടിയില്ല. ಆದರೆ ಎಲ್ಲವೂ ಅರ್ಥವಾಗಲಿಲ್ಲ. പക്ഷെ ദൈവം ഇന്ന് നിന്റെ ഒന്നും കൂടെ തൊടുകയാ. ಆದರೆ ಇವತ್ತು ದೇವರು ಇನ್ನೊಂದ್ ಸಾರಿ ಮುಟ್ತಾ ಇದ್ದಾನೆ. നിർമൂലമാക്കാനും, ನಿರ್ಮೂಲ ಮಾಡುವುದು, ഇടിക്കാനും, ಆಮೇಲೆ ಬೀಳಿಸುವುದಕ್ಕೂ, പൊളിക്കാനും, ಆಮೇಲೆ ಕೆಡವಿ ಹಾಕುವುದಕ್ಕೂ, പണിയാനും ಕಟ್ಟುವುದಕ್ಕೂ, ഒരു പ്രവാചകിയാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകും. ಒಂದು ಪ್ರವಾದಿನಿಯಾಗಿ ದೇವರನ್ನು നീ ಮಾರ್ಪಡಿಸುತ್ತಾನೆ. പലരെ പറ്റി ദർശനം കാണാൻ പോവാ. ಅನೇಕರ ಕುರಿತು ದರ್ಶನ ನೋಡುತ್ತೀಯ. അനേക വിഷയങ്ങൾ നിനക്ക് വെളിപ്പെടുത്താൻ പോവുകയാ. ಅನೇಕರ ವಿಷಯವನ್ನು ಪ್ರಕಟಿಸಲಿಕ್ಕೆ നീ പറയും നിനക്ക് അറിവില്ലെന്ന്. ನೀನ್ ಹೇಳುತ್ತಿ ನಿನಗೆ ತಿಳುವಳಿಕೆ നീ ಇಲ್ಲ. പറയും എന്റെ ആയുസ് തീർന്നെന്ന്. ನೀನ್ ಹೇಳುತ್ತಿ ನಿನ್ನ ಆಯುಷ್ ಮುಗಿದೋಯ್ತು. ഇല്ല, നിന്റെ ആയുസ് തീർന്നിട്ടില്ല. ಇಲ್ಲ, ನಿನ್ನ ಆಯುಷ್ ಮುಗಿದೋಗಿಲ್ಲ. നീ മരിച്ചു പോകുന്ന നിന്റെ വിചാരം. ನೀನು ಆಮೇಲೆ ಕಾಲವಾಗುತ್ತಿ ഞാൻ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿ. പെട്ടെന്ന് മരിച്ചു പോകുന്ന നീ വിചാരിക്കുന്നു. ತೀರಿ ಹೋಗುತ್ತಿ ಎಂಬುದಾಗಿ ನೀನು പക്ഷെ ನೆನೆಸಿಕೊಳ್ಳುತ್ತಿ. ദൈവം എന്നൊക്കെ നിന്നോട് പറയുന്നു, ಆದರೆ ದೇವರಾತ್ಮನ ಇವತ್ತು നീ ಹೇಳ್ತಾನೆ, മിഴിച്ച് ചിലത് കാണാൻ പോവാ. ನೀನು ಕೆಲವನ್ನು ದೃಷ್ಟಿಸಿ ഇതുവരെ ನೋಡುತ್ತಿ. കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ കാണാൻ പോവാ. ಇವತ್ತಿನವರೆಗೆ ಕಾಣದ ಬಿಡುಗಡೆ, ഇതുവരെ കാണാത്ത ചില നന്മകൾ നീ കാണാൻ പോവാ. ಇದುವರೆ ಕಾಣದ ಒಳಿತನ್ನು ഇതുവരെ ನೋಡುತ್ತಿ. കാണാത്ത റെവലേഷൻ നീ കാണാൻ പോവാ. ಇದುವರೆಗೂ ಕಾಣದ നീ ದರ್ಶನವನ್ನು ನೀನು ദൈവത്തിന്റെ ಕಾಣುತ್ತಿ. തിരു തേജസ് കാണാൻ പോവുകയാ. ದೇವರ ಸ್ವರೂಪ ನೋಡ್ಲಿಕ್ಕೆ യേശയ്യാവ് കണ്ടതുപോലെ കാണാൻ പോവുകയാ. യേശയ്ಯ നോಡಿದಾಗೆ നീ ഒരു ನೋಡುತ್ತಿ. പ്രവാചകിയായി മാറാൻ പോവുകയാ. ಪ್ರವಾದಿಯಾಗಿ അന്ത്യ ಮಾರ್ಪಡುತ್ತಿ. കാലഘട്ടത്തിൽ ಈ ಕೊನೆಯ എന്റെ ಕಾಲದಲ್ಲಿ പുത്രന്മാർ പ്രവചിക്കോ. ಆಮೇಲೆ ನನ್ನ ಪುತ್ರರು യൗവനക്കാർ ദർശനങ്ങൾ കാണോ. ಯವನಸ್ಥರು ದರ್ಶನ ಕಾಣುತ್ತಾರೆ. വൃദ്ധന്മാരും വൃദ്ധമാരും കാണോ. ಆಮೇಲೆ ವೃದ್ಧಾಪ್ಯದಲ್ಲರೂ ಅದನ್ನು ആ ಕಾಣುತ್ತಾರೆ. വചനം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാ. ಆ ವಾಕ್ಯ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟಿಸಲಿಕ್ಕಿದೆ. നിന്റെ മേൽ ചിലത് തെളിവായി കാണിക്കാൻ പോവുകയാ ദൈവം. ಕೆಲವನ್ನು ದಿಟ್ಟಿಸಿ ನೋಡುವಾಗ ഈ ದೇವರು പകൽ ಮಾಡ್ತಾನೆ. ഒന്നും കൂടെ ദൈവം നിന്നെ തൊടുന്നു. ಇವತ್ತು ಒಂದಾವರ್ತಿ ಕೂಡ ನಿನ್ನ ಮುಟ್ಲಿಕ್ಕೆ Touch Lord. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Touch ಮುಟ್ಟಲ್ಪಡು. Lord. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Touch ಮುಟ್ಟು. Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Touch ಮುಟ್ಟು. the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഒരു ಮುಟ್ಟು. വലിയ അഭിഷേകത്തെ പകരുകയാ. ದೊಡ್ಡ ಅಭಿಷೇಕವನ್ನು ದೇವರು ನಿನ್ನ ಮೇಲೆ ಸುರಿಸಿದ್ದಾನೆ. Fire. ಆಮೇಲೆ ಬೆಂಕಿ Fire. ಬೆಂಕಿ യേശു നിന്നെ തൊടുന്നു. ಯೇಸು ನಿನ್ನ ಮುಟ್ಲಿಕ್ಕೆ ചിലത് നീ കാണാൻ പോവുകയാ. ಕೆಲವನ್ನು ನೀನು ನೋಡುತ್ತೀಯ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಕರ ಎತ್ತಿ ಹಾಲೆಲೂಯ ಹೇಳಿ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಕರೆಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಹಾಲೆಲೂಯ ಹೇಳಿ. യേശു അവനെ ഒന്നും കൂടെ തൊട്ടു. ಯೇಸು ಒಂದಾವರ್ತಿ ಆತನನ್ನು അവൻ ಮುಟ್ಟಿದನು. മിഴിച്ചു കണ്ടു. ಅದನ್ನು ದಿಟ್ಟಿಸಿ അവിടെ ನೋಡುತ್ತಾನೆ. പോയിരുന്നോളൂ, സിസ്റ്റർ പോയിരുന്നോളൂ, ആന്റി പോയിരുന്നോളൂ. ಹೋಗಿ ಕುಳಿತುಕೊಳ್ಳಿ ಸಿಸ್ಟರ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഒന്നും കൂടെ തൊട്ടപ്പോൾ ಮತ್ತೊಂದು ಆವರ್ತಿ ಆತನನ್ನು ಸ್ಪರ್ಶಿಸಿದಾಗ അവൻ മിഴിച്ചു കണ്ടു.
ಅವನು ಕಣ್ಣು ಬಿಟ್ಟು ನೋಡಿದನು, അവൻ സ്പഷ്ടമായി കണ്ടു. ಸ್ಪಷ್ಟವಾಗಿ ನೋಡಿದನು. എന്നിട്ട് യേശു അവനോടൊരു കാര്യം പറഞ്ഞു. ಮತ್ತೆ ಯೇಸು ಅವನಿಗೆ ಒಂದು ಸಂಗತಿ ಹೇಳುತ್ತಾನೆ. അതാണ് 26ാമത്തെ വാക്യം. ಅದಾಗಿದೆ 26ನೇ ವಾಕ್ಯ. നീ ഊരിൽ കടക്കുക പോലും അരുത്. ನೀನು ಇನ್ನು ಮುಂದೆ ಆ ಊರೊಳಕ್ಕೆ ಒಕ್ಕಬಾರದು. ഏതാണ് അവന്റെ ഊര്? ಏನು ಯಾವುದಾಗಿದೆ ಅವನ ಊರು? അവിടെ എഴുതിയിരിക്കുന്നു, ബെത്സയിദയിൽ എത്തിയപ്പോഴാണ് ഈ കുരുടനെ കണ്ടത്. ಬೆತ್ಸೈದ ಊರಿಗೆ ಬಂದಾಗ ಈ ಕುರುಡನನ್ನು ಯೇಸು അപ്പൊ ಕಾಣುತ್ತಾನೆ. അവന്റെ ഊര് ബെത്സയിദയാണ്. ಅವನ ಊರು ಬೆತ್ಸೈದವಾಗಿತ್ತು. യേശു പറഞ്ഞു, സൗഖ്യമായ നീ ബെത്സയിദയിൽ കടക്കരുത്. ಯೇಸು ಹೇಳ್ತಾನೆ, ಸ್ವಸ್ಥತೆ ಹೊಂದಿದ ನೀನು ಇನ್ನು ನಿನ್ನ ಊರಿಗೆ ಕಾಲಿಡಬಾರದು. എന്താണ് ഈ ബെത്സയിദയ്ക്കുള്ള കുഴപ്പം? ಏನಾಗಿದೆ ಬೆತ್ಸೈದ ಎಂಬ ಇದರ ಈ ಊರಿನ ಕೊರತೆ? അവിടെ ചില അവിശ്വാസികളുണ്ട്. ಅಲ್ಲಿ ಕೆಲವು ಅಪನಂಬಿಕೆ ಉಳ್ಳವರಿದ್ದಾರೆ. എന്താ കാര്യം എന്നറിയാവോ? ಏನು ವಿಷಯ ಗೊತ್ತಾ? ബെത്സയിദ എന്ന ഗ്രാമത്തിന്റെ മറ്റൊരു പേരാ ബെഥെസ്ദ. ಬೆತ್ಸೈದ ಎಂಬ ಊರಿನ ಇನ್ನೊಂದು ಹೆಸರು ಬೆತ್ಸೈದ. ബെത്സയിദയിലുള്ള ഒരു കുളമാണ് ബെഥെസ്ദ കുളക്കടവ്. ಆಮೇಲೆ ಬೆತ್ಸೈದ ಎಂಬ ಸ್ಥಳದಲ್ಲಿರುವಂತ ಒಂದು ಕೊಳವಾಗಿದೆ. ಆಮೇಲೆ ಬೆತ್ತೈಸ್ತ ಎಂಬ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ಯೋಹಾನ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ബെത്സയിദ കുളക്കടവിൽ യേശു വരുന്നുണ്ട്. ಬೆತ್ತೆಸ್ತ ಕೊಳದ ಅಂಚಿಗೆ ಯೇಸು ಬರ್ತಾ ಇದ್ದಾನೆ. അവിടെ പല വ്യാധിക്കാര് കിടപ്പുണ്ട്. ಅಲ್ಲಿ ಅನೇಕ ವ್ಯಾಧಿ ಪೀಡಿತರಿದ್ದಾರೆ. കുരുടർ, മുടന്തർ, ക്ഷയരോഗികളൊക്കെ. ಕುರುಡರು, ಕುಂಟರು, ಕ್ಷಯರೋಗವಿರುವವರು. ദൂതൻ സമയത്ത് വന്ന് വെള്ളമനക്കും. ದೂತನು ಸಮಯದಲ್ಲಿ ಬಂದು ಆ ನೀರನ್ನು ಅಲ್ಲಕಲ್ಲೋಲ ಮಾಡುತ್ತಾನೆ. ആദ്യം ഇറങ്ങുന്നവനാ സൗഖ്യം. ಆದ್ಯ ಇಳಿಯುವವನಿಗೆ ಸ್ವಸ್ಥತೆ. ഇത് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. ಇದು ಅನೇಕ ವರ್ಷಗಳಿಂದ ನಡೆಯುತ್ತಿರುವ ಒಂದು ಸಂಪ್ರದಾಯವಾಗಿತ್ತು. എന്നാൽ യേശുവിന്റെ ജനനത്തിനും പരസ്യ ശുശ്രൂഷയ്ക്കും ഇടയ്ക്ക്, ಆದರೆ ಯೇಸುವಿನ ಜನನ ಮತ್ತು ಆತನ ಬಹಿರಂಗ ಸೇವೆಯ ಮಧ್ಯದಲ್ಲಿ യേശു ആ കുളക്കടവിൽ വന്നു. ಯೇಸು ಆ ಕೊಳದ ಅಂಚಿಗೆ യേശു ಬರ್ತಾನೆ. വന്നത് എന്തിനാണെന്നറിയാമോ? ಯೇಸು ಯಾಕೆ ಬರ್ತಾನೆ ಗೊತ್ತಾ? ഇവിടെ ദൂതനല്ല സൗഖ്യം തരുന്നത്. ಇಲ್ಲಿ ದೇವದೂತನಲ್ಲ ಬಿಡುಗಡೆ ಕೊಡುವುದು. ആ ദൂതനെ അയക്കുന്നവൻ ഞാനാണെന്ന് മനസ്സിലാക്കാൻ യേശുവിടെ വന്നു. ಆ ದೂತನನ್ನು ಕಳಿಸುವುದು ನಾನಾಗಿದೆ ಎಂಬುದಾಗಿ ತಿಳಿಸುವುದಕ್ಕೋಸ್ಕರ പക്ഷെ ಬರುತ್ತಾನೆ. ആരും യേശുവിനെ നോക്കിയില്ല. ಆದರೆ ಯಾರು ಯೇಸುವನ್ನು ನೋಡಲಿಲ್ಲ. അവരെല്ലാം ദൂതനെ നോക്കിയിരിക്കുക. ಅವರೆಲ್ಲರೂ ದೂತರನ್ನು ನೋಡ್ತಾ ಇದ್ದಾರೆ. അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോ ಅವರು ನೋಡ್ತಾ ಇರುವಾಗ യേശുവിനെ പിടികിട്ടി, ഇവന്മാരൊന്നും എന്നെ നോക്കുകയില്ല. ಯೇಸುವಿಗೆ ತಿಳಿದು ಬಂತು, ಇನ್ನು ಯಾರು ನನ್ನನ್ನು ನೋಡುವುದಿಲ್ಲ. അപ്പോൾ 38 വർഷമായിട്ട് ഒരു സൗഖ്യം കിട്ടാതെ ഒരുത്തനവിടെ കിടക്കുക. 38 ವರ್ಷದಿಂದ ಸ್ವಸ್ಥತೆ ಹೊಂದದ ಒಬ್ಬ ವ್ಯಕ್ತಿಯಲ್ಲಿ ಮಲಗಿದ್ದಾನೆ. അവൻ ദൂതന്റെ അനക്കമല്ല നോക്കിയേ, ಅವನು ದೇವದೂತನ ಶಬ್ದವಲ್ಲ അവിടെ ಕೇಳಿದ. വരുന്നവരെയൊക്കെ നോക്കി നിൽക്കുക. ಅಲ್ಲಿ ಬರುವವರನ್ನೆಲ್ಲ ನೋಡ್ತಾ ಇದ್ದಾನೆ. അവൻ നോക്കിയപ്പോ യേശു വരുന്നത് കണ്ടു. ಅವನು ನೋಡ್ತಾ ಇರುವಾಗ ಯೇಸು ಅಲ್ಲಿಗೆ ಪ್ರವೇಶ അവൻ ಮಾಡಿ യേശുവിനോട് നോക്കി. ಅವನು ಯೇಸುವಲ್ಲಿ ನೋಡ್ತಾನೆ. യേശു അവനോട് ചോദിച്ചു, ಯೇಸು ಅವನಿಗೆ നിനക്ക് ಕೇಳ್ತಾನೆ, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ನಿನಗೆ ಸ್ವಸ್ಥತೆ ಹೊಂದಕ್ಕೆ എന്ന് പറഞ്ഞാൽ ಮನಸ್ಸಿದೆಯೋ? ഈ കുളത്തിനകത്ത് ദൂതനെ വിടുന്നത് ഞാനാ. ಈ ಕೊಳಕ್ಕೆ ದೂತರನ್ನು ಕಳಿಸುವುದು ನಾನಾಗಿದ್ದೇನೆ. നീ കുളത്തിൽ ഇറങ്ങണ്ട, ನೀನು ಕೊಳಕ್ಕೆ ಇಳಿಬೇಡ, നിന്റെ കാല് നനയണ്ട, ನಿನ್ನ ಕಾಲು ನೆನೆಯಬೇಡ, നിന്നെ ನೆನೆಸಬೇಡ. സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും. ನಿನ್ನನ್ನು ನಿನಗೆ ಸ್ವಸ್ಥತೆ ಕೊಡ್ಲಿಕ್ಕೆ ನನಗೆ ಸಾಧ್ಯ. നീ വിശ്വസിക്കുന്നു? ನೀನ್ ನಂಬುತ್ತೀಯಾ? ഉടനെ അവൻ പറയുക, ಕೂಡಲೇ ಅವನು ಹೇಳ್ತಾನೆ, കർത്താവ് എന്നെ സഹായിപ്പാൻ ആരുമില്ല. ಕರ್ತನೆ, ನನ್ನನ್ನು ಸಹಾಯ ಮಾಡೋದಕ್ಕೆ ಯಾರಿಲ್ಲ. വിചാരിച്ച് ദൂതനായുടെ പണി നടത്തുന്നത്. ಅವನ್ ನೆನೆಸಿಕೊಂಡ ದೇವದೂತನ ಇಲ್ಲಿ ಕಾರ್ಯ ಮಾಡ್ತಾನೆ ಎಂಬುದು. കർത്താവ് പറഞ്ഞു, ಕರ್ತನ ಹೇಳ್ತಾನೆ, ദൂതനെ നീ നോക്കണ്ട, ದೂತನನ್ನು ನೋಡ್ಬೇಡ, ഇങ്ങോട്ട് നോക്കൂ, ಈ ಕಡೆ ನೋಡು, കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ಹಾಸಿಗೆ ತೆಗೆದು ನಡೆದಾಡು എന്ന് പറഞ്ഞാൽ ಅಂತ ಹೇಳಿದರೆ, നാളുകളായിട്ടുള്ള ഒരു പാരമ്പര്യം ദൈവം ബെത്സയിദയിൽ പൊളിച്ചു. ಅನೇಕ ದಿನಗಳಿಂದ ನಡೆದು ಬಂದಂತ ಒಂದು ರೂಢಿಯನ್ನು ದೇವರಲ್ಲಿ ಮುರಿಯುತ್ತಾನೆ. പിന്നീട് ഒരിക്കലും ആ കുളത്തിൽ ദൂതൻ വന്നിട്ടില്ല. ಮತ್ತೆ ಆ ದೂತನು ಅಲ್ಲಿಗೆ ಮತ್ತೆ ಪ್ರವೇಶ യേശു ആഗ്രഹിച്ചത്, ಯೇಸು ಬಯಸಿದು, ഈ ജനം എന്നെ അനുഗമിക്കണം. ಈ ಜನರು ನನ್ನನ್ನು ഈ ಹಿಂಬಾಲಿಸಬೇಕು. മിറക്കിൾ കഴിഞ്ഞാൽ ಈ ಅದ್ಭುತವನ್ನು ಕಂಡರೆ ഈ ജനം എന്നെ അനുഗമിക്കുമെന്ന് യേശു കരുതി. ಇಲ್ಲಿರುವ ಜನರು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸ್ತಾರೆ ಎಂಬುದಾಗಿ ಯೇಸು പക്ഷേ ആ ജനം ತಿಳಿದುಕೊಂಡರು. എന്ത് ചെയ്യുന്നറിയാവോ? ಆದರೆ ಅಲ್ಲಿ ಏನಾಯ್ತು ಗೊತ್ತಾ? അവർ യേശുവിനെ നോക്കിയില്ല, ಯೇಸುವನ್ನು ಮತ್ತೆ ನೋಡ್ಲಿಲ್ಲ, അവർ വീണ്ടും ദൂതനെ പ്രതീക്ഷിച്ചു കിടക്കുക. ಮತ್ತೆ ಕೂಡ ದೇವದೂತರನ್ನು ದರ್ಶಿಸ್ತಾ ಇದ್ದಾರೆ. ബെഥെസ്ദയിൽ വീണ്ടും കുറെ അവിശ്വാസികളുണ്ട്. ಹಾಗೆ ಹೇಳಿದ್ರೆ ಬೆತ್ಸೈತಾದಲ್ಲಿ ಇನ್ನು ಕೆಲವು ಅವಿಶ್ವಾಸಿಗಳು ಮಲಗಿದ್ದಾರೆ. അവരിപ്പോഴും വെള്ളം നോക്കി കിടക്കുക. ಅವರು ಈಗಲೂ ನೀರು ನುಡುಕಿ ಮಲಗಿದ್ದಾರೆ. അവർ യേശുവിനെ നോക്കത്തില്ല. ಯೇಸುವನ್ನು ನೋಡುದಿಲ್ಲ ಅವರು. ഇങ്ങനെയുള്ള ചിലർ അവിടെ ഉണ്ട്. ಹೀಗೆ ಇರುವ ಕೆಲವು ವ್ಯಕ್ತಿಗಳಲ್ಲಿದ್ದಾರೆ. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, ಅದರಿಂದ ಯೇಸು ಹೇಳ್ತಾನೆ, അതുകൊണ്ട് അവന്റെ കൈക്ക് പിടിച്ചേ, ಅದರಿಂದ ಅವನ ಕೈ ಹಿಡಿತಾನೆ, ഇവിടെ വെച്ച് ഞാൻ ഇനി ഒന്നും ചെയ്യല. ಇಲ್ಲಿದ್ದುಕೊಂಡು ನಾನು ಏನೇನು ಮಾಡುವುದಿಲ್ಲ. അവിശ്വാസികളുടെ ഇടയിൽ നീ കടക്കരുത്. ಅವಿಶ್ವಾಸಿಗಳ ಮಧ್ಯದಲ್ಲಿ ನೀನು ಪ್ರವೇಶ ಮಾಡಬಾರದು. അപ്പോ ആദ്യം ബെത്സയിദയിൽ ഒരുത്തനെ സൗഖ്യമാക്കി യേശു പോയി. ಮೊದಲು ಬೆತ್ಸೈತದಲ್ಲಿ ಒಬ್ಬನನ್ನು ಸ್ವಸ್ಥತೆ ಕೊಟ್ಟು ಯೇಸು ಹೋದನು. വീണ്ടും ഈ ജനം അവിടെ തന്നെ കിടക്കുക. ಮತ್ತೆ ಕೂಡ ಉಳಿದ ಜನರು ಅಲ್ಲೇ ಬಿದ್ದುಕೊಂಡಿದ್ದಾರೆ. അവര് കുളത്തിൽ തന്നെ നോക്കി കിടക്കുക. ಅವರು ಕೊಳವನ್ನೇ ನಿರೀಕ್ಷಿಸಿ ಮಲಗಿದ್ದಾರೆ. നമ്മൾ മുമ്പേ ഒരു കുരുടന്റെ കാര്യം വേറെ വായിച്ചത്. ಹಾಗೆ ಇರುವಾಗಲೇ ಮತ್ತೆ ಒಂದು ಕುರುಡನನ್ನು യേശു നിലത്ത് തുപ്പി,
ಯೇಸು ನೆಲದಲ್ಲಿ ಉಗುಳಿ ചേറുണ്ടാക്കി ಕೆಸರು ಮಾಡಿ കണ്ണുണ്ടാക്കിയിട്ട് ಅವನ ಕಣ್ಣು ಮಾಡಿ അവന്റെ കണ്ണി തേച്ചു വെച്ചു. ಅವನ ಕಣ್ಣಿಗೆ ಲೇಪಿಸ್ತಾನೆ. എന്നിട്ട് അവനോട് പറഞ്ഞു, ಅವನಿಗೆ ಕೇಳ್ತಾನೆ, ശീലോകാംകുളത്തിൽ പോയി കഴുകണം. ನೀನು ಸಿಲೋವ ಕೊಳಕ್ಕೆ ಹೋಗಿ ತೊಳೆಯಬೇಕು. ശീലോകാംകുളം ಯಾವುದಾಗಿದೆ? ಸಿಲೋವ. ആ കുളമാണ് ബെത്സയിദ കുളം. ಅದೇ ಕೊಳವಾಗಿದೆ ಬೆತ್ಸೈದ ಕೊಳ. ബെത്സയിദ കുളം. ಅದೇ ಕೊಳವಾಗಿದೆ ಬೆತ್ಸೈದ ಕೊಳ. കുളത്തിൽ തന്നെ നീ ചെന്ന് കഴുകണം. ಆ ಕೊಳದಲ್ಲೇ ಹೋಗಿ ನೀನು ತೊಳೆಯಬೇಕು. എന്തിനാ യേശു അങ്ങോട്ട് പറഞ്ഞു വിട്ടേ? ಯಾಕೆ ಯೇಸು ಅಲ್ಲಿಗೆ ಕಳಿಸ್ತಾನೆ? അവിടെ കുറെ അമാര് നോക്കിയിരിപ്പുണ്ട്. ಅಲ್ಲಿ ಕೆಲವರು ನೋಡಿ ನಿಂತಿದ್ದಾರೆ. അവര് ദൂതനെ അനക്കം നോക്കി കിടക്കുക. ಅಲ್ಲಿ ದೇವದೂತನ ಸ್ವರ ಶಬ್ದ ಕೇಳುವುದಕ್ಕೋಸ್ಕರ ಅಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. അറ്റത്തുനിന്ന് ഒരു കുരുടൻ കണ്ണെ മണ്ണ് തേച്ച് നടന്നു വരിക. ಆಚೆ ಕಡೆಯಿಂದ ಒಬ್ಬನು ಕೆಸರನ್ನು ಲೇಪಿಸಿಕೊಂಡು ಅಲ್ಲಿಗೆ ಬರ್ತಾ ಇದ್ದ, ನಡೆದು ಬರ್ತಾ ಇದ್ದ. അവരെല്ലാം വെള്ളത്തിന് അനക്കം നോക്കി നിന്നപ്പോ ಅಲ್ಲಿ ಆ ನೀರಿನ ಅಲ್ಲ ಕಲ್ಲೋಲವನ್ನು ನೋಡಿ ನಿಂತ ಜನರ ഈ ಮಧ್ಯದಲ್ಲಿ കുരുടൻ മണ്ണും തേച്ചോണ്ടൊന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം എടുത്ത് മുഖം അങ്ങ് കഴുകി. ಈ ಕುರುಡನು ಮಣ್ಣನ್ನು ಲೇಪಿಸಿ ಅಲ್ಲಿ ಇಳಿದು ಬಂದು ಆ ಕಣ್ಣನ್ನು ತೊಳಿತಾನೆ. ഓടിപ്പോവുക. ಅವನು ಹಾರಿ ಮೇಲಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ. അവിടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞു, ಅವನು ಅಲ್ಲಿ ನಿಂತವರಿಗೆ ಹೇಳ್ತಾನೆ, വെള്ളം ഇറങ്ങിയിട്ടില്ല, ಓ ಮ್ಯಾನ್, ನೀರು ಆಮೇಲೆ ಅಲ್ಲ ಕೊಲ್ಲಲವಾಗಲಿಲ್ಲ, ദൂതൻ വന്നിട്ടില്ല, ದೇವದೂತನ ಬರಲಿಲ್ಲ, ഇപ്പൊ സൗഖ്യം കിട്ടത്തില്ല, ನಿಮಗೆ ಸ್ವಸ್ಥತೆ ಇಲ್ಲ. അവൻ പറഞ്ഞു, എന്റെ കണ്ണിൽ ഒരുത്തൻ അടിച്ചു വിട്ടു. ಅವನು ಹೇಳಿದನು, ನನ್ನ ಕಣ್ಣನ ಮೇಲೆ ಲೇಪಿಸಿ അവനാ ദൂതനെ വിടുന്നവൻ. ಆತನನ್ನೇ ಆ ದೂತರನ್ನು ಕಳಿಸುವ. 2 പ്രാവശ്യം യേശു ആ പട്ടണത്തിൽ ബന്ധനം അഴിക്കാൻ നോക്കി. 2 ಸಾರಿ ಆ ಪಟ್ಟಣದ ಬಂಧನವನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ ಯೇಸು ಪ್ರಯತ್ನ ಮಾಡಿದ. എന്നിട്ടും അവർ ആ കുളത്തിൽ നോക്കി കിടക്കുക. ಮತ್ತೆ ಕೂಡ ಆ ಕೊಳವನ್ನೇ ನಿರೀಕ್ಷಿಸಿ ಅಲ್ಲಿ ಮಲಗಿದ್ದಾರೆ. അതുകൊണ്ട് മൂന്നാമത് ഒരുത്തനെ തുടരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ಹಾಗಿರುವಾಗ ಮೂರನೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಮುಟ್ಟಬೇಕೆಂಬುದಾಗಿ ಕರ್ತನು ಹೇಳಿದಾಗ, ഇവിടെ നടക്കുക, ಕರ್ತನಲ್ಲಿ ಹೇಳಿದಾಗ, നീ വരാൻ പറഞ്ഞു. ಇಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ, ನೀನು ಹೊರಗೆ ಬಾ. പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്നു. ಆತನನ್ನು ಪಟ್ಟಣದ ಹೊರಗೆ അവന്റെ കണ്ണി തൊട്ടു, ಅವನ ಕಣ್ಣನ್ನು ಮುಟ್ಟಿದನು, അവന്റെ കണ്ണെ തൊട്ടു, ಅವನ ಕಣ್ಣನ್ನು അവന്റെ ಮುಟ್ಟಿದನು, മേൽ തുപ്പിയിട്ടു, ಅವನ ಮೇಲೆ ಉಗುಳಿದನು, സൗഖ്യമായിട്ട് പറഞ്ഞു, ಸ್ವಸ್ಥ ಮಾಡಿದ ನಂತರ നിന്റെ ഊര് നീ കേറരുത്. ಇನ್ನು ನಿನ್ನ ಊರಿಗೆ ಪ್ರವೇಶ ಮಾಡಬಾರದು. ഏതാ ഊര്? ಏನು ಊರು? ബെത്സയിദ എന്ന ಬೆಸ್ಸಾಯಿತ ಎಂಬ ബെതെസ്ത കുളമുള്ള, ಬೆತೆಸ್ತಾ ಎಂಬ ಕೊಳ ಇರುವ, ശീലോകം എന്ന കുളമുള്ള, ಶಿಲೋವ ಎಂಬ ಕೊಳ ಇರುವ ആ അവിശ്വാസിയുടെ ഇടയിൽ നീ കേറരുത്. ಆ ಅಪನಂಬಿಕೆಯ ಹೃದಯವುಳ್ಳವರ ಬಳಿಗೆ ಹೋಗಬಾರದು. സൗഖ്യമായവൻ, ಸ್ವಸ್ಥತೆ ಹೊಂದಿದವನು, വിടുതൽ പ്രാപിച്ചവൻ ಬಿಡುಗಡೆ ಹೊಂದಿದವನು വീണ്ടും അവിശ്വാസിയുടെ അടുക്ക പോകരുത്. ಮತ್ತೆ ಅವಿಶ್ವಾಸಿಗಳೊಂದಿಗೆ ಇಚ್ಚೋಡಾಗಬಾರದು. അവിശ്വാസിയോട് ഇണയില്ല പിണ കൂടരുത്. ಅನ್ಯರ ಜೊತೆ ಇಚ್ಚೋಡಾಗಬಾರದು. അവിശ്വാസിയോട് ഇണയില്ല പിണ കൂടരുത്. ಅನ್ಯರೊಂದಿಗೆ ಇಚ್ಚೋಡಾಗಬಾರದು. പൗലോസ് പറഞ്ഞു, അവരോട് നമുക്ക് ഇണയില്ല പിണ കൂടരുത്. ಪೌಲನು ಅದಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಅನ್ಯರೊಂದಿಗೆ ಇಚ್ಚೋಡಾಗಬೇಡಿರಿ. എന്നാ കാര്യം അറിയാവോ? ಏನು ಕಾರಣ ಗೊತ್ತಾ? നീ അവന്റെ അടുക്ക ചെന്നാ ನೀನು ಅಲ್ಲಿಗೆ ಹೋದರೆ അവൻ നിന്നോട് പറയും, ಅವನು ನಿನಗೆ ಹೇಳ್ತಾನೆ, നീ യേശുവിനെ പറ്റി മാത്രം നീ എന്നോട് പറയരുത്. ಯೇಸುವಿನ ಕುರಿತು ಮಾತ್ರ ನೀನು ಹೇಳ್ಬೇಡ. നീ അത് പറയുകയില്ല. ನೀನದು ಹೇಳುವುದಿಲ್ಲ. അവൻ എന്നാ വൃത്തികേട് പറഞ്ഞാലും ಅವನು ಏನು ಕೆಟ್ಟ ಮಾತು ಹೇಳಿದ್ರು അതെല്ലാം നീ കേൾക്കണം. ಅದೆಲ್ಲ ನೀನು ಕೇಳಬೇಕು. പക്ഷെ യേശുവിനോട് മാത്രം അവനോട് പറയരുത്. ಯೇಸುವಿನ ಮಾತ್ರ ಕುರಿತು ಹೇಳಬಾರದು. പലരും നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലേ? ಅನೇಕರು ನಿನ್ನಲ್ಲಿ ಕೂಡ ಆ ರೀತಿಯಾಗಿ ಮಾತಾಡಿಲ್ಲ. വരുന്നത് കൊള്ളാം, ನೀನು ನನ್ನ ಬಳಿಗೆ ಬರೋದು യേശുവിനെ പറ്റി നീ എന്നോട് പറയണ്ട. ಯೇಸುವಿನ ಬಗ್ಗೆ ನೀನು ಹೇಳ್ಬೇಡ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಹಾಗೆ ಯಾರಾದರೂ ಹೇಳಿದರೆ, ഇന്ന് പകൽ ചെന്ന് ಇವತ್ತು ಹಗಲು ವೇಳೆ ಹೋಗಿ അവനോട് യേശുവിനെ പറ്റി പറയണം. ಅವನೊಂದಿಗೆ ಯೇಸುವಿನ ಸಮಾಚಾರವನ್ನು അവന്റെ ತಿಳಿಸಬೇಕು. അവിശ്വാസത്തെ പൊട്ടിച്ചു കളയണം. ಅವನ ಅಪನಂಬಿಕೆಯನ್ನು ನೀನು ಕೆಡವಿ ಹಾಕಬೇಕು. ആദ്യം ഒരു അഭിഷേകം നിങ്ങളുടെ കയ്യിൽ ദൈവം തരാൻ പോവുകയാണ്. ಅದಕ್ಕೆ ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಒಂದು ಅಭಿಷೇಕವನ್ನು ಆತರು ಕೊಡುತ್ತಾರೆ. ഒരു വ്യക്തമായ മിനിസ്ട്രി നിങ്ങളുടെ മേൽ ദൈവം തരാൻ പോവുക. ಒಂದು ಖಚಿತವಾದ ಒಂದು ಸೇವೆ ನಿಮಗೆ ಕೊಳ್ಳಿಕ್ಕಿದ್ದಾನೆ. വ്യക്തമല്ലാത്ത ചിലത് ദൈവം വ്യക്തമാക്കി കാണിക്കാൻ പോവുക. ಖಚಿತವಲ್ಲದನ್ನು ಖಚಿತಪಡಿಸಿ ತೋರಿಸ್ತಾನೆ ದೇವರು. നാളിതുവരെ ക്ലിയർ ആകാത്ത ചിലത് ക്ലിയർ ആകാൻ പോവുക. ಸರಿಯಾಗದನ್ನು ಸರಿ ಮಾಡ್ಲಿಕ್ಕೆ ದೇವರು ಬಯಸ್ತಾನೆ. ദൈവം അതിന് നിങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തെ പകരാൻ പോവുകയാണ്. ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಆ ಅಭಿಷೇಕವನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಬಯಸ್ತಾನೆ. അവിശ്വാസിയാകരുത്, ನೀನು ಅಪನಂಬಿಕಸ್ಥನಾಗಬೇಡ, വിശ്വസിക്കുന്നവനാകുക. ನಂಬುವನಾಗು. അടുത്തിരിക്കാൻ തൊട്ട് പറഞ്ഞ അവിശ്വാസിയാകരുത്. ನೀನು ನಂಬಿಕೆ ಇಲ್ಲದವನಾಗಬೇಡ. ಹತ್ತಿರದವರಿಗೆ ಕರತಟ್ಟಿ ಹೇಳಿ ಅಪನಂಬಿಕೆಯುಳ್ಳವನಾಗಬೇಡ, വിശ്വാസമുള്ളവനായിരിക്കുക. ನಂಬಿಕೆಯಿಂದ ಇರು. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ನಂಬಿಕೆ ಇದೆ? എത്ര പേര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿ ಖಚಿತವಾಗಿ ನಂಬುತ್ತೀರಿ? ഒരിക്കലും ശതാധിപൻ യേശുവിന്റെ അടുക്ക വന്നു. ಒಂದು ಸಾರಿ ಶತಾಧಿಪತಿಯು ಯೇಸುವಿನ ಬಳಿಗೆ ಬಂದು, യേശുവേ, എന്റെ ബാല്യക്കാരനെ നീ ഒന്ന് സൗഖ്യമാക്കണം. ಯೇಸುವೆ, ನನ್ನ ಯೌವನಸ್ಥನಿಗೆ ಬಿಡುಗಡೆಯಾಗಬೇಕು. ഞാനൊരു ശതാധിപനാ, ನಾನೊಬ್ಬ ಶತಾಧಿಪತಿಯಾಗಿ. ഞാൻ പോകാൻ പറഞ്ഞാൽ പോകാൻ ആളുണ്ട്, ಹೋಗು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಹೋಗುವುದಕ್ಕೆ ಜನ ಇದ್ದಾರೆ, പറഞ്ഞാൽ വരാൻ ആളുണ്ട്, ಬರು ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಆಳು ಬರುತ್ತಾನೆ. അതുകൊണ്ട് എനിക്കറിയാം, ಅದಕ್ಕೆ ನನಗೆ ಗೊತ್ತು, നീ എന്റെ വീട്ടിലോട്ട് വരുമെന്ന് വേണ്ട, ನೀ ನನ್ನ ಮನೆಗೆ ಬರುವುದೆಲ್ಲ ಬೇಡ, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ಅಂತ ಯೋಗ್ಯತೆ ನನ್ನಲ್ಲಿಲ್ಲ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ನೀನೊಂದು ಮಾತು ಹೇಳಿದ್ರೆ ಸಾಕು. അവന്റെ വിശ്വാസ നിമിത്തം, ಅವನ ನಂಬಿಕೆಯ ನಿಮಿತ್ತ. യേശു പറഞ്ഞു, ഇവനെ പോലെ വിശ്വാസമുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. ಯೇಸು ಹೇಳ್ತಾನೆ, ಇವನಂತ ನಂಬಿಕೆಯುಳ್ಳವನನ್ನು ನಾನು ಎಲ್ಲಿಯೂ ನೋಡಲಿಲ್ಲ. യേശുവിന് അവന്റെ വിശ്വാസം കണ്ടപ്പോൾ ആശ്ചര്യം തോന്നിയെന്ന്. ಆತನ ನಂಬಿಕೆಯನ್ನು ಕಂಡು ಯೇಸು ಆಶ್ಚರ್ಯಪಡುತ್ತಾನೆ. ആശ്ചര്യം എന്ന അത്ഭുതം തോന്നിയെന്ന്. ಅದ್ಭುತವಾಗಿ ಕಾಣುತ್ತಾನೆ. ഹലോ, ಹಲ್ಲೆಲೂಯ. ഒരു മനുഷ്യന്റെ വിശ്വാസം കണ്ടപ്പോൾ ദൈവത്തിന് അത്ഭുതം. ಒಬ್ಬ ಮನುಷ್ಯನ ನಂಬಿಕೆ ನೋಡಿದಾಗ ದೇವರಿಗೆ ಅದ್ಭುತ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്
ಆಕಾಶ ಮತ್ತು ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿದ ದೇವರಿಗೆ, സൂര്യനെയും ചന്ദ്രനെയും സകല നക്ഷത്രങ്ങളെയും നിർമ്മിച്ച ദൈവത്തിന്, ಆಮೇಲೆ ಸೂರ್ಯ ಚಂದ್ರ ನಕ್ಷತ್ರ ಮಂಡಲಗಳನ್ನು ಸ್ಥಾಪಿಸಿದಂತ ದೇವರಿಗೆ അതൊന്നും കണ്ടിട്ട് അത്ഭുതം തോന്നിയില്ല. ಇದೆಲ್ಲ ನೋಡಿ ಆತನಿಗೆ ಅದ್ಭುತವೆಂದೆನಿಸಿಲ್ಲ. എന്നാൽ ഒരു മനുഷ്യന്റെ വിശ്വാസം കണ്ടപ്പോ ಆದರೆ ಒಬ್ಬ ಮನುಷ್ಯನ ನಂಬಿಕೆಯನ್ನು ನೋಡಿ ദൈവത്തിന് അത്ഭുതം തോന്നി. ದೇವರಿಗೆ ಅದ್ಭುತವೆಂದೆನಿಸಿತು. ഇന്ന് പകരം ഇങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടോ? ಇವತ್ತು ಹಗಲು ವೇಳೆಯಲ್ಲಿ ಅಂತ ನಂಬಿಕೆ ನಿನ್ನ ಮೇಲೆ വിശ്വാസം കണ്ട ദൈവത്തിന് അത്ഭുതം തോന്നണം. ನಿನ್ನ ನಂಬಿಕೆ ನೋಡಿದರೆ ಯೇಸುವಿಗೆ ಅದ್ಭುತವಾಗಿ ತೋರಬೇಕು. എത്ര പേര് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಾ? വേദപുസ്തകത്തിൽ യേശുവിന് അത്ഭുതം തോന്നിയ രണ്ട് കാര്യമേ ഉള്ളൂ. ಸತ್ಯವೇದದಲ್ಲಿ ಯೇಸುವಿಗೆ ಅದ್ಭುತವಾಗಿ ಕಂಡಂತ ಎರಡು ಸಂಗತಿ ಇದೆ. ഒന്ന് ശതാധിപന്റെ വിശ്വാസം കണ്ട അത്ഭുതം തോന്നി. ಒಂದು ಶತಾಧಿಪತಿಯ ನಂಬಿಕೆ ನೋಡಿ ಅದ್ಭುತವೆಂದೆನಿಸಿದನು. മറ്റൊന്ന് ಇನ್ನೊಂದು അവൻ തന്റെ സ്വന്തം പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. ಆತನು ಸ್ವಂತ ಗ್ರಾಮದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ ಹೋದಾಗ യേശുവിന് അവിടെ രോഗികളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ಯೇಸುವಿಗೆ ಅಲ್ಲಿ ರೋಗಿಗಳಿಗೆ ಬಿಡುಗಡೆ ಕೊಡ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. യേശുവിന് അവരുടെ അവിശ്വാസം കണ്ടപ്പോ ಯೇಸು ಅವರ ಅಪನಂಬಿಕೆ ನೋಡಿ അത്ഭുതം തോന്നി. ಅದ್ಭುತವಾಗಿ ಎಣಿಸಿದ. രണ്ട് പ്രാവശ്യം അത്ഭുതപ്പെട്ടു. ಅವನು ಎರಡು ಸನ್ನಿವೇಶದಲ್ಲಿ ಆಶ್ಚರ್ಯ ಪಡುತ್ತಾನೆ. ഒന്ന് അവിശ്വാസം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ಒಂದು ಅಪನಂಬಿಕೆ ಕಂಡಾಗ ಆಶ್ಚರ್ಯಗೊಂಡ. രണ്ട് വിശ്വാസം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ಎರಡು ನಂಬಿಕೆ ಕಂಡಾಗಲೂ ಆಶ್ಚರ್ಯಗೊಂಡಿದ್ದಾನೆ. ദൈവത്തിനെ നിനക്ക് അത്ഭുതപ്പെടുത്താൻ കഴിയും. ದೇವರನ್ನು ನಿನಗೆ ಆಶ್ಚರ್ಯಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. നിന്റെ വിശ്വാസം കണ്ടാൽ അവൻ അത്ഭുതം ഉണ്ടാകും. ನಿನ್ನ ನಂಬಿಕೆ ಕಂಡು ಆತನ ಆಶ್ಚರ್ಯ ಪಡಬೇಕು. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಾ? ആ ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, ಆ ಶತಾಧಿಪತಿ ಯೇಸುವಿಗೆ യേശുവേ നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ಯೇಸುವೇ ನೀನ್ ನನ್ನ ಮನೆಗೆ ಬರುವಷ್ಟು ನನ್ನಲ್ಲಿ ಯೋಗ್ಯತೆ ಇಲ್ಲ. എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. ಅದಕ್ಕೆ ನನಗೆ ಇರುವಂತ ಯೋಗ್ಯತೆ ಇಲ್ಲ. ചോദിക്കട്ടെ, ഈ ശതാധിപൻ എന്താ യോഗ്യതയുള്ളേ? ಈ ಶತಾಧಿಪತಿಗೆ ಏನೆಲ್ಲ ಯೋಗ್ಯತೆ ಇತ್ತು? നമുക്ക് എന്താ യോഗ്യതയുള്ളേ? ನಮಗೇನು ಯೋಗ್ಯತೆ ಇದೆ? ശതാധിപന്റെ യോഗ്യത എന്നാണെന്നറിയാവോ? ಶತಾಧಿಪತಿಯ ಅಧಿಕಾರ ಏನು ಗೊತ್ತಾ? ശതാധിപന്റെ വീട്ടിൽ യേശു വരാൻ ശതാധിപൻ എന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ, ಶತಾಧಿಪತಿಯ ಮನೆಗೆ ಯೇಸುವಿಗೆ ಬರುವುದಕ್ಕೆ ಏನೆಲ್ಲ ಅಧಿಕಾರ ಅಥವಾ ಅವನಿಗೆ ಏನೆಲ್ಲ ಯೋಗ್ಯತೆ ಇತ್ತು ಎಂದು ಹೇಳಿದರೆ ആ യോഗ്യതയാണ് ಆ ಯೋಗ್ಯತೆಯಾಗಿದೆ, യേശുവേ ಯೇಸುವೇ നീ എന്റെ വീട്ടിൽ വരാൻ ನೀನು ನನ್ನ ಮನೆಗೆ ಬರುವುದಕ್ಕೆ ഞാൻ യോഗ്യനല്ല. ನಾನು ಯೋಗ್ಯನಲ್ಲ. ഈ യോഗ്യത ഉണ്ടെങ്കിൽ ಈ ಯೋಗ್ಯತೆ ನಮ್ಮಲ್ಲಿದ್ದರೆ യേശു നിന്റെ വീട്ടിൽ വരും. ಯೇಸು ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತಾನೆ. ഞാൻ നീയും പറയണം, കർത്താവ് ഞാൻ യോഗ്യനല്ല. ಯೇಸುವಿಗೆ ಹೇಳಬೇಕು, ದೇವರೇ ನಾನು നീ ಯೋಗ್ಯನಲ್ಲ, എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ನೀ ನನ್ನ ಮನೆಗೆ ಬರುವುದಕ್ಕೆ ಅಷ್ಟು ಯೋಗ್ಯನಲ್ಲ. ആ യോഗ്യത മതി യേശുവിന് നിന്റെ വീട്ടിൽ വരാൻ. ಆ ಯೋಗ್ಯತೆ ಸಾಕು ಯೇಸು ನಿನ್ನ ಮನೆಗೆ ಬರುವುದು. അല്ല, യേശുവേ ഞാൻ യോഗ്യനാന്ന് പറഞ്ഞാൽ ಅಲ್ಲ, ಯೇಸುವೇ ನಾನು ಯೋಗ್ಯನೆಂಬುದಾಗಿ അവൻ ಹೇಳಿದರೆ വരതേ ഇല്ല. ಅವನು ಬರುವುದೇ ಇಲ್ಲ. അപ്പാ ഞാനൊരു യോഗ്യതയുമില്ല. ಅಪ್ಪ ನನಗೆ ಯಾವ ಯೋಗ್ಯತೆಗಳಿಲ್ಲ. അയ്യോ യേശു ഒരു കഴിവും എനിക്കില്ല. ಅಯ್ಯೋ, ನನಗೆ ಯಾವ ಸಾಮರ್ಥ್ಯಗಳಿಲ್ಲ. ഈരമ്യാവ് പറഞ്ഞു ഞാൻ ബാലകനാ. ಯೆರೆಮೀಯನು ಹೇಳ್ತಾನೆ ನಾನು ಬಾಲಕನಾಗಿದ್ದೇನೆ. പത്രോസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിവില്ല. ಓ ಪೇತ್ರನು ಹೇಳ್ತಾನೆ ನನಗೆ ಯಾರು ಇಲ್ಲ. അവനെ ദൈവം ഉപയോഗിച്ചു. ಅವನನ್ನು ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ. അങ്ങനെ ഇന്ന് പകൽ നിങ്ങളുടെ നാവിനെ ദൈവം തൊടാൻ പോവുക. ಹಾಗಿರದಾದ್ರೆ ಇವತ್ತು ದೇವರು ನಿಮ್ಮ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ അവിശ്വാസങ്ങൾ മാറട്ടെ. ಕೆಲವು ಅಪನಂಬಿಕೆಯನ್ನು ದೇವರು യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ದೇವರು ಹೇಳ್ತಾನೆ ನಂಬಿದರೆ ಮಾತ್ರ ಸಾಕು. എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ಆದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣುತ್ತೀರಿ. ദൈവത്തിന്റെ മഹിമ കാണാൻ ആഗ്രഹമുണ്ടോ? ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ನೀವು ನಂಬಿದರೆ ಸಾಕು. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ಈ ಹಗಲು ವೇಳೆ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? ബെത്സയിദ കുളക്കടവിൽ കടക്കുന്നവരെ പോലെ ആകരുത്. ಬೆಸ್ಸತ್ತ ಕೊಳದ ಆ ದಡದಲ್ಲಿ ಮಲಗುವವರಾಗಿ ಆಗಬಾರದು. അവരൊരു പാരമ്പര്യം നോക്കി കിടക്കുക. ಅವರು ರೂಢಿಯಲ್ಲಿ ಅವರು ಸಿಲುಕಿಕೊಂಡಿದ್ದಾರೆ. പക്ഷേ യേശു ഇന്ന് പകൽ ഒരു വ്യത്യസ്ത മിനിസ്ട്രി നിങ്ങളുടെ മേൽ തരാൻ പോവുക. ಯೇಸು ನಿಮಗೆ ವ್ಯತ್ಯಸ್ತವಾದ ಸೇವೆಯನ್ನು ಕೊಡೋದಕ್ಕೆ ಬಯಸ್ತಾನೆ. കഴിവില്ലെന്ന് പറയുന്നവനെ നിറയ്ക്കുന്നവനാ ദൈവം. ಸಾಮರ್ಥ್ಯ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವವನನ್ನು ತುಂಬಿಸುವವನು ದೇವರು. അറിവില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ യേശു നിന്റെ അറിവായി വരികയാണ്. ಜ್ಞಾನ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವವನಿಗೆ ಯೇಸು ಜ್ಞಾನವಾಗಿ ಬರುತ್ತಾನೆ. ദൈവമക്കളെ, ഞാൻ ഈ കർത്താവിന്റെ വേലയിൽ വരുന്നതിന് മുമ്പ്, ದೇವರ ಮಕ್ಕಳೇ, ನಾನು ಸೇವೆಗೆ ಬರೋದಕ್ಕೆ ಮೊದಲು ഞാൻ ഈ ജോലി ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. ನಾವು ವೃತ್ತಿಯಲ್ಲಿ ತೊಡಗಿದ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು. ഭൂമിയിലെ വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ടെങ്കിലും ಭೂಮಿಯ ತಿಳುವಳಿಕೆ ನನಗಿದ್ದರು. രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ಇಬ್ಬರ ಮುಂದೆ ನಿಂತು ಮಾತನಾಡುವ ಒಂದು ತಿಳುವಳಿಕೆ ನನಗಿರಲಿಲ್ಲ. വിദ്യാഭ്യാസമുണ്ട്, ವಿದ್ಯಾಭ್ಯಾಸವಿತ್ತು, പക്ഷെ കഴിവില്ലായിരുന്നു. ಆದರೆ ಸಾಮರ್ಥ್ಯವಿರಲಿಲ್ಲ. ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ಏನೂ ತಿಳಿಯದವನಾಗಿದ್ದನು. പുസ്തകം എടുത്തതാണ് എന്റെ അറിവ്. ಆದರೆ ಸತ್ಯವೇದನು ತೆಗೆದುಕೊಂಡದೇ ನನ್ನ ಜ್ಞಾನ. ഇതെടുത്തതാണ് ദൈവം എന്നെ ഉയർത്തിയത്. ಇದನ್ನು ಹೊತ್ತುಕೊಂಡದೇ ದೇವ ನನ್ನನ್ನು ಮೇಲಕ್ಕೆತ್ತಿದ. ഇതെന്റെ അകത്ത് നിറഞ്ഞതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ಇದು ನನ್ನ ಒಳಗೆ ತುಂಬಲ್ಪಟ್ಟದರಿಂದ ನಾನು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಿಂತಿದ್ದೇನೆ. അങ്ങനെയെങ്കിൽ ദൈവം ചിലരുടെ നാവി തൊടട്ടെ. ಹಾಗಿದ್ದಾದರೆ ಇವತ್ತು ಕೆಲವರ ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಟಲಿ. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ಎಷ್ಟು ಮಂದಿ ಬಯಸುತ್ತೀರಾ? കർത്താവ് എനിക്ക് അറിവില്ല,
ಕರ್ತನೇ ನನಗೆ ಜ್ಞಾನವಿಲ್ಲ, എനിക്ക് കഴിവില്ല, ನನಗೆ ಜ್ಞಾನವಿಲ್ಲ, എന്നെ നിറയ്ക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ನನ್ನನ್ನು ತುಂಬಿಸು ಎಂಬುದಾಗಿ ಎಷ್ಟು ಮಂದಿ എന്റെ ഉള്ളിൽ വചനം നിറയ്ക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ನನ್ನ ಒಳಗೆ ವಾಕ್ಯವನ್ನು ತುಂಬಿಸು ಎಂಬುದಾಗಿ ಎಷ್ಟು ಮಂದಿ ಪ್ರಾರ್ಥಿಸ್ತೀರಿ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് കയറി വന്നാൽ, ಹಾಗೆ ಬಯಸುವವರು ಮುಂದಕ್ಕೆ ಬನ್ನಿ. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ಯಥಾರ್ಥ ಮನಸ್ಸಿನಿಂದ ನಾನು ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತೇನೆ. എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ನನ್ನನ್ನು ಕಳುಹಿಸು ಎಂಬುದಾಗಿ ಎಷ್ಟು ಮಂದಿ ಸಮರ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸಲು ತಯಾರಾಗಿದ್ದೀರಿ? കഴിവില്ല, ನನಗೆ ಸಾಮರ್ಥ್ಯವಿಲ್ಲ, എനിക്ക് അറിവില്ല, ನನಗೆ ಸಾಮರ್ಥ್ಯವಿಲ್ಲ, എന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ എനിക്ക് അറിവില്ല, ನನ್ನ ನಾಲಿಗೆಯಿಂದ ಮಾತಾಡುವುದಕ್ಕೆ ನನಗೆ ಸಾಮರ್ಥ್ಯ ಇಲ್ಲ. അങ്ങനെ ഒരു സമർപ്പണം നിങ്ങൾക്കുണ്ടോ? ಹಾಗಿರುವ ಒಂದು ಸಮರ್ಪಣೆ ನಿಮಗಿದೆಯೋ? അങ്ങനെയുള്ളവരെ ദൈവം നിറയ്ക്കാൻ പോകുക. ಅಂತವರನ್ನು ದೇವರು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. നിങ്ങളുടെ നാവുകളെ ദൈവം തൊടാൻ പോവുക. ನಿಮ್ಮ ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಲಿಕ್ಕಿದ್ದಾನೆ. നാവിനെ ദൈവം നിറയ്ക്കാൻ പോവുക. ಕೆಲವರ ನಾಲಿಗೆಯನ್ನು ದೇವರು ಮುಟ್ಲಿಕ್ಕಿದ್ದಾನೆ. ചെവിക്കകത്ത് അത്ഭുതം ഉണ്ടാകും. ಕಿವಿಯ ಒಳಗೆ ಅದ್ಭುತ. കേൾവി സംബന്ധമായ ചില വിഷയങ്ങൾ ഹീലാകുന്നു. ಆಲಿಸುವುದರಲ್ಲಿ ಕೊರತೆ ಇರುವವರ ಆ ಕಿವಿಯ ಆ ಸಂಬಂಧಪಟ್ಟ ವಿಷಯದಲ್ಲಿ, ചെവിക്കകത്ത് പെയിൻ ആയിരിക്കാം, കേൾവി കുറവായിരിക്കാം, ಕಿವಿಯೊಳಗೆ ನೋವಾಗಿರ್ಬೋದು, ಆಲಿಸುವುದು ಸ್ವಲ್ಪ ಕಡಿಮೆ ಆಗಿರ್ಬೋದು. അങ്ങനെയുള്ളവരുണ്ട്. ആ കരം നോക്കിക്കേ. ಅಂತ ವ್ಯಕ್ತಿಗಳು ಯಾರಾದರೂ ಇದ್ದರೆ ಕರಗಳ ಮೇಲೆ ചെവി സംബന്ധമായ ഏതെങ്കിലും ಕಿವಿಗೆ ಸಂಬಂಧಪಟ್ಟ ಕಾಯಿಲೆಗಳು ಯಾವುದಾದ್ರೂ ಇದ್ದರೆ, വേദന എന്തെങ്കിലും, ನೋವು, ಕೇಳಿಸ್ಲಿಕ್ಕೆ ಆಗದಂತ ಸಂಗತಿ ಯಾರಾದರೂ ಇದ್ದರೆ, ചെവി പ്രോബ്ലം ചോദിച്ചത്. ನಿಮಗೆ ಕಿವಿಗೆ ಯಾವುದಾದ್ರೂ ಸಮಸ್ಯೆ, എന്തെങ്കിലും ഒരു പ്രോബ്ലം, ಯಾವುದಾದರೂ ಸಮಸ್ಯೆ ಇರುವವರಿದ್ದರೆ ಮುಂದಕ್ಕೆ ಬನ್ನಿ, ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ചെവി, ನಿಮ್ಮ ಕಿವಿಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾರೆ. ചെവിയെ തൊടുന്നു, നാവിനെ ദൈവം തൊടുന്നു. ಕೆಲವರು ನಾಲಿಗೆಯನ್ನು ದೇವರು സംസാരിക്കുമ്പോൾ ഉടക്ക് വിക്കുള്ളവർ, ಮಾತನಾಡುವಾಗ ತೊದಲಿದ್ದವರು ദൈവം നിങ്ങളുടെ നാവിനെ തൊടുന്നു. ನಿಮ್ಮನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾರೆ. ಹಾಗಿರುವವರು ಯಾರಾದರೂ ಇದ್ದೀರಾ? ആരെങ്കിലും ഉണ്ടോ? ತೊದಲು ಮಾತಾಡುವವರು ಯಾರಾದರೂ? ಓಕೆ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് എനിക്കൊരു അഭിഷേകം തരണമെന്ന് ആഗ്രഹിക്കുന്നു. ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ, ಕರ್ತನೇ ನನಗೊಂದು ಅಭಿಷೇಕ. രണ്ട് വാക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ಎರಡು ಮಾತು ಮಾತಾಡೋದಕ್ಕೆ ನನಗೆ ಬಯಕೆ ಇದೆ. പറയാൻ ആഗ്രഹമുണ്ട്. ದೇವರ ವಾಕ್ಯ ಮಾತಾಡೋದಕ್ಕೆ ಬಯಕೆ ಇದೆ, പക്ഷേ എനിക്ക് കഴിവില്ല. ಆದರೆ ನನಗೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടോ? ಅಂತವರು ಯಾರಾದರೂ ಬಯಸ್ತಾ ಇದ್ದೀರಾ? എനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. ನನಗೆ ಸಂದೇಶ ಕೊಡೋದಕ್ಕೆ ಬಯಕೆ ಇದೆ. അടുത്തുള്ളവരുടെ സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്. ಹತ್ತಿರದವರಿಗೆ ಸುವಾರ್ತೆ ಕೊಡೋದಕ್ಕೆ ಆಸೆ ಇದೆ. കർത്താവ് പറഞ്ഞു, ആകെ നിങ്ങൾ പുറപ്പെടുവീൻ, ಆದ್ದರಿಂದ ನೀವು ಹೊರಟು ಹೋಗಿರಿ, സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ಎಲ್ಲರನ್ನು ಶಿಷ್ಯರನ್ನಾಗಿ ಮಾಡಿ. നമ്മളെല്ലാം ശിഷ്യന്മാരാ, ನಾವೆಲ್ಲರೂ ಶಿಷ್ಯರು, നമ്മളെല്ലാം ശിഷ്യന്മാരാ, ನಾವೆಲ್ಲರೂ ಶಿಷ್ಯರು. നമുക്കെല്ലാം വചനം പറയാൻ അധികാരമുണ്ട്. ನಮಗೆಲ್ಲರಿಗೂ ವಾಕ್ಯ ಹೇಳುವ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ. നിങ്ങളുടെ ഈ ദേശത്ത് പലരോട് വചനം പറഞ്ഞ്, ನೀವು ಈ ದೇಶದಲ್ಲಿ ಅನೇಕರಿಗೆ ಸುವಾರ್ತೆಯನ್ನು ಕೊಟ್ಟು, നിങ്ങൾ തുറക്കണം, വായ തുറന്ന് പ്രാർത്ഥിക്കണം, ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥಿಸಿ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയോട് പ്രാർത്ഥിക്കണം, ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. അഭിഷേകം പ്രാപിക്കാത്തവർ യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തം, ಅಭಿಷೇಕ ಹೊಂದದವರು ಯೇಸುವಿನ ರಕ್ತ ಹೇಳಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಅದನ್ನು തുറക്കട്ടെ. യേശുവിന്റെ രക്തം പറഞ്ഞ് ആരാധിച്ചാട്ടെ. ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥಿಸಿರಿ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ಯೇಸುವಿನ ರಕ್ತ, ಯೇಸುವಿನ ರಕ್ತ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ പ്രാപിക്കട്ടെ. ಅಭಿಷೇಕ ಹೊಂದಿದವರು ಅನ್ಯ ಭಾಷೆ, അല്ലാത്തവർ യേശുവിന്റെ രക്തം പറഞ്ഞാട്ടെ. ಅಲ್ಲದವರು ಯೇಸುವಿನ ರಕ್ತ ಹೇಳಿ. നാവിനെ ദൈവം നിറയ്ക്കാൻ പോവുക. ನಿಮ್ಮ ನಾಲಿಗೆನ ದೇವರು നിങ്ങളുടെ ആദരത്തെ നിറയ്ക്കാൻ പോവുക. ನಿಮ್ಮ ಅಂತರಂಗವನ್ನು ತುಂಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. right now ഇപ്പോൾ തന്നെ ಈಗಲೇ യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തದಲ್ಲಿ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, രക്തದಲ್ಲಿ ജയം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തದಲ್ಲಿ രക്തം. ജയം. ഇപ്പോൾ തന്നെ നാവുകൾ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം അന്യഭാഷ നിറയട്ടെ, അന്യഭാഷ വചനം നിറയട്ടെ, വാക്യ ഇളിയലേ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സ്വസ്ഥത, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ ചിലർ നിർമൂലമാകട്ടെ, ചില കോട്ടകൾ ഇടിയട്ടെ, ചില സാത്താന്യ മണ്ഡലങ്ങൾ ഇടിയട്ടെ. അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ രക്തം പറഞ്ഞ് ആരാധിച്ചേ, കൈ ശക്തിയോടെ അടിച്ചേ, കൈ ചേർത്ത് ശക്തിയോടെ അടിച്ചേ, കരകൾ തട്ടി യേശുവിനെ രക്തം പറഞ്ഞ് ആരാധിച്ചേ. യേശു രക്തത്തെ കണ്ണുകൾ അടച്ചാരാധിച്ചേ. അഭിഷേകത്തിന്റെ മണ്ഡലം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ ഉടയട്ടോ, കെട്ടുകൾ ഉടയട്ടോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ಜನರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಿ, ജനത്തെ അനുഗ്രഹിക്കണമേ, ಆಶೀರ್ವದಿಸು. കർത്താവേ, ഞങ്ങളെ ഒന്ന് തൊടണമേ. ನಮ್ಮನ್ನು ಒಬ್ಬೊಬ್ಬರನ್ನು ಮುಟ್ಟು. ബെത്സയിദയിലെ കുരുടനെ തൊട്ടതുപോലെ, ಬೆತ್ಸೈದ ಆ ಕುರುಡನನ್ನು ಮುಟ್ಟಿದ ಹಾಗೆ, ആ ദേശത്തെ അവിശ്വാസം മാറ്റിയതുപോലെ, ಆ ದೇಶದ ಅಪನಂಬಿಕೆಯನ್ನು ತೊಲಗಿಸಿದ ಹಾಗೆ, അവിശ്വാസം ഈ പട്ടണം വിട്ട് മാറട്ടെ. ಈ ಅಪನಂಬಿಕೆ ಈ ಪಟ್ಟಣ ಬಿಟ್ಟು ಹೋಗಲಿ. യിരെമ്യാവിനെ പോലെ ಯೆರೆಮೀಯನ ಹಾಗೆ ഇടിപ്പാനും പൊളിപ്പാനും, ಕೆಡವುವುದಕ್ಕೂ ನಾಶ ಮಾಡುವುದಕ್ಕೂ പണിയുവാനും, ಕಟ್ಟುವುದಕ್ಕೂ അനേകരെ പ്രയോജനപ്പെടുത്തണം. ಅನೇಕರನ್ನು ನೀನು ಉಪಯೋಗಿಸು. പ്രയോജനപ്പെടുത്തണമേ. ನಮ್ಮನ್ನು ಕೂಡ ಉಪಯೋಗಿಸು. കർത്തൃദാസനെ പ്രയോജനപ്പെടുത്തണം. ಕರ್ತನ ಸೇವಕರನ್ನು ಉಪಯೋಗಿಸು. പ്രാർത്ഥന കേട്ടതിനായി ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕಾಗಿ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ತಂದೆ. ഹല്ലേലൂയ, 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 ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಬಲಪಡಿಸಲಿ. താങ്ക് യു ഓൾ. ಎಲ್ಲರಿಗೂ ವಂದನೆಗಳು.